ഹേയ് സുഹൃത്തേ, പല്ലാപുരം എത്തി, ഇറങ്ങുന്നില്ലേ? കണ്ടക്ടറുടെ വിളി കേട്ടാണ് ഗോപു ചിന്തയിൽ നിന്നും ഉണർന്നത്. ഗോപു പെട്ടെന്ന് ബാഗ് എടുത്ത് ബസിന്റെ വാതിലിലേക്ക് നടന്നു. ആ ബസിന്റെ അന്നത്തെ അവസാന സർവീസ് ആയിരുന്നതിനാൽ ഗോപുവും അവസാന യാത്രക്കാരനായിരുന്നു. ആശാനെ, ആ സ്റ്റോപ്പിലൊന്ന് ചവിട്ടിയാരെ. ബെല്ലടിക്കാൻ മെനക്കെടാതെ കണ്ടക്ടർ അന്നത്തെ കണക്കുകൾ നോക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. പല്ലാപുരം ബസ് സ്റ്റോപ്പിൽ KSRTCയുടെ ഓർഡിനറി വണ്ടി ഇളകി നിന്നു. ഗോപു വണ്ടിയിൽ നിന്നിറങ്ങിയതും പേടിച്ചലറിയതുപോലെ ആ വണ്ടി കറുത്ത പുക പറത്തി പാഞ്ഞുപോയി. സമയം ഏകദേശം 10 മണിയാകുന്നു. ഇരുട്ടിൽ ദൂരെയായി അകന്നു പോകുന്ന വണ്ടിയുടെ ചുവന്ന വെട്ടം അവ്യക്തമായി റോഡിൽ ഉയർന്ന പുകയിൽ അലിഞ്ഞില്ലാതായി. അതോടെ അവിടം പൂർണ്ണമായി ഇരുട്ടിൽ മൂടപ്പെട്ടു. ഗോപു അവിടെ നിന്നും ചുറ്റും നോക്കി. ഇടയ്ക്ക് മിന്നാമിന്നികൾ പറന്നു കളിക്കുന്നു. ഒരെണ്ണം പറന്ന് ഗോപുവിന്റെ സഞ്ചിയിൽ പറ്റിയിരുന്നു. പിന്നെ പറന്നു പോവുകയും ചെയ്തു. നാശം, ആ ലെവൽ ക്രോസ് ആണ് ഇത്രയും ലേറ്റാക്കിയത്. അവൻ സ്വയം പിറുപിറുത്തു. ബാംഗ്ലൂരിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ഗോപു. അവൻ ഒന്നാന്തരം വോളിബോൾ താരവും കൂടിയാണ്. സ്കൂളിലും കോളേജിലും ധാരാളം സമ്മാനങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവനതിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല. അച്ഛനും അമ്മയും 90 വയസ്സുള്ള മുത്തശ്ശിയും അനിയത്തി ഗോപികയും ചേർന്നതാണ് ഗോപുവിന്റെ കുടുംബം. ഗോപിക 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞ അച്ഛൻ ചന്ദ്രൻപിള്ള കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ദുരൂഹതയേറിയ ഒരു ട്രെയിൻ ആക്സിഡന്റിൽ 2 കാലും മുറിക്കപ്പെട്ടു. ആ അപകടത്തിൽ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന ഗോവിന്ദൻ എന്ന സുഹൃത്ത് കൊല്ലപ്പെടുകയും ചെയ്തു. അമ്മ ശാരദ ഗോപിക പഠിക്കുന്ന സ്കൂളിലെ അധ്യാപികയാണ്. അമ്മയുടെ ശമ്പളവും അച്ഛന്റെ പെൻഷനും വീട്ടിൽ അല്ലലില്ലാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു. വീട് നിൽക്കുന്ന 1.5 ഏക്കർ പറമ്പ് പിള്ളയുടെ കാലുകൾ മുറിച്ചതോടുകൂടി കാടുപിടിച്ച് ഒരുതരം ഭീകരാന്തരീക്ഷത്തിൽ കിടക്കുന്നു. ഗോപു പെട്ടെന്ന് കിട്ടിയ 15 ദിവസത്തെ സ്റ്റഡി ലീവിന് വീട്ടിൽ എല്ലാവരെയും ഒന്ന് അത്ഭുതപ്പെടുത്താൻ അറിയിക്കാതെയാണ് വരവ്. ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ ദൂരെയാണ് വീട്. എന്നാൽ പോകുന്ന വഴിയിൽ ഒരു വലിയ കാവുള്ളത് ഗോപുവിന്റെ മനസ്സിൽ തീ കോരിയിട്ടു. കാരണം പകലുപോലും മനുഷ്യർ ഭയന്നുപോകും തരത്തിലാണ് അവിടുത്തെ ഭീകരത. അല്പം മുന്നോട്ട് നടന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ കാവിന് അഭിമുഖമായി പല്ലാപുരം ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കാവും അതിനോട് ചുറ്റപ്പെട്ട കഥകളുമൊക്കെ ആയപ്പോൾ ആ നാട്ടുകാരെ രാത്രിയിൽ എന്നല്ല നേരം ഇരുളുമ്പോഴേക്കും അതുവഴി നടക്കാൻ തന്നെ ഭയപ്പെടുത്തുന്നു. കാവിനെ പറ്റി ഓർത്തതും ഗോപു അറിയാതെ കഴുത്തിലെ ഏലസിലേക്ക് കൈനീട്ടി. ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. രാവിലെ കുളിക്കാൻ നേരം അഴിച്ചു റൂമിൽ മേശപ്പുറത്ത് വെച്ച് ഏലസ് എടുക്കാൻ മറന്നു. എന്റെ ഭഗവതി! അവൻ നീട്ടി വിളിച്ചതും ഒരു കൊള്ളിയാൻ ആകാശത്തിലൂടെ പൊളഞ്ഞ് താഴേക്കിറങ്ങി. ആ വെളിച്ചത്തിൽ ഗോപു കണ്ടു ഒരു കറുത്ത മല പോലെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന കാവിന്റെ ഇരുണ്ട രൂപവും മുകളിൽ കുത്തി നിർത്തിയ ശൂലം പോലെ യക്ഷിപ്പനയും. ദൂരെ ചക്രവാളത്തിൽ അമർത്തിയ സിംഹഗർജനം പോലെ ഇടിനാദം ഒരിടത്തു നിന്നും തുടങ്ങി ദൂരങ്ങളിലേക്ക് ചിതറിയില്ലാതാകുന്നു. ആകാശത്ത് കാർമേഘപാളികൾ ഇടയ്ക്കുള്ള മിന്നൽ വെളിച്ചത്തിൽ യുദ്ധത്തിനായി യോദ്ധാക്കൾ ശത്രുവിന് നേരെ കുതിക്കും പോലെ പായുന്നു. ആ മാസത്തെ അവസാന വെള്ളിയാഴ്ചയും കറുത്തവാവും കൂടിച്ചേരുന്ന 28ാമത്തെ ദിവസമാണ്. ഒരു തണുത്ത ശക്തിയുള്ള കാറ്റ് ഗോപുവിനെ ഉലച്ചുകൊണ്ട് കടന്നു പോകുന്നതിനോടൊപ്പം കാറ്റിൽ ഉലയുന്ന ചുറ്റുപാടുമുള്ള മരങ്ങളുടെ സീൽക്കാര ശബ്ദം ഇരുട്ടിൽ ഗോപു കേട്ടു. ആകാശത്ത് ചെറിയ മിന്നലുകൾ പുളഞ്ഞിറങ്ങുന്നു. ഗോപു ആകാശത്തേക്ക് നോക്കി. തുളുമ്പി നിൽക്കുന്ന കണ്ണുകൾ പോലെ മാനം. ഏതു നിമിഷവും മഴ പെയ്യും. മഴ നേരത്തെ പെയ്തതിന്റെ സൂചനയായി റോഡിലെ ഗട്ടറിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് മിന്നലിന്റെ വെട്ടത്തിൽ ഗോപു കണ്ടു. രണ്ടായാലും പോയേ പറ്റൂ. ഗോപു മനസ്സിൽ ധൈര്യമെടുത്ത് പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് മുന്നിലെ കുഴിയിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളത്തിലൂടെ എന്തോ ഓടിപ്പോകുന്നത് അവ്യക്തമായി അവൻ കണ്ടു. ഗോപു ഞെട്ടി പുറകോട്ട് മാറിയതും അതിശക്തമായ ഒരു മിന്നലും ഇടിയും. ഗോപുവിന്റെ ഹൃദയം തകിടം മറിഞ്ഞു. മിന്നലിന്റെ വെട്ടത്തിൽ അവൻ കണ്ടു ഒരു കറുത്ത പട്ടി ദൂരെ അകന്നു പോകുന്നു. ആ പട്ടിയുടെ ഓട്ടത്തിൽ പട്ടിക്ക് ഇടത്തെ മുൻകാൽ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. കാറ്റിന്റെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. ഒപ്പം ഇടിയും മിന്നലും. ഇടയ്ക്കൊരു മിന്നലിന്റെ വെളിച്ചത്തിൽ ദൂരെ യക്ഷിപ്പന കാറ്റിന്റെ ശക്തിയിൽ ആടുന്നത് ഗോപു കണ്ടു. ഒപ്പം അസാമാന്യ വലുപ്പമുള്ള എന്തോ ഒന്ന് പറന്ന് താഴോട്ട് പോകുന്നതും. ഗോപുവിന്റെ നട്ടെല്ലിലൂടെ ഒരു തീനാളം കടന്നുപോയി. വവ്വാലാണെന്ന് തോന്നുന്നു. അതിനിത്രയും വലുപ്പമോ? അവൻ പേടിയോടെ പിറുപിറുത്തു. ആദ്യത്തെ അനുഭവമാണ് ഗോപുവിനിത്. കാരണം ഇതിനു മുന്നേ 8 മണിക്ക് വീടെത്തിയിരിക്കും. അങ്ങേയറ്റം 8:30. ഇതിപ്പോൾ 11 മണിയാകാറായി. എന്റെ പല്ലാപുരത്തമ്മേ! നെഞ്ചിൽ കൈവച്ച് അവൻ നീട്ടി വിളിച്ചു. ഇനി അധികം നിന്നിട്ട് കാര്യമില്ല. ദേവിയുടെ മന്ത്രം ചൊല്ലി ഗോപു മുന്നോട്ട് നടന്നു. ഈ സമയം കാവിലെ സർപ്പക്കുളത്തിൽ
ആരോ മുങ്ങിത്താഴുന്ന പോലെ കുമിളകൾ പൊന്തി വരാൻ തുടങ്ങി. കുമിളകൾ മുകളിൽ വന്ന് പൊട്ടുന്ന ശബ്ദവും കേൾക്കാം. ചെറുതായി തുടങ്ങിയ കുമിളകൾ വലുതായി വലുതായി കുളത്തിലെ വെള്ളത്തിനെ ഇളക്കി മറിച്ച് ചുഴികളാക്കിക്കൊണ്ടിരുന്നു. കുളത്തിൽ പടർന്നു കിടക്കുന്ന പായലുകൾ ആ ചുഴിയിൽപ്പെട്ട് കറങ്ങി താഴാൻ തുടങ്ങി. ചുഴിയിൽപ്പെട്ട് വെള്ളത്തിനടിയിലേക്ക് പോകുന്ന പായലുകൾ വശങ്ങളിൽ പൊങ്ങുമ്പോൾ ചവച്ചരച്ചതുപോലെ തോന്നിയിരുന്നു. കുളത്തിന്റെ കൽപ്പടവിൽ പകുതി ചരിഞ്ഞ് വെള്ളത്തിലേക്ക് വീണ് കിടക്കുന്ന നാഗേക്ഷി വിഗ്രഹം വിറച്ചു തുള്ളാൻ തുടങ്ങി. അതിനടിയിലുണ്ടായിരുന്ന ജീവികൾ 4 വശത്തേക്കും ചിതറിയോടി. ആ കുളവും നാഗവിഗ്രഹവും തമ്മിൽ വലിയൊരു കഥയുണ്ട്. കുളക്കൽപ്പടവിലെ നാഗേക്ഷി വിഗ്രഹം ക്ഷേത്രത്തിലെ ആൽച്ചുവട്ടിൽ കിടന്നതായിരുന്നു. 28 വർഷം മുന്നേ ഒരു ദിവസം രാത്രിയിൽ വല്ലാപുരം ക്ഷേത്രനട അടച്ചു തിരിഞ്ഞ പൂജാരി ചുറ്റമ്പലത്തിന് പുറത്ത് വെള്ള സാരി ഉടുത്ത ഒരു സ്ത്രീരൂപത്തിനെ കണ്ടു. ഇരുട്ടിൽ കയ്യിലുള്ള തൂക്കുവിളക്കിന്റെ വെളിച്ചത്തിൽ അവ്യക്തമായി അസാധാരണമായി കണ്ട ആ സ്ത്രീരൂപത്തോട് കാര്യമാരാഞ്ഞ തിരുമേനിയോട് ആൽത്തറയിലെ നാഗവിഗ്രഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേണമെന്നാവശ്യപ്പെട്ടു. ദേവിയുടെ ഉപദേവതയെ ചോദിക്കാൻ ധൈര്യപ്പെട്ട സ്ത്രീയെ കാണാനായി അടുത്തു ചെന്ന് തൂക്കുവിളക്കുയർത്തി മുഖത്തേക്ക് നോക്കിയ പൂജാരി വിറച്ച് കിടുങ്ങിപ്പോയി. ആ സ്ത്രീരൂപത്തിന് ശരീരമുണ്ടായിരുന്നില്ല. ചീഞ്ഞളിഞ്ഞ ശവത്തിന്റെ മനം പിരട്ടുന്ന ദുർഗന്ധം വായുവിൽ ആ രൂപത്തിന് ചുറ്റും നിറഞ്ഞിരുന്നു. ആളിനെ മനസ്സിലായ പൂജാരി ദേവീമന്ത്രം ചൊല്ലി ധൈര്യം സംഭരിച്ച് പ്രധാന കവാടമടച്ച് മന്ത്രം മുറിക്കാതെ മുന്നോട്ട് വേഗം നടന്നു. പിറകെ ഒരു വികൃത മൂളലോടെ സ്ത്രീരൂപവും. ഗത്യന്തരമില്ലാതെ പൂജാരി മന്ത്രം മുറിക്കാതെ ആൽത്തറയ്ക്ക് താഴെ പകുതി ചെരിഞ്ഞ നാഗവിഗ്രഹം ചൂണ്ടിക്കാണിച്ചു. പെട്ടെന്നൊരു ചുഴലി പൂജാരിക്ക് ചുറ്റും അടിച്ചു. ആ രൂപം അപ്രത്യക്ഷമായി, ഒപ്പം ചൂണ്ടിക്കാണിച്ച വിഗ്രഹവും. പിറ്റേന്ന് കാവിലെ കുളത്തിന്റെ പടവിൽ ആൽത്തറയിൽ ചരിഞ്ഞു കിടക്കുന്ന നാഗവിഗ്രഹവും വെള്ളത്തിന്റെ ഓളത്തിൽ കിടന്നിളകുന്ന വെളുത്ത സാരിയും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരത് പൂജാരിയെ അറിയിച്ചു. എന്നാൽ തനിക്കുണ്ടായ അനുഭവം അദ്ദേഹം അവരിൽ നിന്നും മറച്ചുവെച്ചു. എന്നാൽ കൃത്യം 28 ദിവസം കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിലെ പൂജാരിയെ കാണാതായി. ഇന്നും ആ നാട്ടുകാർക്ക് അദ്ദേഹത്തെ പറ്റി കൃത്യമായ വിവരമില്ല. പോലീസിന്റെ അന്വേഷണവും എങ്ങുമെത്താതെ മാൻ മിസ്സിംഗ് കേസായി ഫയലിലൊതുങ്ങിയപ്പോൾ നാട്ടുകാർ പ്രശ്നം വെച്ചു നോക്കിയതിൽ നിന്നും പൂജാരി ജീവനോടില്ല എന്നും കുളത്തിന്റെ അടിത്തട്ടിൽ ചെളിയിൽ പൂണ്ട് കിടപ്പുണ്ട് എന്നും തെളിഞ്ഞു. അതനുസരിച്ച് കുളത്തിൽ തിരച്ചിൽ നടന്നു എങ്കിലും ഒന്നും കിട്ടിയില്ല. എന്നാൽ പൂജാരിയുടെ പൂണൂലും ഏലസും കുളക്കടവിൽ ഒരു വശത്ത് പൊന്തക്കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്നത് കണ്ടെത്തി. അതോടെ പൂജാരിയെ യക്ഷികൊന്നു എന്ന വിശ്വാസം ആ കാവിനെ ഭീകരതയുടെ ആഴം കൂട്ടാൻ കാരണമായി. ഗോപുവിന്റെ വീട്ടിൽ അന്ന് എല്ലാവരും ഉറങ്ങാൻ താമസിച്ചു. സാധാരണ ദിവസങ്ങളിൽ 9:30 മുത്തശ്ശി ഒഴികെ എല്ലാവരും ഉറങ്ങാറുള്ളതാണ്. മുത്തശ്ശി രാത്രിയിൽ എന്തൊക്കെയോ പിറുപിറുത്ത് ഏകദേശം 12 മണിയോടെയാണ് ഉറക്കം. ചോദിക്കുമ്പോൾ പറയും നാമജപമാണെന്ന്. ചെറുപ്പത്തിൽ ഇരുണ്ട നിറമായിരുന്ന മുത്തശ്ശി പ്രായം കൂടുന്തോറും നിറം മാറി ശരീരത്തിൽ രക്തമയം ഇല്ലാത്തതുപോലെ വിളറി വെളുത്തു വന്നിരുന്നു. പുരികം ഇടിഞ്ഞു തൂങ്ങി കണ്ണിൽ ഇരുട്ട് വീണ് കിടക്കുന്നു. ഉള്ളിൽ നരച്ച കൃഷ്ണമണികൾ ഓടുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ചെവികൾ രണ്ടും തോടയിട്ട് മുറിഞ്ഞ് രണ്ടായി കിടക്കുന്നു. മുഴുവനും ചുളിവുകൾ കൊണ്ട് വികൃതമായ ശരീരമാണെങ്കിലും തലയിലെ ഇടതൂർന്ന നരച്ച വെള്ളിമുടികൾ അല്പം അഴക് നൽകുന്നു. 28 വർഷം മുൻപ് ചന്ദ്രൻപിള്ളയ്ക്കും കൂട്ടുകാരനുമുണ്ടായ അപകട സമയത്ത് വീട്ടിൽ വെച്ചുണ്ടായ ഒരു വീഴ്ചയിൽ മുത്തശ്ശിയുടെ ഇടത്തെ കൈ പൂർണ്ണമായി തളർന്നിരുന്നു. മുറ്റത്തും മഴ തകർത്തു പെയ്യുകയാണ്. പിള്ള മരുന്ന് കഴിച്ചു കിടന്നു. ഗോപിക നേരത്തെ പുതപ്പിനുള്ളിൽ കയറി ചുരുണ്ടു എങ്കിലും അവൾക്ക് ഉറക്കം വന്നില്ല. എന്നാൽ ഇതിനെല്ലാം വിപരീതമായി മുത്തശ്ശി നേരത്തെ ഉറക്കമായി. എന്നും പുറത്തുള്ള കൂന് കാരണം ഒരു വശം ചരിഞ്ഞുറങ്ങുന്ന മുത്തശ്ശി അന്ന് പതിവ് തെറ്റിച്ച് മലർന്നാണ് കിടക്കുന്നത്. തളർന്നുപോയ ഇടത്തെ കൈ കട്ടിലിനു വെളിയിലേക്ക് തൂങ്ങിക്കിടക്കുന്നു. മലർന്നു കിടക്കുന്ന മുത്തശ്ശിയുടെ വാ അല്പം തുറന്നിരിക്കുന്നതിനാൽ ശ്വാസം വിടുന്ന ശബ്ദം അല്പം ഉയർന്നിരുന്നു. ആഹാ, ആശാട്ടി ഇന്ന് നേരത്തെ കൂർക്കം വലിച്ചു തുടങ്ങിയല്ലോ. എന്തുപറ്റി? നാമം ഒന്നും ജപിക്കുന്നില്ലേ? വരാന്തയിലെ ലൈറ്റ് കെടുത്താനായി മുറിയിലേക്ക് വന്ന ശാരദ ചിരിച്ചുകൊണ്ട് ചോദിച്ചു.
പുതപ്പെടുത്ത് അവരെ പുതപ്പിച്ച് തൂങ്ങിക്കിടക്കുന്ന കൈയെടുത്ത് കട്ടിലിലും വെച്ച ശേഷം നേരെ ചെന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നതും ശക്തിയായ ഒരു കാറ്റ് പെയ്യുന്ന മഴയുടെ വെള്ളം ഉൾപ്പെടെ അകത്തേക്ക് അടിച്ചു കയറി. ശാരദ മുഴുവനും നനഞ്ഞുപോയി. ഒപ്പം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന അളിഞ്ഞ ശവഗന്ധം ശാരദയെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. വാതിലിൽ കൂടി അടിച്ചു കയറിയ ശക്തമായ കാറ്റിൽ ചുവരിൽ തൂക്കിയിട്ടിരുന്ന മുത്തശ്ശിയുടെ ചെറുപ്രായത്തിലുള്ള ചില്ലിട്ടു ഫ്രെയിം ചെയ്ത ഫോട്ടോ ആണിയിൽ നിന്നും വഴുതി നിലത്തു വീണ് തകർന്നു. ഒപ്പം അതിശക്തിയായ ഒരു മിന്നലും കാതടപ്പിക്കുന്ന ഇടിയും മുഴങ്ങി. ആകെ ഞെട്ടി വിറച്ചുപോയ ശാരദ പിറുപിറുത്തു. നാശം! എന്തൊരു മഴ ഇത്! ആകെ നനഞ്ഞു. അവർ പെട്ടെന്ന് തിരിഞ്ഞു ചെന്ന് നിലത്ത് വീണ ഫോട്ടോ എടുത്തു. അയ്യോ, ചില്ലു പൊട്ടിയല്ലോ! തുറന്നു കിടക്കുന്ന വാതിൽ കാറ്റിൽ വല്ലാത്ത ഒരു ഭീകര ശബ്ദത്തോടെ ആടി ഉലയുന്നു. ശാരദ ഫോട്ടോ മേശപ്പുറത്ത് വെച്ച് കതകിനടുത്തേക്ക് പെട്ടെന്ന് നടന്നു ചെന്നു. എന്താ അമ്മേ വീണത്? അകത്തെ മുറിയിൽ നിന്നും പുതപ്പ് മാറ്റി തല വെളിയിലേക്കിട്ട് ഗോപിക ശബ്ദമുയർത്തി ചോദിച്ചു. ആടുന്ന കതകിൽ പിടിച്ചുകൊണ്ട് പകുതി അടച്ച് ശാരദ വിഷാദത്തോടെ വിളിച്ചു പറഞ്ഞു. അമ്മയുടെ ആ ഫോട്ടോ കാറ്റടിച്ച് നിലത്ത് വീണു. അയ്യേ, അമ്മൂമ്മ ഭിത്തിയെന്ന് വീണേ! ഗോപിക കളിയാക്കി ചിരിച്ചുകൊണ്ട് പുതപ്പിനുള്ളിലേക്ക് വലിഞ്ഞു. ഓ അസത്തെ, ചില്ലു പൊട്ടിയതിലാ എനിക്ക് വിഷമം. അവർ അതും പറഞ്ഞുകൊണ്ട് വരാന്തയിലുള്ള ലൈറ്റിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാനായി കൈ ഉയർത്തിയതും ലൈറ്റ് തന്നെ അണഞ്ഞുപോയി. പൊടുന്നനെ വീടിന്റെ പടിഞ്ഞാറേ വശത്ത് നിന്ന വരിക്കപ്ലാവിൽ നിന്ന് എന്തോ ഒന്ന് വലിയ ചിറകു വീശി പറന്നുയരുന്ന ശബ്ദം കേട്ട് അവർ ഞെട്ടി ആ ഭാഗത്ത് ഇരുളിലേക്ക് പകച്ചു നോക്കി. ഇടയ്ക്കുണ്ടാകുന്ന മിന്നലിൽ പുറത്തെ മഴയുടെ ശക്തി അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. കാറ്റിൽ ദുർഭൂതങ്ങൾ ആടിക്കളിക്കും പോലെ മരങ്ങളും മറ്റും മിന്നലിന്റെ ഇളം നീലപ്രകാശത്തിൽ പല ഭീകര രൂപങ്ങളായി തോന്നി. ഈ സമയം അകത്ത് മുത്തശ്ശിയിൽ ചില മാറ്റങ്ങൾ നടക്കുകയായിരുന്നു. അകത്ത് മുത്തശ്ശിയുടെ കുഴിഞ്ഞു താണ കണ്ണുകൾ പുറത്തേക്ക് തള്ളാൻ തുടങ്ങി. പുറത്തേക്ക് തള്ളി വരുംതോറും ആ കണ്ണുകളിൽ കൃഷ്ണമണിയില്ലായിരുന്നു. കണ്ണുകളിലെ ഞരമ്പുകൾ വശങ്ങളിലേക്ക് പൊട്ടി മാറുന്നുണ്ടായിരുന്നു. വായുടെ ചുറ്റും പൊട്ടിക്കീറി ചുണ്ടുകൾ വശങ്ങളിലേക്ക് വലിഞ്ഞു മാറി ഉള്ളിൽ നിന്നും കരുവാളിച്ച നാവ് പുറത്തേക്ക് വന്ന് പല്ലില്ലാത്ത മോണ നനയ്ക്കാൻ തുടങ്ങി. ഈ സമയം ശാരദ ടോർച്ചുമെടുത്ത് ഒരു സ്റ്റൂളുമായി വരാന്തയിൽ ചെന്ന് ബൾബ് പരിശോധിച്ചു. ഫ്യൂസായി പോയല്ലോ. ആത്മകഥം പറഞ്ഞ് താഴെ ഇറങ്ങിക്കൊണ്ട് സ്റ്റൂളുമെടുത്ത് അകത്തേക്ക് നടന്നു. കാറ്റിന്റെ ശക്തിയിൽ അകത്തേക്ക് അടിച്ചു കയറിയ മഴവെള്ളം മുറിക്കകം മുഴുവനും തളം കെട്ടിക്കിടന്നു. അപ്പോഴും കാറ്റിൽ അളിഞ്ഞ ശവത്തിന്റെ രൂക്ഷഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. സ്റ്റൂൾ അകത്ത് വെച്ച് ശാരദ ആടിയുലയുന്ന വാതിൽ അടച്ചുകൊണ്ട് വീണ്ടും പിറുപിറുത്തു. ഓഹ്, എന്തൊരു വാടയാ! തട്ടുംപുറത്ത് വല്ലതും ചത്ത് കാണും. നാളെ നോക്കണം. ആ രാമുവിനെ വിളിച്ച് ലൈറ്റും നോക്കിക്കാം. അവർ വാതിലടച്ച് സാക്ഷായിട്ട് മുറിയിലെ ലൈറ്റും കെടുത്തി തിരികെ കിടപ്പുമുറിയിലേക്ക് പോയി. ഈ സമയം വരാന്തയിലെ ലൈറ്റ് തന്നെ കെടാനും കത്താനും തുടങ്ങി. വീടിന്റെ മുകളിൽ നിന്നും ഓവിൽ കൂടി കുതിച്ച് താഴേക്ക് വീഴുന്ന വെള്ളത്തിന്റെ ശബ്ദം ആ അന്തരീക്ഷത്തിനെ ഒന്നുകൂടി ഭീകരമാക്കി. ലൈറ്റുകളെല്ലാം കെടുത്തി ശാരദ കട്ടിലേക്ക് ഒന്ന് കിടന്നതേയുള്ളൂ. പുറത്ത് മുൻവശത്ത് വാതിലിൽ എന്തോ വന്ന് ശക്തിയായി വീഴുന്ന ശബ്ദം കേട്ട് അവർ ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരുന്ന വടി ഇരുട്ടിൽ തപ്പിയെടുത്ത് ഭർത്താവിനെ കുലുക്കിയുണർത്തി. ദേ, പുറത്ത് ഒരു ശബ്ദം, നിങ്ങളൊന്ന് എണീറ്റിരുന്നേ. അവർ പിള്ളയെ ഉണർത്തിയിട്ട് തപ്പിത്തടഞ്ഞ് ലൈറ്റ് ഇട്ടു. പക്ഷേ കറണ്ട് പോയിരുന്നു. പെട്ടെന്ന് അവർ തലയണക്കിടയിൽ നിന്നും ടോർച്ചെടുത്ത് കത്തിച്ചു. എന്നാൽ ടോർച്ചും കത്താതെ വന്നപ്പോൾ അടുത്തുള്ള മേശപ്പുറത്തിരുന്ന തീപ്പെട്ടി കഷ്ടപ്പെട്ട് തപ്പിയെടുത്തു. അടുത്തിരുന്ന മെഴുകുതിരിയും എടുത്ത് കത്തിച്ചു. അപ്പോഴേക്കും പിള്ള എണീറ്റിരുന്നു. ശാരദ ഒരു മെഴുകുതിരി കത്തിച്ച് പിള്ളയുടെ കയ്യിൽ കൊടുത്തു. കയ്യിലുള്ള മെഴുകുതിരി വിളക്കും പിടിച്ച് വടിയുമായി ഗോപികയുടെ മുറിയിൽ ചെന്ന് അവളെ കുലുക്കി വിളിച്ചു. ചിണുങ്ങി കണ്ണ് ചിമ്മി എണീറ്റ അവളും ശാരദയുടെ ഒപ്പം അനുഗമിച്ചു. പിള്ള ഈ സമയം കയ്യിലെ മെഴുകുതിരി അടുത്തുള്ള സ്റ്റൂളിൽ ഉറപ്പിച്ച് നിർത്താനുള്ള ശ്രമത്തിലായിരുന്നു. പെട്ടെന്ന് മെഴുകുതിരി കയ്യിൽ നിന്നും വഴുതി താഴെ വീണ് ഉരുണ്ട് കട്ടിലിനടിയിലേക്ക് പോയി അണഞ്ഞു. കാലുകളില്ലാത്തതിനാൽ അയാൾക്കത് എടുക്കാൻ കഴിയുമായിരുന്നില്ല. മുറിയിൽ വീണ്ടും അന്ധകാരം നിറഞ്ഞു. ഗോപികേ, ഡി മോളെ, ഒന്നിങ്ങി വന്നേ. ഈ മെഴുകുതിരി താഴെ പോയി, ഒന്നെടുത്ത് കത്തിച്ചു തന്നേ. പിള്ള ഇരുട്ടിലിരുന്ന് വിളിച്ചു പറഞ്ഞു. ദാ വരുന്നു അച്ഛാ.
ഗോപിക ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് പിള്ളയുടെ അടുത്തേക്ക് പോയി. തുടരെ കാറ്റോടുകൂടി പെയ്യുന്ന മഴയ്ക്കിടെ ചക്രവാളത്തിൽ നിന്നും പൊട്ടിയടർന്നു വീഴുന്നത് പോലെ ഇടിയും ഭൂമി മുഴുവനും കാണും തരത്തിൽ പ്രകാശം ചൊരിയുന്ന മിന്നലും ആ രാത്രിയെ വല്ലാതെ ഭീകരമാക്കിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് അതിശക്തിയായി അടിച്ചു പോകുന്ന കാറ്റിൽ മഴത്തുള്ളികൾ ആരോ ഓടിനു മുകളിൽ ചരലുകൾ വാരിയെറിയും പോലെ തോന്നിച്ചു. പെട്ടെന്ന് കാതടപ്പിക്കുന്ന ഒരു ഇടി മുഴങ്ങി. അതിന്റെ ശക്തിയിൽ വീടിന്റെ വാതിലും ജനലും എല്ലാം ഒരു മൂളലോടെ വിറച്ചു. ശാരദ ധൈര്യം സംഭരിച്ച് ഗോപിക വരും മുന്നേ വാതിലിന്റെ സാക്ഷ പതുക്കെ എടുത്തതും വാതിൽ തള്ളി തുറന്ന് വഴന്ന ഒരു ശരീരം അവരുടെ മുകളിലേക്ക് വീണു. ശാരദ ഒരു ആർത്തനാദത്തോടെ ബോധം കെട്ട് പിറകിലേക്ക് മലച്ചു, കൂടെ അവരുടെ മുകളിൽ വീണ ശരീരവും. ഒപ്പം തന്നെ പടിഞ്ഞാറെ വരിക്കപ്ലാവിന്റെ ഒരു വലിയ ശിഖരം ആരോ പിരിച്ചൊടിച്ച് കളയും പോലെ വലിയ ശബ്ദത്തോടെ നിലംപൊത്തി. ആ സമയം ശാരദയുടെ മുകളിൽ വീണ ശരീരത്തിൽ ചുറ്റിവരിഞ്ഞു കിടന്ന വെളുത്ത സാരി അഴിഞ്ഞ് ഒരു പെരുമ്പാമ്പിനെ പോലെ പതുക്കെ പുറത്തേക്കിഴഞ്ഞ് കാറ്റിൽ പറന്ന് മുകളിലേക്ക് ഉയർന്നുപോയി. ഈ സമയം പിള്ളയുടെ അടുത്ത് എത്തിയ ഗോപിക കട്ടിലിനടിയിൽ നിന്നും മെഴുകുതിരി എടുക്കുമ്പോഴേക്കും ഹാളിൽ നിന്നും ശാരദയുടെ വികൃതമായ അലർച്ചയും എന്തൊക്കെയോ മറിഞ്ഞു വീഴുന്ന ശബ്ദവും കേട്ട് അവൾ മെഴുകുതിരി കത്തിക്കാൻ മെനക്കെടാതെ ഇരുട്ടിൽ സ്ഥലകാലബോധം മറന്ന് ഭയത്തോടെ ശാരദയെ വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് ഓടി. ആകെ പരിഭ്രാന്തനായ പിള്ള എന്തു ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ പകച്ചിരിക്കുമ്പോൾ അയാളുടെ പിറകിലായി കഴുത്തിന്റെ ഭാഗത്ത് ആരോ നിശ്വസിക്കുന്ന പോലെ അനുഭവപ്പെട്ടു. ഒപ്പം മനം മടുപ്പിക്കുന്ന വാടയും മൂക്കിലേക്ക് അടിച്ചു കയറി. പിള്ള അനങ്ങാതെ കട്ടിലിൽ മുറുകി പിടിച്ച് കണ്ണിറുക്കി അടച്ചിരുന്നു. ഈ സമയം ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഹാളിലെത്തിയ ഗോപിക കാറ്റിൽ ഇളക്കി വിറച്ചുകൊണ്ട് തുറന്നു കിടക്കുന്ന കതകിന്റെ ശബ്ദത്തിൽ അകത്തേക്ക് അടിച്ചു കയറുന്ന മഴവെള്ളത്തിൽ നിലത്ത് നനഞ്ഞ് മലർന്ന് ബോധമില്ലാതെ കിടക്കുന്ന ശാരദയും അവരുടെ മുകളിൽ മറ്റൊരു ശരീരവും കിടക്കുന്നത് ശാരദയുടെ കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരി തെറിച്ചു ചെന്ന് വീണ് തീപിടിച്ച് ആളിക്കത്തുന്ന മേശവിരിയുടെ വെളിച്ചത്തിൽ കണ്ടു. എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്ന് വിറച്ചു നിന്നു. ആകെ ഭയന്ന ഗോപിക ധൈര്യം സംഭരിച്ച് ഓടിച്ചെന്ന് മേശവിരിയുടെ കത്താത്ത ഒരു വശത്ത് പിടിച്ചു വലിച്ച് ചുരുട്ടിയെടുത്ത് വാതിലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. മഴയിൽ വീണ മേശവിരിയുടെ തീ അണഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെ അവിടമെല്ലാം അന്ധകാരം കൊണ്ട് നിറഞ്ഞു. അകത്തേക്ക് മഴവെള്ളത്തിനൊപ്പം അടിച്ചു കയറുന്ന കാറ്റിൽ ആകെ നനഞ്ഞ ഗോപിക തിരിഞ്ഞ് ശാരദയുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോൾ അമ്മൂമ്മയുടെ മുറിയിൽ എന്തോ മുകളിൽ നിന്നും വീഴുന്നത് കേട്ട് ഭയന്ന് കിടുങ്ങി നിന്നു. പെട്ടെന്ന് അതിശക്തിയായ ഒരു മിന്നൽ പുളഞ്ഞിറങ്ങി. ആ പ്രദേശമാകെ വെളിച്ചം പരത്തി മറഞ്ഞതും ഗോപികയ്ക്ക് തന്റെ പിറകിൽ മുറ്റത്ത് എന്തോ ഉള്ളതുപോലെ തോന്നി. അവൾ വിറച്ചുകൊണ്ട് പതുക്കെ തല തിരിച്ചു നോക്കി. തകർത്തു പെയ്യുന്ന മഴയുടെയും അതിശക്തിയായ കാറ്റിലും ഇടയ്ക്ക് തെളിയുന്ന മിന്നൽ വെളിച്ചത്തിലും മുറ്റത്ത് വീണുകിടക്കുന്ന മേശവരിയുടെ ഭാഗത്ത് കണ്ട കാഴ്ചയിൽ അവൾ ശ്വാസം നിലച്ച് മരവിച്ചു നിന്നു. അത്യാഹിത വിഭാഗത്തിൽ തീവ്ര പരിചരണത്തിൽ ആണ് ഗോപു. അവന്റെ ശരീരം മുഴുവനും തുണികൊണ്ട് വരിഞ്ഞ ശേഷം കൈകാലുകൾ പിരിച്ചൊടിച്ചതുപോലെയായിരുന്നു. അവന്റെ ജീവൻ നിലനിർത്താനായി മെഡിക്കൽ സംഘം നന്നേ പരിശ്രമിക്കുന്നുണ്ട്. ഗോപുവിനുണ്ടായ ദുരന്തത്തിൽ പല്ലാപുരം നിവാസികൾ എല്ലാവരും ദുഃഖത്തിലാണ്, ഒപ്പം ഭീതിയിലും. കൂടുതൽ ദുഃഖം അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാമുവിനായിരുന്നു. പിള്ളയുടെ കൂടെ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ഗോവിന്ദന്റെ മകനാണ് രാമു. ഗോവിന്ദൻ പോയതോടെ രാമുവിന്റെ ഏക ആശ്രയവും ഗോപുവിന്റെ വീട്ടുകാരും ഉറ്റ സുഹൃത്തായ ഗോപുവുമായിരുന്നു. ഗോപുവിന്റെ അച്ഛനെയും അമ്മയെയും അനിയത്തിയെയും സഹായിക്കാനും ആശ്വസിപ്പിക്കാനും രാമു ഊണും ഉറക്കവും കളഞ്ഞ് ആശുപത്രിയിലും വീട്ടിലുമായി വിശ്രമമില്ലാതെ ഓടി നടക്കുന്നു. ആകെ തകർന്ന അവരെ സമാധാനിപ്പിക്കാനും സഹായിക്കാനും പ്രദേശവാസികളും ഒപ്പമുണ്ട്. ഗോപുവിൽ നിന്നും മൊഴിയെടുക്കാൻ CI സോമശേഖറും സംഘവും 3 തവണ വന്നിരുന്നെങ്കിലും ഗോപുവിന് ബോധം തെളിയാഞ്ഞതിനാൽ ഒരു കോൺസ്റ്റബിളിനെ അവിടെ ഡ്യൂട്ടിക്ക് നിർത്തിയിട്ട് അവർ തിരിച്ചുപോയി. ഗോപുവിന്റെ ചികിത്സാ ചെലവുകൾ ആ കുടുംബത്തിന്റെ വരുമാനത്തിലും കൂടുതലായി ഉയർന്നുകൊണ്ടിരുന്നു. നാട്ടിൽ ചില സന്നദ്ധ സംഘടനകളും ഗോപുവിന്റെ കൂട്ടുകാരും എല്ലാവരും ചേർന്ന് ഒരു വലിയ തുക പിരിച്ചെടുത്ത് ഗോപുവിന്റെ അച്ഛനെ ഏൽപ്പിച്ചു. ശാരദയുടെ സ്കൂളിൽ നിന്നും സഹപ്രവർത്തകരും കുട്ടികളും ചേർന്ന് കുറച്ച് തുക പിരിച്ചെടുത്ത് അവരെ ഏൽപ്പിച്ചു. ഇതോടൊപ്പം രാമുവിന്റെ സാന്നിധ്യവും അവർക്ക് വളരെ ആശ്വാസമായി. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഗോപുവിന്റെ നിലയിൽ അല്പം മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ബോധത്തിന്റെ വെട്ടം ചിരകളിൽ എവിടോ മിന്നുന്നതിന്റെ ലക്ഷണവുമായി അവന്റെ വലത്തെ കൈയിലെ ചെറുവിരൽ ചലിച്ചു. പിന്നെയും 2 നാൾ വേണ്ടി വന്നു ഗോപു പൂർണ്ണമായി ബോധവാനാകാൻ.
ഇതറിഞ്ഞ ശേഖറും സംഘവും വീണ്ടും ഗോപുവിന്റെ മൊഴിയെടുക്കാനായി വന്നു. എന്നാൽ ഡോക്ടറിൽ നിന്നും അവരറിഞ്ഞ സത്യം അതിഭീകരമായിരുന്നു. ഗോപുവിന് നാവ് എന്നൊന്നുണ്ടായിരുന്നില്ല. കൈകൾക്ക് എന്തെങ്കിലും എഴുതാൻ കഴിയുന്നതുവരെ ഒന്ന് ക്ഷമിക്കണം എന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. നിസ്സഹായരായി അവർ വീണ്ടും തിരിച്ചുപോയി. കരഞ്ഞു തളർന്ന ശാരദയും ഗോപിയും ഗോപു കിടക്കുന്ന മുറിയുടെ പുറത്തുള്ള ബെഞ്ചിലിരിക്കുകയാണ്. ദൂരെയുള്ള ബന്ധുക്കൾ പേരിനു മാത്രം ഒരു സന്ദർശനം നടത്തി തിരിച്ചുപോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഗോപുവിന്റെ കഴുത്തിന് താഴെ തളർന്നു പോയതിനാൽ ഇനി ഒരിക്കലും അവൻ എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന ഭീകര സത്യം പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവന് ഡിസ്ചാർജ് നൽകി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു. ദുരിതങ്ങളും കഷ്ടതകളും ഗോപുവിന്റെ കുടുംബത്തെ കുറേശ്ശെ കാർന്നു തിന്നുവാൻ തുടങ്ങി. ആകെ കിട്ടുന്ന വരുമാനം ഗോപുവിന്റെയും അച്ഛന്റെയും ചികിത്സയ്ക്ക് തികയാതെ വന്നപ്പോൾ ഗോപിക 9ാം ക്ലാസ്സിലെ പഠനം നിർത്തി പട്ടണത്തിലെ ഒരു തുണിക്കടയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. നാട്ടുകാരുടെയും ചില സുഹൃത്തുക്കളുടെയും സഹായത്താൽ പിള്ള ക്ഷേത്രത്തിനടുത്ത് ഒരു പലചരക്ക് കട തുടങ്ങി. എല്ലാത്തിനും കൂടെ സഹായിക്കാനുള്ള മനസ്സുമായി നിൽക്കുന്ന രാമുവിനോടുള്ള കടപ്പാട് ആ കുടുംബത്തിന് തീർത്താൽ തീരാത്തതായിരുന്നു. അത് പലപ്പോഴും നന്ദി വാക്കുകളായി പുറത്തു വരുമ്പോൾ അവനത് സ്നേഹത്തോടെ വിലക്കും. ആരുമില്ലാത്ത അവൻ അഭയമായ അവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളല്ലോ എന്നാണ് അവന്റെ ന്യായം. രാമു സുന്ദരനും അല്പം തന്റേടിയുമാണ്. നല്ല അധ്വാനശീലനായ അവനെ 30 വർഷം മുന്നേ പാലക്കാട്ട് നിന്നും വന്ന ഒരു ഗുഡ്സ് ട്രെയിനിന്റെ പിറകിലുണ്ടായിരുന്ന ഒഴിഞ്ഞ ബോഗിയിൽ നിന്നും പിള്ളയുടെ കൂട്ടുകാരൻ ഗോവിന്ദന് കിട്ടിയതായിരുന്നു. അപ്പോൾ അവന് ജനിച്ചിട്ട് 3 ദിവസം മാത്രം പ്രായം. റെയിൽവേ സ്റ്റേഷനിൽ ചായക്കടയാണ് ഗോവിന്ദന്. രാമുവിന്റെ 2ാമത്തെ പിറന്നാളിന് ചെറിയതായി ഒന്നും മെനിങ്ങിയ പിള്ളയും ഗോവിന്ദനും തിരിച്ച് വീട്ടിലേക്ക് പോകും വഴി സംസാരിച്ചുകൊണ്ട് റെയിൽവേ പാളത്തിന് നടുക്ക് കൂടെ മുന്നോട്ട് നടക്കുകയായിരുന്നു. അവർ ഒരു ചെറിയ വളവിനടുത്തെത്തിയപ്പോൾ പിള്ളയുടെ കാൽ വഴുതി ട്രാക്കിന് വെളിയിലേക്ക് വീണത് ഓർമ്മയുണ്ട്. പെട്ടെന്ന് അതിശക്തിയായ ഒരു കാറ്റും പ്രകാശവും കാതടപ്പിക്കുന്ന ശബ്ദവും അതിനിടയിൽ ഗോവിന്ദന്റെ അലർച്ചയും തന്റെ ശരീരത്തെ എന്തോ എടുത്ത് കുടയുന്ന മരവിപ്പിൽ ഓർമ്മകൾ മായും മുന്നേ പിള്ളയറിഞ്ഞു. ആ അപകടം ഇന്നും ദുരൂഹതയ്ക്കൊപ്പം ഉത്തരം കിട്ടാത്ത ചോദ്യചിഹ്നമായി ആ നാട്ടുകാരുടെ ഇടയിൽ പല കഥകളായി നിലനിൽക്കുന്നു. അതിന് കാരണവുമുണ്ട്. ഗോവിന്ദന്റെ ജീവനും പിള്ളയുടെ കാലുകളും എടുത്തത് കൊല്ലത്തൊരു ഫാക്ടറിയിൽ ലോഡിങ്ങിന് വന്നു കിടന്ന ഗുഡ്സ് ട്രെയിനിന്റെ എഞ്ചിനായിരുന്നു. കൊലവിളിയുമായി അടുത്ത സ്റ്റേഷനിൽ ചെന്നു നിന്ന എഞ്ചിനിൽ ലോക്കോ പൈലറ്റ് ഉണ്ടായിരുന്നില്ല. ഗോവിന്ദന്റെ ചതഞ്ഞരഞ്ഞ ശരീരം വലിച്ച് അടുത്ത സ്റ്റേഷനിലെത്തുമ്പോഴേക്കും തലയുടെ പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ എഞ്ചിൻ ഓടിച്ചിരുന്നു എന്നതിന് യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. ഗോവിന്ദന്റെ മരണം അനാഥമാക്കിയ രാമുവിന് പിന്നെ ആശ്രയമായത് ഗോപുവിന്റെ വീട്ടുകാരായിരുന്നു. വളർന്നപ്പോൾ അവൻ നാട്ടിലുള്ള ഒരാൾക്കൊപ്പം നിന്ന് ഇലക്ട്രിക്കൽ ജോലി പഠിക്കുകയും ഇപ്പോൾ സ്വന്തമായി ജോലികൾ കോൺട്രാക്ട് എടുത്ത് ചെയ്യുകയും ചെയ്യുന്നു. രാമുവിന് ഗോപികയെ വളരെ ഇഷ്ടമാണ്. പ്രായം കൊണ്ട് അവൻ അവളിൽ നിന്നും കുറെ ദൂരെയായതിനാൽ അവൻ ആ ഇഷ്ടം മനസ്സിലൊതുക്കി അവളിൽ നിന്നൊരകലം പാലിച്ചു നടക്കുന്നു. പാല് തന്ന കൈക്ക് കൊത്തുന്നത് ശരിയല്ല എന്ന വിവേകം അവനിലെ ഇഷ്ടം അവളുടെ സംരക്ഷണത്തിലും ആ വീടിനെ സഹായിക്കുന്നതിലും ശ്രദ്ധിച്ചുകൊണ്ട് ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ പോകുന്നു. ഒരു വെള്ളിയാഴ്ച ദിവസം ഗോപുവിന്റെ അച്ഛൻ കടയടച്ച് വീട്ടിലേക്ക് തിരിച്ചു. കടയിൽ തിരക്കുണ്ടായിരുന്നതിനാൽ അല്പം താമസിച്ചു. ഇടയ്ക്ക് കടയിലെ കറണ്ടും പോയിരുന്നു. ആ സമയത്ത് ആൾക്കാരുടെ ഇടയിൽ നിന്ന ഒരു സ്ത്രീയെ പിള്ള ശ്രദ്ധിച്ചിരുന്നു. അധികം പൊക്കമില്ലാത്ത വെള്ള സാരിയെടുത്ത് തലയിലൂടെ സാരിത്തലപ്പിട്ട ഒരു സ്ത്രീ. ഇരുട്ടിൽ അവരുടെ മുഖം വ്യക്തമല്ലായിരുന്നു. പിള്ളയുടെ മനസ്സിൽ എന്തോ ഒന്ന് ഉടക്കി വലിച്ചു. എങ്കിലും കടയിലെ തിരക്കിൽ അയാൾ ആ വിഷയം വിട്ടു. അവരുടെ ആവശ്യം 50 ഗ്രാം എള്ള് ആയിരുന്നു. സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ആൾ എള്ളു പൊതിഞ്ഞ് മേശപ്പുറത്ത് വെച്ച ശേഷം പിള്ളയോട് കാശ് വാങ്ങാൻ പറഞ്ഞിട്ട് അടുത്ത ആളിന്റെ സാധനങ്ങൾ എടുക്കുന്നതിനായി തിരിഞ്ഞു. തന്റെ മുന്നിൽ മേശപ്പുറത്ത് വന്നു വീണ നോട്ടെടുത്ത് തലയുയർത്തി നോക്കിയ പിള്ള ഒന്നമ്പരന്നു. കാരണം തന്റെ മുന്നിൽ ആരുമില്ലായിരുന്നു. സാധനം കിട്ടാൻ നിൽക്കുന്നവർ ഒഴികെ വേറെ ആരെയും കാണാതെ വന്നപ്പോൾ അമ്പരന്ന പിള്ള ചുറ്റും നോക്കി. ആ ചേച്ചി എള്ള് എടുക്കാതെ പോയോ? എടുത്തു കൊടുക്കുന്ന ആൾ ചോദിക്കുന്നത് കേട്ട് പിള്ള ഒന്നുകൂടെ അമ്പരന്നു ചോദിച്ചു, എള്ളോ? എടുത്തുകൊടുപ്പുകാരനും അല്പം അമ്പരന്നു പറഞ്ഞു, അതേന്നേ, 50 ഗ്രാം എള്ള് എന്നോട് ചോദിച്ചിട്ട് ഞാനത് അപ്പോൾ തന്നെ എടുത്ത് പൊതിഞ്ഞവിടെ വെച്ചല്ലോ. പിള്ള സംശയത്തോടെ അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എടാ, അതിന് നമ്മുടെ കടയിൽ എള്ള് എവിടെ? ഇല്ലാത്ത സാധനം നീ എങ്ങനെ എടുത്ത് പൊതിഞ്ഞു കൊടുത്തു? പിള്ള പറയുന്നത് കേട്ട് കടയിലുള്ളവരും എടുത്തുകൊടുപ്പുകാരനും അമ്പരന്നു. എടുത്തുകൊടുപ്പുകാരന്റെ മുഖം വിളറി വെളുത്ത് അവൻ അമ്പരപ്പോടെ തിരിഞ്ഞ് എള്ളിന്റെ പൊതി വെച്ചിടത്ത് ചെന്ന് പൊതിയെടുത്ത് അഴിച്ചു നോക്കി. ആ പൊതിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അവന് തല കറങ്ങും പോലെ തോന്നി. പിള്ള പെട്ടെന്ന് വിഷയം മാറ്റി പറഞ്ഞു, രാവിലെ മുതൽ കിടന്ന് വിശ്രമമില്ലാതെ പണിയുവല്ലേ നീ? റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ക്ഷീണം കൂടിയതിന്റെ തോന്നലാകും. പെട്ടെന്ന് ബാക്കിയുള്ളവരുടെ സാധനം കൂടി കൊടുക്ക്. നാളെ അല്പം താമസിച്ചു വന്നാൽ മതി. എടുത്തുകൊടുപ്പുകാരൻ ആ വാക്കുകളിൽ തൃപ്തനായില്ല എങ്കിലും ബാക്കിയുള്ളവർക്കും കൂടി സാധനങ്ങൾ കൊടുത്ത് തീർത്ത് പെട്ടെന്ന് കടയടച്ചു. പിള്ള തന്റെ മുന്നിൽ വന്നു വീണ നോട്ട് എടുത്ത് അവന്റെ നേരെ നീട്ടിയിട്ട് ക്ഷേത്രത്തിന്റെ മുന്നിലെ ഭണ്ഡാരത്തിൽ കൊണ്ടിടാൻ പറഞ്ഞു.
പിള്ള പറഞ്ഞതുപോലെ അവൻ ചെന്ന് ഭണ്ഡാരത്തിന്റെ ഉള്ളിലേക്ക് കാശ് മടക്കി കയറ്റി ഇടാൻ നോക്കുമ്പോൾ അത് ഉള്ളിലേക്ക് വീഴാൻ മെനക്കെടാതെ പുറത്തേക്ക് തള്ളി വന്നുകൊണ്ടിരുന്നു. അവസാനം അവൻ ഒരു കമ്പ് കൊണ്ട് ആ പണം കുത്തി അതിലേക്കിട്ടതും ക്ഷേത്രത്തിന്റെ പുറത്ത് നിന്നിരുന്ന ഒരു വരിക്കപ്ലാവിന്റെ ശിഖരം ഭയാനകമായ ശബ്ദത്തോടെ ഒടിഞ്ഞ് നിലം കുത്തി. പിള്ളയും അവനും ഞെട്ടി ആ ഭാഗത്തേക്ക് നോക്കിയ ശേഷം പരസ്പരം ഭീതിയോടെ നോക്കി. വാ പോകാം. പിള്ള തിടുക്കപ്പെട്ട് ക്രച്ചസൂന്നി നടന്നു. എടുത്തുകൊടുപ്പുകാരൻ മുന്നോട്ട് ടോർച്ചും തെളിച്ച് പിറകെ നടന്നു. പകുതിക്ക് വഴിക്ക് വെച്ച് ടോർച്ച് പിള്ളയെ ഏൽപ്പിച്ച് അയാൾ വഴി പിരിഞ്ഞു പോയപ്പോൾ പിള്ളയുടെ നടത്തം ഒറ്റയ്ക്കായി. പിള്ളയ്ക്ക് വേണമെങ്കിൽ അവനെ കൂടെ കൂട്ടാമായിരുന്നു. പക്ഷെ അവന്റെ വീട്ടിൽ പ്രായമായ രോഗാവസ്ഥയിലുള്ള അമ്മയുള്ളതിനാൽ പിള്ള അതിന് മുതിർന്നില്ല. രാത്രിയുടെ നിശബ്ദതയിൽ ക്രച്ചസ് റോഡിൽ ഊന്നി നടക്കുന്നതിന്റെയും കൃത്രിമക്കാൽ റോഡിൽ അമരുന്നതിന്റെയും ശബ്ദം പ്രത്യേക താളത്തിൽ ഉയർന്നു കേൾക്കാമായിരുന്നു. കടയിൽ നടന്ന സംഭവത്തിൽ കലുഷിതമായ മനസ്സിൽ പലതരം ചിന്തകളുടെ ഭാരത്തോടെയായിരുന്നു പിള്ള നടന്നത്. അല്പദൂരം നടന്ന പിള്ളയ്ക്ക് തന്നെ ആരോ പിന്തുടർന്നതുപോലെ തോന്നി. വെളുപ്പിനെ പാൽക്കാരൻ ദേവനാണ് കാവിന്റെ ഇടവഴിക്ക് നടുക്കായി കമിഴ്ന്നു കിടക്കുന്ന പിള്ളയെ കണ്ടത്. അവൻ സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഓടിച്ചെന്ന് പിള്ളയെ കുലുക്കി ഉണർത്തി. ഞെട്ടി കണ്ണു തുറന്ന പിള്ള അന്താളിച്ച് ചുറ്റും നോക്കി. വീഴ്ചയുടെ ശക്തിയിൽ പിള്ളയുടെ നെറ്റി പൊട്ടി ചോര കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. പിള്ള സംശയത്തോടെ ദേവനെ നോക്കി. പിള്ളേച്ചാ, ഇത് ഞാനാ ദേവൻ. ഇതെന്നാ ഇവിടെ കിടക്കുന്നേ? ഇന്നലെ മിനിങ്ങിയിരുന്നോ? എന്നാലും ഇവിടൊക്കെ വന്ന് കിടക്കാമോ? മോനെ യക്ഷി പിടിച്ചതല്ലേ ഉള്ളൂ. അതും പറഞ്ഞ് ദേവൻ പിള്ളയെ പിടിച്ച് നേരെ ഇരുത്തി. പിള്ള ദേവനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കുടിച്ചതൊന്നുമല്ലടാ. പക്ഷേ എനിക്ക്... അയാളുടെ മനസ്സിൽ ഭീകരമായി പാഞ്ഞുവന്ന് തന്റെ കാലുകളും ഗോവിന്ദന്റെ ജീവനുമെടുത്ത ആ ഭീകര ശകടവും രാത്രിയിൽ താൻ കണ്ട സ്ത്രീരൂപവും തലേന്ന് തന്റെ മുന്നിലുണ്ടായ സംഭവവും തമ്മിൽ എന്തോ ഒരു ബന്ധം പോലെ തോന്നി. പിള്ള കുനിഞ്ഞിരുന്ന് തല കുടഞ്ഞു. തന്റെ 2 കാലുകളിലേക്കും നോക്കി. അദ്ദേഹം തന്റെ മുറിക്കാലുകളിൽ കൈകൾ ഓടിച്ചു. ഊരിപ്പോയ കൃത്രിമക്കാൽ ദേവൻ എടുത്തു കൊടുത്തത് ചിന്താഭാരത്തോടെ കാലിൽ ഉറപ്പിച്ചു. പിള്ള ദേവന്റെ സഹായത്തോടെ എഴുന്നേറ്റ് നിന്നു. ദേവാ, എൻ്റെ ടോർച്ച് ആ ഭാഗത്ത് വീണ് കിടപ്പുണ്ട്, ഒന്ന് എടുത്തതാ. ക്രച്ചസിൽ ബാലൻസ് പിടിച്ച് പിള്ള ദേവനോട് തലകൊണ്ട് ടോർച്ച് വീണ ഭാഗം കാണിച്ചു പറഞ്ഞു. ദേവൻ അവിടെ ചെന്ന് ടോർച്ച് എടുത്തു. തലേന്ന് രാത്രി മുഴുവനും കത്തിക്കിടന്നതിനാൽ ടോർച്ചിന്റെ ബാറ്ററി തീർന്നുപോയി. ബൾബ് വളരെ നേർത്ത് കത്തുന്നത് കണ്ട് ഓഫ് ചെയ്തു. തിരിച്ച് കൊണ്ടുവന്ന് പിള്ളയെ ഏൽപ്പിച്ചു. പിള്ളയെ വീട്ടിൽ വരെ ദേവൻ അനുഗമിച്ചു. വീട്ടിലെത്തിയ പിള്ള ആകെ അന്താളിച്ചുപോയി. വെളുപ്പിനെ ഗോപിക മുറ്റം തൂക്കുന്ന പതിവുള്ളതാണ്. എന്നാൽ വീട്ടുമുറ്റം വർഷങ്ങളായി ആൾപ്പാർപ്പില്ലാത്തതുപോലെ കരിയിലകളുടെ കൂമ്പാരമായി കിടക്കുന്നു. അകത്താരും എണീറ്റിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ പിള്ള ഭയചകിതനായി വാതിലിൽ ആഞ്ഞിടിച്ച് നിലവിളിക്കും പോലെ ഗോപികയെയും ശാരദയെയും മാറി മാറി വിളിച്ചു. പെട്ടെന്ന് അകത്ത് എന്തോ പൊട്ടി വീഴുന്ന പോലെ ശബ്ദവും കേട്ടു. തിരിച്ചു പോകാൻ തുടങ്ങിയ ദേവൻ അത് കേട്ട് സൈക്കിൾ സ്റ്റാൻഡിൽ നിർത്തി അങ്ങോട്ടേക്ക് ചെന്നു. എന്റെ ഭഗവതി, ആപത്തൊന്നും ആകരുതേ. പിള്ള അകത്തെ ശബ്ദം കേട്ട് ഭയത്തോടെ ആത്മകഥം പറഞ്ഞുകൊണ്ട് ദേവനെ ദയനീയമായി ഒന്ന് നോക്കിയിട്ട് വീണ്ടും കതകിൽ മുട്ടാൻ തുടങ്ങുമ്പോഴേക്കും ഉറക്കത്തിൽ നിന്നും എണീറ്റ രീതിയിൽ ഗോപിക കതക് തുറന്നു. പുറത്തു വെട്ടം കണ്ട ഗോപിക അന്താളിച്ചുപോയി. ഒപ്പം മുന്നിൽ പിള്ളയെ കൂടി കണ്ടതും വെപ്രാളത്തോടെ ചുവരിലെ ക്ലോക്കിൽ നോക്കി അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. പിള്ള ആത്മസംയമനം പാലിച്ച് അവളുടെ തോളിൽ കൈവച്ച്, മോളെ എന്തു പറ്റി? അവൾ പേടിച്ച് പിള്ളയുടെ മുഖത്തു നോക്കി. അച്ഛൻ വരുന്നത് കാത്തിരുന്ന ഞങ്ങൾ എങ്ങനെ ഉറങ്ങി? അത് കേട്ട് പിള്ള അന്താളിപ്പോടെ ദേവനെ നോക്കി. ദേവൻ ഒന്നും മനസ്സിലാകാതെ പുരികം ചുളിച്ചു. ഗോപിക പെട്ടെന്ന് ഓടി അകത്തേക്ക് പോയി. അവൾ ഡൈനിങ് ഹാളിൽ ചെന്നതും അവിടെ ഡൈനിങ് ടേബിളിൽ മുഖം വെച്ച് ശാരദ ഉറങ്ങുന്നു. അവൾ കരയും പോലെ ചെന്ന് അവരെ പിടിച്ചു കുലുക്കി ഉണർത്തി. ശാരദയും പിടഞ്ഞെണീറ്റ് നിറഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന ഗോപികയെയും അപ്പോഴേക്കും അകത്തേക്ക് വന്ന പിള്ളയെയും അവിചാരിതമായി ദേവനെയും കണ്ട് അന്താളിച്ച് ചാടി എണീറ്റു. പിള്ള പതുക്കെ അവരുടെ അടുത്ത് വന്നു കസേരയിലിരുന്നു. വിഷയം മാറ്റിക്കൊണ്ട് ദേവനോട് പറഞ്ഞു, ദേവാ, ദേവന്റെ സമയം കളയണ്ട, പാല് കൊടുക്കാനുള്ളതല്ലേ, പൊക്കോളൂ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. അത് കേട്ട് ദേവൻ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയി.
ദേവൻ പോയി കഴിഞ്ഞപ്പോൾ പിള്ള അവരെ സമാധാനിപ്പിച്ചു, കാര്യങ്ങൾ വിശദമായി കേട്ടു. എന്നാൽ തനിക്കുണ്ടായ അനുഭവം അവരിൽ നിന്നും മറച്ചുവെച്ച് കടയിലെ തിരക്ക് കാരണം കടയിൽ തന്നെ കിടന്നു, രാവിലെ എണീറ്റ് പുറത്തിറങ്ങിയപ്പോൾ തലയിൽ ഷട്ടർ കൊണ്ട് മുറിഞ്ഞതാണ് എന്ന് കള്ളവും പറഞ്ഞു. ഗോപിക മുറിവിൽ മരുന്ന് പുരട്ടിക്കൊടുത്തു. കാപ്പി കൂടി കഴിഞ്ഞ് അയാൾ ഒന്ന് കിടന്നു. അമ്പരപ്പിൽ നിന്നും മുക്തയായ ശാരദ പെട്ടെന്ന് ഗോപുവിന്റെ പ്രഭാത കാര്യങ്ങൾ ചെയ്ത ശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി. കട്ടിലിൽ ഒരു വശത്ത് ചരിഞ്ഞു കിടക്കുന്ന മുത്തശ്ശിയുടെ നരച്ച മുടികൾ മുഖം മറച്ച് കട്ടിലിനു വെളിയിലേക്ക് കിടക്കുന്നു. ഈ അമ്മയുടെ ഇതെന്ത് കിടപ്പാ? ശാരദ അവരെ ഉണർത്താൻ ശരീരത്തിൽ കൈവച്ചതും വൈദ്യുതാഘാതമേറ്റതുപോലെ കൈ ഞെട്ടി പിറകിലേക്ക് വലിച്ച് വേവലാതിയോടെ പുറകോട്ടു മാറി. മോളെ, ഗോപികേ, ഡീ അമ്മൂമ്മ. ശാരദയുടെ നിലവിളി കേട്ട് ഓടിവന്ന ഗോപിക കാര്യം തിരക്കിയപ്പോൾ ശബ്ദം വിളങ്ങിപ്പോയ ശാരദ അമ്മൂമ്മയെ ചൂണ്ടിക്കാണിച്ചു. അമ്മൂമ്മയുടെ കിടപ്പും ശാരദയുടെ മുഖവും കണ്ടപ്പോൾ അമ്മൂമ്മ മരിച്ചു എന്ന് ഗോപികയ്ക്ക് മനസ്സിലായി. ഈ സമയം ഗോപുവിന്റെ കണ്ണുകളിൽ നിന്നും വെള്ളം നിറഞ്ഞ് ഇരുവശത്തുകൂടെയും ഒഴുകി. കാരണം തലേന്ന് രാത്രിയിൽ അവിടെ നടന്നതെല്ലാം ഒന്നും നിലവിളിക്കാൻ പോലും കഴിയാതെ നിസ്സഹായതയോടെ കാണുകയായിരുന്നു അവൻ. ഗോപിക ഓടിച്ചെന്ന് പിള്ളയെ കുലുക്കി ഉണർത്തി കാര്യം പറഞ്ഞു. പിള്ള എഴുന്നേറ്റ് അമ്മൂമ്മയുടെ മുറിയിൽ ചെന്ന് കലങ്ങിയ കണ്ണുകളുമായി ഭിത്തിയിൽ ചാരി വിറങ്ങലിച്ച് നിൽക്കുന്ന ശാരദ അയാളെ നോക്കി. മുത്തശ്ശിയുടെ കിടപ്പും രാവിലെ മുറിക്കുള്ളിൽ എന്തോ വീഴുന്ന ശബ്ദവും തമ്മിൽ സാമ്യമുള്ളതായി പിള്ളയ്ക്ക് തോന്നി. പിള്ള തലയുയർത്തി കലണ്ടറിൽ നോക്കി. അതിൽ തീയതി 28 എന്ന് എഴുതിയ കോളം ചുവന്ന നിറം കൊണ്ട് നിറച്ചിരിക്കുന്നത് പോലെ തോന്നി. ആയില്യം നാളുകാരിയായ മുത്തശ്ശിക്ക് അന്ന് 100-ാം വയസ്സ് തികയുന്ന ദിവസമായിരുന്നു എന്ന് അയാൾ ഞടുക്കത്തോടെ അറിഞ്ഞു. പക്ഷേ എല്ലാ വർഷവും കൃത്യമായി ഓർക്കുന്ന ദിവസം ഇപ്രാവശ്യം ആരോ ഓർമ്മ മറച്ചതുപോലെ ആയിപ്പോയി എന്നും അയാൾ അറിഞ്ഞു. ഒപ്പം തന്റെ വീട്ടിൽ എന്തോ അനിഷ്ടം നടക്കുന്നു എന്ന അറിവും ഉൾഭയത്തോടെ അയാൾ മനസ്സിലാക്കി. പട്ടണത്തിൽ നിന്നും അകന്ന ചില ബന്ധുക്കൾ വരുന്നതൊഴിച്ചാൽ ആ ജഡം അധികം വെക്കേണ്ട ആവശ്യമില്ലാതിരുന്നിട്ടും പിള്ളയുടെ ചില സംശയം കാരണം മുത്തശ്ശിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അയച്ചു. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ നിന്നും ചില സംശയങ്ങൾ ഡോക്ടർക്കുണ്ടായപ്പോൾ വിദഗ്ധ പരിശോധനയ്ക്ക് ആ ജഡം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഒപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റിലും വിവരം അറിയിച്ചു. മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ ഒരു ഭയാനക സത്യം വെളിവായി. മുത്തശ്ശി മരിച്ചിട്ട് ഏകദേശം 30ഓളം വർഷം കഴിഞ്ഞിരുന്നു. ഒരു ഫോസിൽ പോലെയായ ആ ജഡം കുറേശ്ശെ അടർന്നു പോകാനും തുടങ്ങിയിരുന്നു. കൂടാതെ മെഡിക്കൽ സംഘം അതിന്റെ കൃത്യമായ വിവരം മനസ്സിലാക്കാതെ ജഡം വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടിലുമെത്തി. കാരണം ഒരു ശവശരീരം ഇങ്ങനെ ഇത്രയും വർഷക്കാലം ജീവനോടെ കാണപ്പെട്ടു എന്നത് അവരെ അമ്പരപ്പിക്കുന്ന ചോദ്യമായി നിന്നു. കൂടുതൽ പഠനങ്ങൾക്കായി ആ ജഡം വിധേയമാക്കാനും തീരുമാനിച്ചു. വാർത്താമാധ്യമങ്ങൾക്ക് ഗോപുവിന്റെ വീടും ദുരന്തങ്ങളും മറ്റും ചൂടുള്ള വാർത്തയാകാൻ അധിക സമയം വേണ്ടി വന്നില്ല. സർക്കിൾ ഇൻസ്പെക്ടർ സോമശേഖറും സംഘവും ഗോപുവിന്റെ വീടും പരിസരവും അരിച്ചുപെറുക്കി പരിശോധിച്ചെങ്കിലും ഒന്നും കാര്യമായി കിട്ടിയില്ല. പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഭീമാകാരമായ വരിക്കപ്ലാവിന്റെ ഇടത് ശിഖരം ഒടിഞ്ഞ് നിലം പൊത്തിയത് ശേഖറിന്റെ കണ്ണിൽപ്പെട്ടെങ്കിലും തലേന്ന് രാത്രിയിലെ മഴയും കാറ്റും കണക്കിലെടുത്ത് അതത്ര കാര്യമായി എടുത്തില്ല. പറവൂരുള്ള കിള്ളിയാടി മനയിലെ പ്രശസ്ത താന്ത്രികനും ഭൂതപ്രേത പിശാചുക്കളുടെ പേടി സ്വപ്നവുമായ നരസിംഹൻ ഭട്ടതിരിയുടെ കൊച്ചുമകനാണ് സോമശേഖർ ഭട്ടതിരി. അമാനുഷിക ശക്തികളുടെ ഉപദ്രവം സഹിക്കാതെ ഏത് ദേശമാണോ വലയുന്നത് അതറിഞ്ഞ് ഭട്ടതിരി അവിടെ ചെല്ലുകയാണ് പതിവ്. ജ്യോതിഷ കണ്ണുകൾ ഉപാധിയായി ഭട്ടതിരിയെ തീരുമാനിക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് ഭട്ടതിരി മനയിലെത്തിയിരിക്കും. തന്നെ തേടിയെത്തുന്നവർക്ക് സംഭാരവും നൽകി തിരികെ പൊക്കോളാൻ പറഞ്ഞുവിടുന്ന ഭട്ടതിരി മിക്കപ്പോഴും സംഭാരം കൊടുക്കാനായി തിരഞ്ഞെടുക്കുന്നത് അവരെ ഉപദ്രവിച്ച ശക്തികളെ കൊണ്ട് തന്നെ ആയിരിക്കും എന്നതാണ് പ്രത്യേകത. മന്ത്രജ്ഞാനത്തിലും തത്വജ്ഞാനത്തിലും അഗാധ പാണ്ഡിത്യമുള്ള ഭട്ടതിരി ഒരിക്കൽ കാളി ദർശനത്തിനായി സാധന തുടങ്ങി. സാധനയുടെ കാഠിന്യം കൂടിയതല്ലാതെ ഭട്ടതിരിക്ക് കാളി ദർശനം സാധ്യമായില്ല. നിരാശനായ അദ്ദേഹം ആഴികൂട്ടി തന്റെ മന്ത്രശക്തിയുടെ കാഠിന്യത്തിൽ തന്റെ ആത്മാവിനെ ഹോമിച്ചു കളഞ്ഞു. ദേവീ ദർശനത്തിനായി നാശമില്ലാത്ത ആത്മാവിനെ ഹോമിച്ചർപ്പിച്ചതിൽ സന്തുഷ്ടയായ ദേവി ഭട്ടതിരിയിൽ സംപ്രീതയാകുകയും ഭട്ടതിരിയുടെ ആത്മാവിനെ പുനർനിർമ്മിച്ച് കൂടുതൽ മാന്ത്രിക ശക്തികൾ നൽകി
നൽകി അനുഗ്രഹിച്ച് ശരീരത്തിൽ കുടിയിരുത്തുകയും പുനർജന്മം ഉണ്ടായി കണ്ണു തുറന്ന ഭട്ടതിരി തൊട്ടടുത്തിരുന്ന് കള്ളച്ചിരിയോടെ കാതിലെ തോടയഴിക്കുന്ന ദേവിയാണ് കാണുന്നത്. ദേവി ഭട്ടതിരിയെ വലിച്ചെടുത്ത് തന്റെ മടിയിൽ കിടത്തി തൃശൂലത്താൽ കാതിൽ തുളകൾ തീർത്ത് ആ തോടകൾ കാതിലിട്ട് കൊടുത്ത് മറഞ്ഞു. ഇത് ആ നാട്ടിൽ ഭട്ടതിരിയുടെ അത്ഭുതങ്ങൾ പറയുന്ന ആൾക്കാരുടെ നാവിൽ വിളങ്ങുന്ന കഥകളിൽ ഒന്നാണ്. എന്തു തന്നെയായാലും മന്ത്രവിദ്യയിൽ അതിശക്തനായ ഭട്ടതിരിക്ക് പകരം വെക്കാൻ ആ കാലത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഭട്ടതിരിയുടെ എല്ലാ പൂജകർമ്മങ്ങൾക്കും സഹായിയായി നിന്നത് 10 വയസ്സ് കഴിഞ്ഞ കൊച്ചുമകൻ സോമശേഖര ഭട്ടതിരിയായിരുന്നു. നരസിംഹൻ ഭട്ടതിരിയുടെ സമാധിയും അപൂർവമായുള്ളതായിരുന്നു. ഒരു നാൾ മനയിലെ എല്ലാവരോടും തന്റെ മുന്നിൽ വരാൻ ഭട്ടതിരി ആജ്ഞാപിച്ചു. നമുക്ക് അങ്ങോട്ട് പോകാൻ സമയമായിരിക്കണു. ആകാംക്ഷയോടെ നിന്ന കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ ഒരു തീഗോളമായി ആ വാക്കുകൾ വന്നു വീണു. അന്താളിച്ച് നിന്നവരുടെ ഭാവം അവഗണിച്ച് അദ്ദേഹം തുടർന്നു. നമ്മുടെ കർമ്മങ്ങൾ ശേഖര ഉണ്ണി തന്നെ ചെയ്താൽ മതി. ശേഷം ശേഖര ഭട്ടതിരിയെ വിളിച്ച് മടിയിൽ കിടത്തി വലത്തെ ചെവിയിൽ എന്തോ ഓതിക്കൊടുത്ത് പിന്നീട് മുകളിലേക്ക് കൈ ഉയർത്തി ധ്യാനിച്ച് കയ്യിൽ നിറഞ്ഞ ഭസ്മം ശേഖറിന്റെ ചെവിയിലേക്ക് ഇട്ട് നിറച്ച് അതിനുശേഷം വലത്തെ കൈകൊണ്ട് ശേഖർ ഭട്ടതിരിയുടെ ചെവി പൊത്തിപ്പിടിച്ചു. ഇടത്തെ കൈ അതിനു മുകളിൽ വെച്ച് അദ്ദേഹം കണ്ണടച്ച് മന്ത്രങ്ങൾ ഉരുവിട്ടു. 5 മിനിറ്റോളം ആ ജപം തുടർന്നു. അതിനുശേഷം കണ്ണു തുറന്ന് കൈകൾ ചെവിയിൽ നിന്നും മാറ്റുമ്പോൾ ആ ചെവിയിൽ ഭസ്മമുണ്ടായിരുന്നില്ല. അഗാധ നിദ്രയിലായി കഴിഞ്ഞിരുന്ന ശേഖര ഭട്ടതിരിയുടെ ശരീരം സ്വർണപ്രഭയാൽ ഒന്ന് തിളങ്ങി മറഞ്ഞു. ഇവന് താന്ത്രിക യോഗമില്ല, അതിനാൽ ഇവനെ ഇവന്റെ വഴിക്ക് അങ്ങോട്ട് വിടുക. വഴി തെറ്റാതിരിക്കാൻ നോം കൂടെ ഉണ്ടാകും. കൊണ്ടുപോയി കിടത്തിക്കൊള്ളുക. അതും പറഞ്ഞ് ഭട്ടതിരി പുഷ്പം പോലെ ആ ശരീരം പൊക്കിയെടുത്ത് ശേഖര ഭട്ടതിരിയുടെ അച്ഛന്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം ശേഖറിനെ മുറിയിൽ കൊണ്ട് കിടത്തി തിരികെ വന്നു. ഇങ്ങോട്ട് വരിക. ശേഖറിന്റെ അച്ഛനെ കൈയാട്ടി അടുത്ത് വിളിച്ച ഭട്ടതിരി അടുത്തു ചെന്ന് അയാളുടെ കയ്യിലേക്ക് 3 സ്വർണ്ണ ഏലസുകൾ ഇട്ടുകൊടുത്തു. ഒന്ന് ഉണ്ണിയുടെ കഴുത്തിൽ ഇട്ടുകൊടുക്കുക, ബാക്കിയുള്ളത് താനും തന്റെ വേളിയും ധരിക്കുക. കർണന്റെ കവചകുണ്ടലം പോലെ ഇത് ശരീരത്തിന്റെ ഒരു ഭാഗമായിരിക്കണം. ഒരു കാരണവശാലും ശരീരത്തിൽ നിന്ന് ഇത് അഴിക്കാൻ പാടില്ല. എല്ലാം മൂളിക്കെട്ട ശേഖറിന്റെ അച്ഛനെ മാറ്റി നിർത്തി ബാക്കിയുള്ളവർക്കും ഏലസ് കൊടുത്ത് കാര്യം വിശദീകരിച്ച ശേഷം തന്റെ മാന്ത്രിക ദണ്ഡ് എടുത്തുകൊണ്ട് വടക്കു ഭാഗത്ത് നിൽക്കുന്ന വലിയ കാഞ്ഞിരമരത്തിന്റെ ചുവട്ടിലേക്ക് നടന്നു. മനയിലുള്ളവരെല്ലാരും പുറകെ നിറകണ്ണുകളോടെ അനുഗമിച്ചു. കാഞ്ഞിരമരത്തിന്റെ ചുവട്ടിലെത്തിയ ഭട്ടതിരി തിരിഞ്ഞു നിന്ന് ശേഖറിന്റെ അച്ഛനോട് പറഞ്ഞു, ഉണ്ണി എഴുന്നേക്കുമ്പോ പറയുക മുത്തച്ഛൻ ഒരു തീർത്ഥാടനത്തിന് പോയി എന്ന്. 20 വയസ്സ് അവന് കഴിയുമ്പോൾ പൂട്ടിയിട്ടിരിക്കുന്ന നമ്മുടെ പൂജാമുറി തുറന്നു കൊടുത്തു ഈ ഭാഗം ചൂണ്ടിക്കാണിച്ച് നോം ഇവിടെ ഉറങ്ങുന്നുണ്ട് എന്ന് പറയുക. അതുവരെ ആ മുറി ആരും തുറക്കരുത്. ഒരു കൂട്ടം താക്കോൽ ശേഖറിന്റെ അച്ഛന്റെ കയ്യിൽ കൊടുത്ത ശേഷം അദ്ദേഹം കാഞ്ഞിരമരത്തിന് അഭിമുഖമായി തിരിഞ്ഞു നിന്ന് മുകളിലേക്ക് മുഖമുയർത്തി കണ്ണുകളടച്ച് 2 കൈയും മുകളിലേക്ക് ഉയർത്തി. പെട്ടെന്ന് കാഞ്ഞിരമരച്ചുവട്ടിൽ നിന്നും ഏകദേശം 5 അടി നീളത്തിൽ നിന്നും മണ്ണ് ഉയർന്ന് ഇരുവശങ്ങളിലേക്കും മാറി കൂമ്പാരമായി വീണു. ഒപ്പം അതിശക്തിയായ ചുഴലിക്കാറ്റ് ഭട്ടതിരിക്ക് ചുറ്റും വീശിയടിച്ചു. കരിയിലകളും പൊടിപടലങ്ങളും ഭട്ടതിരിക്ക് ചുറ്റും ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ഉയർന്നു കറങ്ങുന്ന പൊടിപടലത്തിന്റെ അവ്യക്തതയിൽ മനയിലുള്ളവർ കണ്ടു ആ മഹാമാന്ത്രികൻ തനിക്കായി തീർത്ത കുഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. നരസിംഹൻ ഭട്ടതിരി തന്റെ സമാധിക്കായി തീർത്ത കുഴിയിൽ ഇറങ്ങി മലർന്നു കിടന്നു. 2 കൈയും മാന്ത്രിക ദണ്ഡിൽ ചേർത്ത് നെഞ്ചിലമർത്തി കണ്ണുകളടച്ച് ധ്യാനിച്ച ശേഷം ദണ്ഡ് നെഞ്ചിൽ വെച്ച് കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തും ചേർത്ത് വെച്ച് ശവാസനത്തിൽ കിടന്ന് ജപിച്ചു. പെട്ടെന്ന് കുഴിയുടെ വശത്ത് കൂമ്പാരമായി വീണ മണ്ണ് വായുവിലേക്ക് കറങ്ങി ഉയർന്ന് കുഴിക്ക് മുകളിലെത്തി ചോർപ്പ് പോലെ വേഗത്തിൽ കറങ്ങി പെട്ടെന്ന് കുഴിയിലേക്ക് വീണ് മൂടി. കാറ്റും പൊടിയും സാവകാശമടങ്ങി. അന്തരീക്ഷം ശാന്തമായി. ഭട്ടതിരി സമാധിയായ ഭാഗത്ത് ഒരൽപ്പം മണ്ണ് ഉയർന്നു നിന്നു. ഈ അത്ഭുത സത്യമറിഞ്ഞ് നാട്ടുകാരുടെ സന്ദർശനം ഒരാഴ്ചയോളം മനയിലേക്കുണ്ടായി.
സോമശേഖറിന് 20 വയസ്സ് കഴിഞ്ഞപ്പോൾ മുത്തച്ഛൻ പറഞ്ഞ പോലെ തന്നെ ശേഖറിൻ്റെ അച്ഛൻ ഭട്ടതിരിയുടെ പൂജാമുറി തുറന്ന് സത്യം വെളിപ്പെടുത്തി. മുത്തശ്ശിയുടെ മരണശേഷം ഗോപുവും കുടുംബവും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിനടുത്തൊരു വാടക വീട്ടിലേക്ക് മാറിയിരുന്നു. ജഡം വിട്ടുകിട്ടാത്തതിനാൽ മറ്റുള്ള കർമ്മങ്ങൾ നടത്താനും കഴിഞ്ഞിരുന്നില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം ശേഖർ ഗോപുവിൻ്റെ വീട്ടിൽ ചെന്ന് വീട് തുറന്ന് ഉള്ളിൽ കയറി. ഗോപു കിടന്ന കട്ടിലും പരിസരവും വിശദമായി പരിശോധിച്ചു. കൂടെ മുത്തശ്ശി കിടന്ന കട്ടിലും. വിശദമായി പരിശോധനയ്ക്ക് ഒടുവിൽ ഗോപു കിടന്ന കട്ടിലിൽ നിന്നും 4 അടിയോളം നീളമുള്ള കറുത്ത മുടി കിടക്കുന്നത് കണ്ടു. അത് സാധാരണ മുടിയെക്കാട്ടിൽ വണ്ണമുള്ളതായിരുന്നു. ശേഖർ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനായി എടുത്തു. അതിനുശേഷം പിന്നെയും നിരീക്ഷണം തുടർന്നു. ഗോപു കിടന്ന കട്ടിലിൻ്റെ ഇടതുവശത്ത് നിലത്ത് കട്ടിലിനടിയിലേക്ക് എന്തോ വലിച്ചിഴച്ച് കൊണ്ടുപോയതുപോലെ ചില പാടുകൾ ശേഖറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം കട്ടിലിനടിയിലേക്ക് ടോർച്ചടിച്ചു നോക്കിയപ്പോൾ മറുവശത്തായി ചൂല് എത്താതെ കൂടിക്കിടന്നിരുന്ന പൊടികൾ ചിതറിക്കിടക്കുന്നത് കണ്ടു. ശേഖറിൻ്റെ ഉള്ളിൽ സംശയത്തിൻ്റെ തിരമാലകൾ തള്ളിക്കയറുവാൻ തുടങ്ങി. ശേഖർ അന്നത്തെ അന്വേഷണം മതിയാക്കി വീട് സീൽ ചെയ്ത് പുറത്തിറങ്ങി. 6 മണിയോളമായ അന്തരീക്ഷം ഇരുണ്ടു തുടങ്ങിയിരുന്നു. ജീപ്പ് ഓടിച്ചു പോകുന്നതിനിടയ്ക്ക് ആകാശത്ത് മാറ്റങ്ങൾ ശേഖർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി കൂടുതൽ ഇരുളിലേക്ക് പോയപ്പോൾ ശേഖർ ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റ് ഇട്ടു. പെട്ടെന്നാണ് കാറ്റിനൊപ്പം അതിശക്തമായ മഴ പെയ്യാൻ തുടങ്ങിയത്. പെട്ടെന്ന് അവിടമാകെ പ്രകാശം പരത്തി ഒരു മിന്നൽ പൂത്തിറങ്ങി. തൊട്ടുപിറകെ കാതടപ്പിക്കുന്ന ഒരിടിയും. സിംഹമുരളൽ പോലെ ആ ശബ്ദം ദൂരേക്കകന്നുപോയി. അന്തരീക്ഷം രാത്രിക്ക് സമാനമായി. തുമ്പിക്കൈ വണ്ണത്തിൽ പെയ്യുന്ന മഴയുടെ ശബ്ദം ജീപ്പിൻ്റെ മുകളിൽ വീഴുമ്പോൾ ജീപ്പിൻ്റെ ശബ്ദം പോലും അറിയാൻ കഴിയുമായിരുന്നില്ല. ഹെഡ്ലൈറ്റും വൈപ്പറും കൊണ്ട് ഉപയോഗവുമില്ലാതായി. ശേഖർ ജീപ്പിൻ്റെ ഇരുവശത്തെയും ടാർപ്പ നിവർത്തിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വശം മുഴുവനും നനഞ്ഞു കുതിർന്നിരുന്നു. വെള്ളം ടാർപ്പയ്ക്കിടയിൽ കൂടി ഉള്ളിലേക്ക് തള്ളി ഇറങ്ങുന്നുണ്ടായിരുന്നു. ജീപ്പ് പല്ലാപുരത്തേക്ക് തിരിയുന്ന റോഡിലേക്ക് കയറി. പെട്ടെന്നുള്ള മിന്നൽ പ്രകാശത്തിൽ കാവിലെ യക്ഷിപ്പന കാറ്റിൽ ആടിയുലയുന്നത് ശേഖർ കണ്ടു. മരങ്ങളും തെങ്ങുകളും ആ കാറ്റിൽ ആടി ഉലയുന്നത് മിന്നൽ വെട്ടത്തിൽ കണ്ടപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള ചുടല നൃത്തം ശേഖർ ഓർത്തു. ജീപ്പിൻ്റെ അരണ്ട വെളിച്ചത്തിൽ തൻ്റെ മുന്നിലായി എന്തോ ഒരു കറുത്ത രൂപം ജീപ്പിൻ്റെ അതേ വേഗതയിൽ മുന്നോട്ട് പോകുന്നത് അവ്യക്തമായിട്ട് ശേഖർ കണ്ടു. ചുണ്ടിൽ വന്ന ഒരു ഗൂഢമന്ദസ്മിതത്തോടെ ശേഖർ തൻ്റെ കഴുത്തിലെ ഏലസിൽ തലോടി. മഴയിൽ 3 വശത്തെയും ടാർപ്പ ഇട്ടതിനാൽ പിറകിൽ നിന്നും തൻ്റെ നേരെ പാഞ്ഞു വരുന്ന വലിയ അപകടമറിയാതെ ശേഖർ ജീപ്പിൻ്റെ വേഗതയ്ക്കൊപ്പം മുന്നോട്ടു പോകുന്ന രൂപത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് ഓടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് സീറ്റിൻ്റെ ഇടതുവശത്ത് വെച്ചിരുന്ന മൊബൈൽ അടിച്ചത്. ശേഖർ പെട്ടെന്ന് ഞെട്ടി മൊബൈലിലേക്ക് നോക്കി. ഡിസ്പ്ലേയിൽ വനജ എന്ന പേര് കണ്ടു. ശേഖറിൻ്റെ ഭാര്യയാണ് വനജ. ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്ത് ജീപ്പ് നിർത്തിയതും ജീപ്പിന് മുകളിലൂടെ പറന്നുപോയ ഒരു തീഗോളം പോലെ എന്തോ ഒന്ന് ജീപ്പിൻ്റെ തൊട്ടുമുന്നിൽ ഉഗ്ര സ്ഫോടന ശബ്ദത്തോടെ വീണ് പൊട്ടിച്ചിതറി. അതിൻ്റെ ശക്തിയിൽ ജീപ്പ് നിരങ്ങി അല്പദൂരം പിറകിലേക്ക് മാറി നിന്നു. ഒപ്പം ബോണറ്റ് ഹുക്ക് പറഞ്ഞ് തുറന്നു വന്ന് ഗ്ലാസ്സിൽ ഇടിക്കുകയും തിരിച്ച് പൂർവാവസ്ഥയിൽ അടയുകയും ചെയ്തു. അതിൻ്റെ ശക്തിയിൽ ഗ്ലാസ് പൊട്ടിച്ചിതറുകയും ചെയ്തു. ഒപ്പം വികൃതമായ ഒരലർച്ചയും റോഡിൽ നിറഞ്ഞു കിടന്ന വെള്ളത്തിൽ കൂടി എന്തോ ഒന്ന് പിടഞ്ഞു പറന്നു പോകുന്നതും അറിഞ്ഞു. ആ സ്ഫോടന ശക്തി കാരണമോ മറ്റോ ശേഖർ ചെവിയിൽ വെച്ച മൊബൈൽ കോൾ കട്ടായി പോയിരുന്നു. ഒരു വല്ലാത്ത ഭീകരമായ മരവിപ്പിൻ്റെ അവസ്ഥയിൽ തകർത്തു പെയ്യുന്ന മഴവെള്ളം ജീപ്പിൻ്റെ ഗ്ലാസ് പൊട്ടിയ ഭാഗത്തുകൂടെ ഉള്ളിലേക്ക് വീഴാൻ തുടങ്ങി. ഗ്ലാസ് ഫിറ്റ് ചെയ്തിരുന്ന ഫ്രെയിമിൽ താഴേക്ക് വീഴാതെ ഉണ്ടായിരുന്ന കുറച്ച് ഗ്ലാസ് പീസുകൾ അടർന്ന് ഉള്ളിലേക്ക് വീണു. സ്തബ്ധനായിരിക്കുന്ന ശേഖറിൻ്റെ മടിയിൽ ഗ്ലാസ് മുത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തൻ്റെ ജീവൻ രക്ഷിക്കാൻ വനജയിലൂടെ കാരണമായ മൊബൈൽ ശേഖർ ചെവിയിൽ നിന്നും എടുത്തു നോക്കിയപ്പോൾ കോൾ ഓഫായത് കണ്ടെങ്കിലും
അദ്ദേഹം നന്ദി സൂചകമായി ആ ഫോണിൽ ഒരു മുത്തം നൽകിയതും പെട്ടെന്ന് വീണ്ടും റിംഗ് അടിക്കാൻ തുടങ്ങി. അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്ത് വനജയോട് നടന്ന സംഭവം പറയാതെ വിശേഷങ്ങൾ പറഞ്ഞു നിർത്തി. കോൾ ഡിസ്കണക്ട് ചെയ്ത ശേഷം ശേഖർ ജീപ്പ് സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ വാഹനം സ്റ്റാർട്ടായില്ല. മഴ തകർത്തു പെയ്യുന്നതോടൊപ്പം രാത്രി വളരുകയും ചെയ്യുന്നു. ഈ സമയം കാവിലെ സർപ്പക്കുളത്തിലെ വെള്ളത്തിൻ്റെ അളവ് ഉയർന്നു വരാൻ തുടങ്ങി. അവസാനം വെള്ളം കുളം കവിഞ്ഞ് റോഡിലേക്ക് കുതിച്ച് ഒഴുകിയിറങ്ങി. ഒരു കെട്ടിടത്തിലെ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുകയായിരുന്ന രാമു മഴയ്ക്ക് ശക്തിയേറിയപ്പോൾ വഴിയിൽ കണ്ട ഒരു കടത്തിണ്ണയിൽ കയറി നിന്നെങ്കിലും കാറ്റിലും മഴയിലും അവൻ മുഴുവനും നനഞ്ഞതിനാൽ അധിക നേരം അവിടെ നിൽക്കാതെ മഴ വകവെക്കാതെ റോഡിലേക്കിറങ്ങി മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ആ സമയം റോഡിൽ മുട്ടറ്റം മഴവെള്ളമുണ്ടായിരുന്നു. റോഡിൻ്റെ ഇരുവശത്തും തട്ടുതട്ടായി കിടക്കുന്ന സ്ഥലത്തു നിന്നും വെള്ളം റോഡിലേക്ക് കുതിച്ചിറങ്ങുന്ന ശബ്ദവും മഴയുടെ ശബ്ദവും അന്തരീക്ഷത്തിന് വല്ലാത്ത ഒരു ക്രൂരഭാവം ഉണ്ടാക്കിയിരുന്നു. ഇരുട്ടിൽ റോഡിലെ മുട്ടറ്റം വെള്ളത്തിൽ കാലുകൾ വളരെ കഷ്ടപ്പെട്ട് വലിച്ചു വെച്ച് മുന്നോട്ട് നടക്കുകയാണ് രാമു. ഈ സമയം രാമുവിൻ്റെ പിറകിൽ അല്പം ദൂരെ വെള്ളത്തിനടിയിൽ കൂടി ഒരു വെളുത്ത സാരി പിന്തുടരുന്നത് അവൻ അറിഞ്ഞിരുന്നില്ല. അല്പദൂരം നടന്ന രാമു ഒരു കുറുക്കുവഴിയിലൂടെ പല്ലാപുരം റോഡിലെത്താൻ വലതുവശത്ത് കണ്ട റബ്ബർ തോട്ടത്തിലേക്ക് പൊട്ടിക്കിടക്കുന്ന മുള്ളുവേലിക്ക് ഇടയിലൂടെ മുകളിലേക്ക് കയറി. ആൾക്കാർ നടന്നുണ്ടായ വഴിയിലൂടെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞും ഇടയ്ക്ക് പടർന്നു തെളിയുന്ന മിന്നൽ വെളിച്ചത്തിൻ്റെ സഹായത്തോടെയും മുന്നോട്ട് നടന്നു. റബ്ബർ തോട്ടത്തിലൂടെ മഴവെള്ളം ശക്തിയായി കുതിച്ചു മറിഞ്ഞ് റോഡിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. രാമു തോട്ടത്തിലേക്ക് കയറി നടന്നു. കുറെ ദൂരം എത്തിയപ്പോൾ റോഡിലെ വെള്ളത്തിൽ കൂടി അവനെ പിന്തുടർന്ന വെളുത്ത സാരി ഒരു സർപ്പം ഇഴഞ്ഞു കയറുന്നത് പോലെ തോട്ടത്തിലേക്ക് കയറി. പെട്ടെന്ന് അതൊരു സ്ത്രീ രൂപമായി അവനെ പിന്തുടരാൻ തുടങ്ങി. രാമു തോട്ടത്തിൽ നിന്നും പല്ലാപുരം റോഡിലേക്ക് ഇറങ്ങി. അവിടെയും വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. പിറകെ സ്ത്രീരൂപവും. വെള്ളത്തിലേക്കിറങ്ങിയ സ്ത്രീരൂപം പഴയതുപോലെ വീണ്ടും സാരിയായി വെള്ളത്തിനടിയിൽ കൂടെ രാമുവിനെ പിന്തുടരാൻ തുടങ്ങി. ഒപ്പം അതിൻ്റെ വേഗതയും കൂടി തുടങ്ങി. മുന്നോട്ട് വെള്ളത്തിലൂടെ കഷ്ടപ്പെട്ട് നടക്കുകയായിരുന്ന രാമു അല്പം ദൂരെയായി റോഡിന് നടുക്ക് ഇരുട്ടിൽ ഒരു ജീപ്പ് കിടക്കുന്നത് അവ്യക്തമായി കണ്ടു. മുഖത്ത് ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം കൈകൾ കൊണ്ട് വടിച്ചു കളഞ്ഞ് വായിൽ നിറഞ്ഞ വെള്ളം തുപ്പിക്കളഞ്ഞ് കണ്ണ് ചിമ്മിക്കൊണ്ടവൻ സൂക്ഷിച്ചു നോക്കി. അത് ജീപ്പാണെന്ന് ഉറപ്പിക്കുമ്പോഴേക്കും ഒരു മിന്നൽ പുളഞ്ഞിറങ്ങി. ആ വെളിച്ചത്തിൽ അവൻ ജീപ്പ് ശരിക്ക് കണ്ടു. രാമു അല്പം ആശ്വാസത്തോടെ കാലുകൾ വളരെ ബുദ്ധിമുട്ടി വെള്ളത്തിൽ കൂടി വലിച്ചു വെച്ച് വേഗത്തിൽ ജീപ്പിനടുത്തേക്ക് നടന്നു. ജീപ്പിന്റെ തൊട്ടടുത്ത് എത്തിയ രാമു ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്ത് ചെന്ന് ടാർപ്പ മാറ്റി അകത്തേക്ക് നോക്കുമ്പോഴേക്കും അവന്റെ പിറകിൽ അല്പം ദൂരെയായി പൊടുന്നനെ അവനെ പിന്തുടർന്ന സാരി വെള്ളത്തിൽ നിന്നും വിടർന്ന് കുതിച്ചു പൊങ്ങി രാമുവിന്റെ നേരെ എത്തിയതും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ശേഖർ രാമുവിനെ തള്ളിത്തെറിപ്പിച്ചു. അതേ നിമിഷത്തിൽ സാരിയുടെ നേരെ തുടരെ വെടിയുതിർത്തു. ഓരോ ബുള്ളറ്റും സാരിയിൽ തട്ടി വശങ്ങളിലേക്ക് തെറിച്ചു പോകുന്നത് ശേഖർ അവ്യക്തമായി കണ്ടു. എന്നാൽ അവസാന ബുള്ളറ്റ് സാരിയുടെ നടുഭാഗം തുളച്ച് മറുപുറത്തേക്ക് പാഞ്ഞുപോയതും അന്തരീക്ഷത്തിൽ മഴയുടെ ശബ്ദത്തിൽ ഒരു വികൃത നിലവിളിയുടെ അലയൊലി ഉയർത്തിക്കൊണ്ട് ആ സാരി ഒരു ചോർപ്പ് പോലെ പിരിഞ്ഞ് വെടിയുണ്ട കണക്കെ അകലങ്ങളിലേക്ക് പാഞ്ഞുപോയതും റോഡിന്റെ വശത്ത് നിന്ന ഭീമാകാരനായ ഒരു അരയാൽ കടപുഴകി ഭയങ്കര ശബ്ദത്തോടെ ജീപ്പിന് മുകളിലേക്ക് വീണ് ജീപ്പ് പൂർണ്ണമായി തകർന്ന് ആലിന്റെ തടിക്കിടയിൽ കുടുങ്ങിപ്പോയി. അരയാൽ വീഴുന്നത് കണ്ട് ശേഖർ വെപ്രാളത്തോടെ വെള്ളത്തിലൂടെ തിരിഞ്ഞോടി. കുറച്ചു ദൂരം മാറിയെങ്കിലും അതിൻ്റെ ഒരു ശിഖരം വന്നിടിച്ച് അദ്ദേഹം ദൂരേക്ക് തെറിച്ചു വീണു. ആല് വീണ ശക്തിയിൽ വശങ്ങളിലേക്ക് വകഞ്ഞു മാറിയ വെള്ളം കൂടുതൽ ശക്തിയോടെ ശേഖറിനെ മുക്കിത്താഴ്ത്തി അല്പദൂരം തള്ളി ഒഴുക്കിക്കൊണ്ടുപോയി. ഈ സമയത്താണ് വെള്ളത്തിൽ വീണ രാമു എഴുന്നേൽക്കുന്നത്. അപ്പോഴേക്കും ആല് വീണപ്പോൾ വകഞ്ഞു മാറി വീണ്ടും ഒന്നിച്ച വെള്ളത്തിന്റെ ശക്തിയിൽ അവൻ മലക്കം മറിഞ്ഞ് വെള്ളത്തിലേക്ക് വീണ്ടും ഊളിയിട്ട് വീണു.
വെപ്രാളത്തോടെ അവൻ പിടഞ്ഞെണീറ്റ് ശ്വാസം ആഞ്ഞു വലിച്ചു. അവന്റെ മൂക്കിലും ചെവിയിലും എല്ലാം വെള്ളം കയറിയിരുന്നു. അപ്രതീക്ഷിതമായ ആ സംഭവത്തിൽ രാമുവിന് ചുറ്റും നടന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ജീപ്പിനടുത്തെത്തിയതും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആരോ തന്നെ തള്ളിത്തെറിപ്പിച്ചതും റോഡിലെ വെള്ളത്തിലേക്ക് വീണ് മുങ്ങിത്താഴുമ്പോൾ അവ്യക്തമായി വെടിയൊച്ചകൾ കേട്ടതും ഓർമ്മയുണ്ട്. വായിലും ചെവിയിലും മൂക്കിലും എല്ലാം വെള്ളം കയറിയ വെപ്രാളത്തിൽ പിടഞ്ഞ് ബാലൻസ് ചെയ്ത് ചാടി എണീൽക്കാൻ നോക്കിയ അവൻ വെള്ളത്തിന്റെ മുകളിലേക്ക് മുഖം ഉയർത്തിയതും എന്തോ ഒന്ന് ഭയങ്കര ശബ്ദത്തിൽ വീഴുന്നതും കേട്ടതും പെട്ടെന്ന് തള്ളി അലച്ചു വന്ന വെള്ളത്തിന്റെ ശക്തിയിൽ വീണ്ടും അടിതെറ്റി മലക്കം മറിഞ്ഞ് കുറെ ദൂരം വെള്ളത്തിലൂടെ ഊളിയിട്ടുപോയി. എഴുന്നേറ്റ് നിന്ന രാമുവിന്റെ ചെവിയിൽ വെള്ളം കയറി അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും തനിക്ക് ചുറ്റും ഓളം തള്ളുന്ന വെള്ളം വശങ്ങളിലെ കയ്യാലയിൽ പോയി ഇടിച്ചു തള്ളുന്ന ശബ്ദവും കേൾക്കാൻ കഴിയുമായിരുന്നു. അവൻ അല്പനേരം കുനിഞ്ഞ് കണ്ണുകൾ ഇറുക്കി അടച്ച് കിതച്ചു. പിന്നീട് വെള്ളം കയറിയ കണ്ണുകൾ വലിച്ചു തുറന്ന് ബുദ്ധിമുട്ടി ചുറ്റും നോക്കി. മിന്നലിന്റെ പടർന്ന വെളിച്ചത്തിൽ മറിഞ്ഞു കിടക്കുന്ന ആൽമരവും അതിനടിയിൽ തകർന്നു കിടക്കുന്ന ജീപ്പും കണ്ട് അന്ധാളിച്ച് ചുറ്റും ഇരുട്ടിൽ നോക്കി. അവൻ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് ഓരോ ചെവിയിലും ഒഴിച്ച് തല താഴേക്ക് പിടിച്ച് വെള്ളം കുടഞ്ഞ് കളയുമ്പോൾ അല്പം അകലെ വെള്ളത്തിൽ നിന്നും ആരോ പൊങ്ങി വരുന്ന ശബ്ദം കേട്ട് ഭയന്ന് ആ ഭാഗത്തേക്ക് നോക്കി. ആരോ ഇരുളിൽ ചുമയ്ക്കുന്നത് കേട്ടു. അവൻ ആ ഭാഗത്തേക്ക് നോക്കി ചോദിച്ചു, ആരാ അത്? വീണ്ടും പുളഞ്ഞിറങ്ങിയ മിന്നൽ വെളിച്ചത്തിൽ പോലീസ് യൂണിഫോമിൽ കുനിഞ്ഞ് കാൽമുട്ടിൽ കൈകൾ ഊന്നി നിന്ന് ചുമച്ച് കിതയ്ക്കുന്ന ആളിനെ രാമു കണ്ടു. അവൻ അമ്പരപ്പോടെ ആ ഭാഗത്തേക്ക് കാലുകൾ നീട്ടിവെച്ചു ചെന്നു. അടുത്തെത്തിയപ്പോഴാണ് അത് ശേഖറാണെന്ന് അവന് മനസ്സിലായത്. അവൻ വെപ്രാളത്തോടെ ചോദിച്ചു, സാർ, എന്തെങ്കിലും പറ്റിയോ? അവന്റെ ചോദ്യം കേട്ട് കുനിഞ്ഞു നിന്ന് കിതച്ചുകൊണ്ട് ഇല്ല എന്നർത്ഥത്തിൽ ശേഖർ തലയിളക്കി. പിന്നെ ബുദ്ധിമുട്ടി നിവർന്നു നിന്ന് രാമുവിനെ നോക്കി. അവന്റെ പിറകിൽ കോളറിൽ പറ്റിപ്പിടിച്ചിരുന്ന പ്ലാസ്റ്റിക് കവർ എടുത്തു കളഞ്ഞിട്ട് ജീപ്പിനടുത്തേക്ക് നടന്നു. ജീപ്പിനടുത്തെത്തി അതിന്റെ അവസ്ഥ നോക്കി നിൽക്കുമ്പോൾ പിറകിൽ വന്നു നിന്ന രാമു വീണ്ടും ശേഖറിനോട് ചോദിച്ചു, സാർ, എന്താ സംഭവിച്ചത്? എന്തിനാ എന്നെ തള്ളി മറിച്ചിട്ടത്? ഇവിടെ എവിടെയോ ഒരു പൊട്ടക്കിണറുണ്ടെന്നാ പറയുന്നത്. ഞാൻ ഒഴുകി അതിൽ പോയി വീണിരുന്നെങ്കിലോ? രാമുവിന്റെ നിഷ്കളങ്കമായ ആ ചോദ്യം കേട്ട് ശേഖർ അവനെ തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ തിരിഞ്ഞ് അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് മുന്നോട്ടൽപ്പം നടന്ന് പറഞ്ഞു, എന്റെ ജീപ്പ് ബ്രേക്ക് ഡൗൺ ആയി ഇവിടെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് നീ ദൂരെ നിന്നും വരുന്നത് ഞാൻ റിയർവ്യൂ മിററിലൂടെ കണ്ടത്. പക്ഷേ നിന്റെ പിറകിൽ എന്തോ ഒരു പന്തികേട് മിന്നലിന്റെ വെട്ടത്തിൽ കാണാൻ കഴിഞ്ഞു. നീ എന്തായാലും ജീപ്പിന്റെ അടുത്തേക്കാണ് വരുന്നത്. ഞാൻ അനങ്ങാതെ ഇരുന്നു. പക്ഷേ നീ അടുത്തെത്തിയതും നിന്റെ പിറകിൽ വെള്ളത്തിൽ നിന്നും വെളുത്ത തുണി പോലെ എന്തോ വിടർന്ന് നിന്നിലേക്ക് പതിക്കാൻ വന്നപ്പോഴാണ് നിന്നെ ഞാൻ തള്ളിമറിച്ചിട്ടത്. നടന്ന സംഭവം ശേഖറിന്റെ വായിൽ നിന്നും കേട്ട രാമു പരിസരം മറന്ന് ഭയന്ന് ശേഖറിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു, എന്നിട്ട്? രാമുവിന്റെ ഭാവം കണ്ട് ശേഖർ അതൊരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ടെന്താ? അത് ഞാൻ നിന്നെ തള്ളി മറിച്ചിട്ടപ്പോൾ അത് വെള്ളത്തിലേക്ക് വീണ് ഒഴുകിപ്പോയി. ശേഖർ തകർന്നു കിടക്കുന്ന ജീപ്പിലേക്ക് നോക്കി. അപ്പോൾ രാമു വീണ്ടും ചോദിച്ചു, പക്ഷേ ഞാൻ വെടിയൊച്ച കേട്ടല്ലോ സാർ. അത് കേട്ട് ശേഖർ തിരിഞ്ഞ് രാമുവിനെ അല്പനിമിഷം നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു, അതോ, അത് പിന്നെ ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്ന് തോന്നിയാൽ ഞങ്ങൾ പോലീസുകാർ അപ്പോൾ തന്നെ തോക്കെടുത്ത് വെടി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ശേഖർ അരയിലെ റിവോൾവർ കവറിൽ കൈകൾ കൊണ്ട് പരതി. എന്തു പറ്റി സാർ? രാമു സംശയത്തോടെ ശേഖറിനെ നോക്കി. ശേഖർ റിവോൾവർ കവറിൽ നിന്നും കൈയെടുത്ത് ചുറ്റും നോക്കി. മുഖത്തു നിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളം കൈകൊണ്ട് വടിച്ചു കളഞ്ഞു പറഞ്ഞു, അത് മരത്തിന്റെ ചില്ല അടിച്ച് തെറിച്ചു വീണപ്പോ റിവോൾവർ എവിടോ പോയി. ശേഖർ ലക്ഷ്യമില്ലാതെ റോഡിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളത്തിൽ നോക്കി. അയ്യോ, നമുക്ക് നോക്കിയാലോ സാർ? രാമുവിന്റെ വേവലാതി കണ്ട് ശേഖർ ചോദിച്ചു. ഈ കലങ്ങി മറിഞ്ഞ് ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ ഇരുട്ടിൽ എവിടെ തിരക്കാനാ? അദ്ദേഹം തകർന്ന ജീപ്പിലേക്ക് നോക്കി ആത്മകഥം പറഞ്ഞു. മെസ്സേജ് കൊടുക്കാൻ വയർലെസ്സും ഇല്ല. അവരിലെ നിസ്സഹായതയുടെ നീണ്ട നിശബ്ദത തളം കെട്ടിയ ആ അന്തരീക്ഷത്തിൽ ഇരച്ചു പെയ്യുന്ന മഴയുടെ ശബ്ദവും റോഡിലെ വെള്ളം ഓളം തള്ളിപ്പോകുന്ന ശബ്ദവും മാത്രമായി. അല്പനേരം ചിന്തിച്ചു നിന്ന ശേഖർ തകർന്ന ജീപ്പിനടുത്തെത്തി. ടാർപ്പ തുളഞ്ഞ് വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഇരുമ്പ് പൈപ്പ്
വളരെ കഷ്ടപ്പെട്ട് പിരിച്ചൊടിച്ചെടുത്ത് രാമുവിൻ്റെ അടുത്തെത്തി. മഴ തോരുന്ന ലക്ഷണമില്ല, ഇവിടെ നിന്നാൽ പറ്റില്ല. വയർലെസ്, മൊബൈൽ എല്ലാം പോയി. വാ പോകാം. താൽക്കാലിക പ്രതിരോധത്തിന് ഇത് മതി. കയ്യിലെ ഇരുമ്പ് പൈപ്പിൽ പിടിമുറുക്കി ശേഖർ വെള്ളത്തിലൂടെ പ്രയാസപ്പെട്ട് മുന്നോട്ട് കാലുകൾ വലിച്ചു വെച്ച് നടന്നു. പിറകെ ഭയചകിതനായി രാമുവും. റോഡിലൂടെ വെള്ളം ശക്തിയായി ഒഴുകുകയാണ്. ചപ്പുചവറുകളുടെ കൂമ്പാരം ഒഴുകി കറങ്ങിപ്പോകുന്നത് അവ്യക്തമായി കാണാം. പഴന്തുണികളും മറ്റും ചിലത് അവരുടെ കാലുകളിൽ ഉടക്കി കറങ്ങി തിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നാശം പിടിച്ച മഴ, ഇങ്ങനാണെങ്കിൽ വെള്ളം പൊങ്ങുമല്ലോ സാറേ. രാമു പറയുന്നത് കേട്ട് ശേഖർ മിണ്ടാതെ ഊറിച്ചിരിച്ചു. അല്പം മുന്നോട്ട് നടന്ന ശേഖർ പെട്ടെന്ന് നിന്ന് പിറകെ വന്ന രാമുവിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി ചോദിച്ചു, രാമു, ഇതേതാ ഈ സ്ഥലം? രാമു സംശയത്തോടെ പറഞ്ഞു, സാർ, ഇത് വേണിച്ചിറയാണ്. പല്ലാപുരത്ത് നിന്ന് കഷ്ടിച്ച് 1/2 കിലോമീറ്റർ ദൂരം. എന്താ സാർ? ശേഖർ അത് കേട്ട് പതുക്കെ തലതിരിച്ച് ഇടതുവശത്തേക്ക് നോക്കി. അവിടെ കയ്യാലയോട് ചേർന്ന് ഭൂതം ചിറക് വിരിച്ചു നിൽക്കും പോലെ ഒരു വലിയ പ്ലാവ് നിൽക്കുന്നത് അവ്യക്തമായി കണ്ടു. ഹാ, എന്താ സാർ, ഒരു വൃത്തികെട്ട വാടാ. മൂക്കിൽ വിരൽ ചേർത്ത് അമർത്തി പറഞ്ഞ രാമുവിൻ്റെ കയ്യിലെ പിടിവെട്ട് ശേഖർ പെട്ടെന്ന് തലതിരിച്ച് അവനോട് ചുണ്ടത്ത് വിരൽ ചേർത്ത് മിണ്ടരുത് എന്ന് ആംഗ്യം കാണിച്ചു. എന്നിട്ട് ആ പ്ലാവിലേക്ക് സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് പുളഞ്ഞിറങ്ങി പടർന്ന മിന്നൽ വെട്ടത്തിൽ അവിടെ അവിശ്വസനീയമായ ഒരു കാഴ്ച വ്യക്തമായി അദ്ദേഹം കണ്ടു. ആ പ്ലാവിൻ്റെ ഇടതുവശത്തുള്ള ശിഖരത്തിൽ ഒരു ശവം തൂങ്ങിയാടുന്നു. ശരീരത്തിൽ നിന്നും മാംസങ്ങൾ മുക്കാലും ഇറുന്നു തൂങ്ങിയ അവസ്ഥയിലായിരുന്നു. ഒരു വെളുത്ത സാരിയിൽ കഴുത്തിൽ കുടുക്കിട്ട് തൂങ്ങിയാടുന്ന ആ ജഡം നഗ്നമായിരുന്നു. സാരിയുടെ ഒരു തുമ്പ് മഴവെള്ളത്തിൽ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് വയറുഭാഗം മറച്ച് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. പുക്കിളിന്റെ ഭാഗത്ത് സാരിയിൽ വെടിയുണ്ട കൊണ്ടതുപോലെ ഒരു തുളയും അദ്ദേഹം വ്യക്തമായി കണ്ടു. മഴയിൽ കുതിർന്നിരുന്നു ആ ജീർണിത ജഡം. മുകളിൽ കൂടി പെയ്തിറങ്ങുന്ന മഴവെള്ളം തലയോട്ടിയിൽ കൂടി ഉള്ളിലേക്കിറങ്ങി കണ്ണിലൂടെയും മൂക്കിലൂടെയും വായിലൂടെയും ശരീരത്തെ പൊട്ടിയ വിടവിലൂടെയും പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. കാറ്റടിച്ചപ്പോൾ ഒരു വശത്തേക്ക് ആടിത്തിരിഞ്ഞ ജഡത്തിന് ഇടത്തെ കൈ ഉണ്ടായിരുന്നില്ല എന്നത് ശേഖർ ശ്രദ്ധിച്ചു. ഏത് നിമിഷവും ജഡം നിലം പൊത്തും എന്ന അവസ്ഥയിലായിരുന്നു. രാമു, ആ പ്ലാവ് കണ്ടോ? ശേഖർ രാമുവിനെ കൈകൊണ്ട് വിളിച്ച് തല തിരിക്കാതെ ചോദിച്ചു. രാമു ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കാണാമല്ലോ സാർ. അതിൽ എന്താണ് കിടക്കുന്നതെന്ന് നോക്കിക്കേ. രാമു കണ്ണിറുക്കി ചിമ്മി തുറന്ന് അവിടേക്ക് ഉറ്റുനോക്കി പറഞ്ഞു, ഇരുട്ടാണ് സാർ. എന്നാലും അവിടെ അതിൽ ഒരു ചക്ക പോലും ഇല്ലല്ലോ സാർ. വീണ്ടും മിന്നൽ പ്രകാശം പരത്തി മറഞ്ഞപ്പോൾ രാമു പറഞ്ഞു, ശരിയാണ് സാർ, ആ പ്ലാവിലൊന്നുമില്ല. അത് കേട്ടുകൊണ്ട് ശേഖർ മന്ത്രിച്ചു, അപ്പോൾ അതാണ് കാര്യം. അദ്ദേഹം ഒരു നെടുവീർപ്പോടെ ഒന്ന് മന്ദഹസിച്ച ശേഷം രാമുവിനോട് പറഞ്ഞു, വാ നടക്കാം. വേണിച്ചിറ. ശേഖർ ഒന്നിരുത്തി മൂളിയിട്ട് മുന്നോട്ട് നടന്നു. പിറകെ ഒന്നും മനസ്സിലാകാതെ പ്ലാവിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് രാമുവും നടന്നു. അല്പം കഴിഞ്ഞ് രാമു എന്തോ പറയാനായി വാ തുറന്നതും വായിൽ കയറിയ മഴവെള്ളം തൊണ്ടയിൽ കുടുങ്ങി ചുമയ്ക്കാൻ തുടങ്ങി. അവൻ എത്ര ശ്രമിച്ചിട്ടും ചുമ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. രാമു ശ്വാസം കിട്ടാതെ കണ്ണുവെളിയിലേക്ക് തള്ളിച്ച് കുനിഞ്ഞു നിന്ന് ഞരങ്ങി വലിച്ചു. പെട്ടെന്ന് ശേഖർ അവന്റെ പുറത്ത് തലോടിക്കൊണ്ട് കണ്ണുകളടച്ച് എന്തോ ജപിച്ചു.
പെട്ടെന്ന് പിടിച്ചു നിർത്തിയതുപോലെ ചുമ നിന്നു. രാമു ശ്വാസം വലിച്ചുവിട്ടു. ആശ്വാസത്തോടെ നിന്ന് കിതച്ചു. പിറകെ തന്നെ ഉണ്ട്. ശേഖർ പിറുപിറുക്കുന്നത് കേട്ടുകൊണ്ട് രാമു വിക്കി വിക്കി ചോദിച്ചു, എന്താ സാറേ, എന്താ പറഞ്ഞത്? ശേഖർ രാമുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് തോളിൽ തട്ടി പറഞ്ഞു, ഹേയ് ഒന്നുമില്ല, വാ നടക്ക്. നേരം വല്ലാതെ ഇരുളുന്നു, മഴയും കൂടുന്നു. രാമുവിന്റെ കൈക്ക് പിടിച്ച് ശേഖർ നടന്നു. രാമുവും ശേഖറും നടന്ന് നന്നായി ക്ഷീണിച്ചിരുന്നു. മദ്യപിച്ചവരെ പോലെ പരസ്പരം വീഴാതെ പിടിച്ച് വേച്ചായിരുന്നു നടന്നിരുന്നത്. അല്പദൂരെ ചായക്കട പോലെ കണ്ട അവർ അവിടെത്തി അടഞ്ഞ കതകിൽ മുട്ടി. ഏറെ നേരം മുട്ടിയപ്പോൾ ഒരു വൃദ്ധൻ വായിൽ അസഭ്യവർഷവുമായി വന്ന് കതകു തുറന്നു ചോദിച്ചു, ആരാ, എന്താ, ഈ പാതിരാത്രിയിൽ എവിടുന്ന് കെട്ടിയെടുത്ത് വരുവാ? ശേഖർ കടയുടെ തൂണിൽ പിടിച്ചു നിന്നുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, കെട്ടിയെടുത്തതല്ല കാർന്നോരെ, കെട്ടിത്തൂങ്ങി കിടക്കുന്നതാ കണ്ടത്. എൻ്റെ യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ല? എങ്കിൽ പറയാം, ഞാൻ ഇവിടുത്തെ CI ആണ്. കാർന്നൂർ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി വന്നാട്ടെ. 2 കിലോമീറ്ററോളം മഴയത്ത് നടന്നു വരുവാ. 2 ചൂട് ചായ ഇട്ട് തന്നാട്ടെ, ഒന്ന് ചൂടാകട്ടെ, അല്ലേ രാമു? രാമു ഒന്നും മനസ്സിലാകാതെ ശേഖറിനെ നോക്കി വിളറിച്ചിരിച്ചു. പെട്ടെന്ന് ആളിനെ മനസ്സിലായ വൃദ്ധൻ അല്പം വിരണ്ട് സംശയത്തോടെ പറഞ്ഞു, അയ്യോ ഏമാനെ, ഇരുട്ട താളിനെ മനസ്സിലായില്ല, ക്ഷമിക്കണം. അകത്തോട്ട് കയറി വന്നാട്ടെ. ചായക്ക് പാലില്ല, കട്ടനിടട്ടെ. വൃദ്ധന്റെ പരുങ്ങൽ കണ്ട് ശേഖർ ചിരിച്ചുകൊണ്ട് അകത്തോട്ട് കയറി പറഞ്ഞു, എന്നാ കൂടുതൽ നന്നാകും. കൂടെ രാമുവും കയറി. രണ്ടുപേരും വൃദ്ധൻ തീപ്പെട്ടി ഉരച്ച് കാണിച്ച വെളിച്ചത്തിൽ അടുത്ത് കണ്ട ബെഞ്ചിലിരുന്നു. ഈ സമയം രാമു 2-3 തവണ തുമ്മുന്നത് കണ്ടുകൊണ്ട് ശേഖർ ചോദിച്ചു, എന്നാടാ, പനി പിടിച്ചോ? ഇതെന്നാ കാർന്നോരെ, ഇവിടെ വെട്ടമൊന്നും ഇല്ലേ? വല്ല തോർത്തോ ഉണങ്ങിയ തുണിയോ ഉണ്ടെങ്കിൽ ഒന്ന് തന്നേ, ഇവൻ തലയൊന്ന് തുടയ്ക്കട്ടെ. വൃദ്ധൻ അകത്തു നിന്നും വിളിച്ചു പറഞ്ഞു, കറണ്ട് പോയതായേമാനെ, ഞാൻ പെട്രോമാക്സ് കത്തിക്കുക, ഇപ്പോ കൊണ്ടുവരാം. അത് പറഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ അകത്തു നിന്നും പെട്രോമാക്സ് കത്തിച്ച വെളിച്ചം പരന്നു. അതിന്റെ ടാങ്കിൽ എയർ അടിച്ചു കയറ്റുന്ന ശബ്ദം കേട്ടു. അകത്തു നിന്നും അവിടേക്ക് അല്പമായി വന്ന വെളിച്ചത്തിൽ കടയ്ക്കുള്ളിൽ തെളിഞ്ഞ പല നിഴലുകളിലേക്ക് ശേഖർ കാലുകുലുക്കി വെറുതെ നോക്കിയിരുന്നു. വൃദ്ധൻ പെട്രോമാക്സുമായി അവിടേക്ക് വന്ന് അത് അവിടെ അലമാരയുടെ മുകളിൽ വെച്ച് ഒരു തോർത്ത് രാമുവിന് നൽകിക്കൊണ്ട് അടുപ്പിന്റെ അടുത്തേക്ക് പോയി. രാമു തോർത്ത് ശേഖറിന് നേരെ നീട്ടി. വേണ്ടാടാ, നീയല്ലേ ഫയറിങ് ആദ്യം തുടങ്ങിയത്, നീ തല തുടയ്ക്ക്, തലയിൽ കൂടുതൽ വെള്ളം താണു വഷളാക്കണ്ട. ശേഖർ നിരസിച്ചപ്പോൾ രാമു തല തുടയ്ക്കാൻ തുടങ്ങി. ശേഖറിന് ചെറുതായി തണുക്കുന്നുണ്ടായിരുന്നു. കാർന്നോരെ, സിഗരറ്റ് വല്ലതും ഉണ്ടോ? ഒരെണ്ണം എടുക്കാൻ. തണുപ്പടിക്കാൻ തുടങ്ങി. അയ്യോ ഏമാനെ, സിഗരറ്റ് ഇല്ല, ബീഡിയുണ്ട്, ഞാനത്. അയാൾ പരുങ്ങുന്നത് കണ്ട് ശേഖർ കൈനീട്ടി പറഞ്ഞു, ബീഡിയെങ്കിൽ ബീഡി 2 എണ്ണം താ. അത് കേട്ടതും വൃദ്ധൻ പെട്ടെന്ന് മേശയുടെ ഡ്രോയർ തുറന്ന് ബീഡി കവറും തീപ്പെട്ടിയും എടുത്ത് ഭവ്യതയോടെ ശേഖറിന് നീട്ടി. ശേഖർ അത് വാങ്ങി കഴിഞ്ഞ് തിരിച്ച് അടുപ്പിന്റെ അടുത്ത് ചെന്ന് അടുപ്പിൽ തീ കത്തിക്കാൻ പണിപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അടുപ്പെല്ലാം തണുത്തുപോയി. ഓ, എന്തൊരു മഴയായത്. ശേഖർ ബീഡി ചുണ്ടിൽ വെച്ച് കത്തിച്ച് പുക വലിച്ചു വിട്ടു. ഏമാനെ, മാറിയെടുക്കാൻ 2 പേർക്കും ലുങ്കി തരട്ടെ. അപ്പടി നനഞ്ഞ അതെല്ലാം ഒന്ന് പിഴിഞ്ഞിട്ടാൽ കുറച്ച് വെള്ളം മാറിക്കിട്ടും. വൃദ്ധന്റെ ആ ചോദ്യം കേട്ടപ്പോൾ ശേഖർ അയാളെ നോക്കി സ്നേഹത്തോടെ ഒന്ന് ചിരിച്ചിട്ട് സമ്മതത്തോടെ തലയാട്ടി. അപ്പോഴേക്കും അടുപ്പിലെ തീ കത്തിച്ച് കാപ്പിക്കുള്ള വെള്ളവും വെച്ചിട്ട് അയാൾ തിടുക്കത്തിലുള്ളിലേക്ക് പോയി 2 ലുങ്കി എടുത്ത് തിരിച്ചു വന്ന് അവരുടെ നേരെ നീട്ടി. വൃദ്ധൻ കൊടുത്ത ലുങ്കി ഉടുത്ത് 2 പേരും ഡ്രസ് ഊരി പിഴിഞ്ഞ് കടയുടെ മേശയിൽ വിരിച്ചിട്ടപ്പോഴേക്കും അയാൾ ചൂട് കാപ്പിയും 2 പരിപ്പുവടയും 1 പടല പഴവും കൊണ്ടുവന്നു അവരുടെ മുന്നിലെ മേശപ്പുറത്ത് വെച്ചു. തണുത്തു വിറച്ച അവർ ചൂട് കാപ്പി ആശ്വാസത്തോടെ ഊതി കുടിച്ചു. പരിപ്പുവടയും പഴവും കഴിച്ചു. കാർന്നോരെ, എത്രയായി? പണം നാളെ ഞാനിവിടെ എത്തിക്കാം. ഈ രാത്രിയിൽ നിങ്ങളെ ശല്യപ്പെടുത്തിയതിൽ ക്ഷമിക്കണം. ഞങ്ങൾ ഒരു വലിയ അപകടം കഴിഞ്ഞു വരികയാണ്. ശേഖർ എഴുന്നേറ്റ് യൂണിഫോം കുടഞ്ഞിട്ടുകൊണ്ട് പറഞ്ഞു. ആ മെല്ലിച്ച മനുഷ്യൻ ഒരു കാലിൽ കാൽ കയറ്റി വെച്ച് തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ കൈ പിണഞ്ഞു വെച്ചിരുന്നു കൊണ്ട് പറഞ്ഞു,
അയ്യോ മതിയേമാനെ, ഇനി തന്നില്ലേലും ഒന്നുമില്ല. അതൊക്കെ പോട്ടെ, എന്തായിരുന്നു അപകടം? കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ശേഖർ മേശപ്പുറത്ത് ഉടുത്ത ലുങ്കി മടക്കി വെച്ചു പറഞ്ഞു, ഈശ്വരകൃപയാൽ ഒന്നും പറ്റിയില്ല. അപ്പോഴേക്കും രാമുവും ഡ്രസ്സ് മാറി ലുങ്കി മടക്കി മേശപ്പുറത്ത് വെച്ചു. വേണിച്ചിറയെപ്പറ്റി ശേഖർ അയാളോട് ചോദിക്കാൻ തുടങ്ങിയതും കടയുടെ മുറ്റത്ത് എന്തോ ഭയങ്കര ശബ്ദത്തോടെ ചിറകടിച്ച് പറന്നു വന്നിരുന്നത് കേട്ട് മൂവരും ആ ഭാഗത്തേക്ക് നോക്കി. ശേഖർ പതുക്കെ കഴുത്തിലെ ഏലസഴിച്ച് കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് പൈപ്പിൽ കെട്ടി വാതിൽ പതുക്കെ തുറന്നതും മുറ്റത്ത് വന്നിരുന്നത് ചിറകടിച്ച് പറന്നു പോകുന്ന ശബ്ദവും കേട്ടു. ചാരനാണ്, നമ്മളെ നിരീക്ഷിക്കാൻ വിട്ടതാണ്. അതും പറഞ്ഞ് പിറകിൽ നിന്ന വൃദ്ധനെയും രാമുവിനെയും തിരിഞ്ഞു നോക്കിയ ശേഖർ അന്ധാളിപ്പോടെ ശബ്ദം വെളിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടി നിന്നു. ശേഖറിന്റെ ഭാവം കണ്ട് സംശയത്തോടെ ശേഖറിനെ നോക്കി നിന്ന രാമുവിനോട് ശേഖർ വളരെ പതുക്കെ പറഞ്ഞു, രാമു, എന്റെ കണ്ണിലേക്ക് നോക്ക്, എന്റെ കണ്ണിലേക്ക് മാത്രം സംസാരിക്കരുത്. അത് കേട്ട രാമു പതർന്നു എന്ന് മനസ്സിലായ ശേഖർ മിന്നൽ വേഗത്തിൽ രാമുവിന്റെ കോളറിൽ പിടിച്ച് വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. അപ്രതീക്ഷിതമായി രാമു വന്ന് ശേഖറിനെ ഇടിച്ചതും ശേഖർ പിറകിലേക്ക് മലർന്നു വീണു. പിറകെ അടിതെറ്റി രാമുവും ശേഖറിന്റെ മുകളിലേക്ക് വീണു. പിടഞ്ഞ് ഉരുണ്ടുമാറി താൻ നിന്ന സ്ഥലത്തേക്ക് നോക്കിയ രാമു അലറി വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ശേഖർ അവന്റെ വാ പൊത്തി ആ ഭാഗത്തേക്ക് നോക്കി. പിറകിൽ നിന്ന വൃദ്ധനെയും രാമുവിനെയും തിരിഞ്ഞ് നോക്കിയ ശേഖർ തന്റെ പിറകിൽ രാമു ഒരു പൊട്ടക്കിണറിന്റെ ഇടിഞ്ഞുപോയ കെട്ടിടത്തിന്റെ ബാക്കിയുള്ള ഭാഗത്തിനടുത്തായി കാൽപാദം പകുതിയും തിട്ടയിൽ നിന്നും കിണറ്റിലേക്ക് തള്ളി നിൽക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ഒരു ചെറിയ കാറ്റടിച്ചാൽ അവൻ കിണറിന്റെ അഗാധതയിലേക്ക് വീഴുമായിരുന്നു. എന്നാൽ ശേഖർ കോളറിൽ പിടിച്ചു വലിച്ചതുകൊണ്ട് അവൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഒപ്പം ആ ഭാഗത്തെങ്ങും അവർ തൊട്ടുമുന്നേ ഇരുന്ന് കാപ്പി കുടിച്ച കടയുടെ പൊടി പോലും കാണാനുമില്ലായിരുന്നു. ആ സമയം ശേഖറിനൊപ്പം ചായ കുടിക്കാൻ കയറിയ കടയുടെ ഭാഗത്ത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കിണർ കണ്ട രാമുവിന് തല കറങ്ങി ബോധം മറയുന്നത് പോലെ തോന്നി. അവൻ ഇരുന്നത് ഏതു നിമിഷവും നിലം പൊത്തുന്ന രീതിയിൽ തകർന്ന കിണറിന്റെ മതിലിലായിരുന്നു. പെട്ടെന്നൊരു ഭയാനക ശബ്ദത്തോടെ കിണറിന്റെ മതിലും തിട്ടയും ഇടിഞ്ഞ് കിണറ്റിലേക്ക് വീണു. ശക്തിയായ മഴയിൽ വളരെ അവ്യക്തമായി കിണറിന്റെ ഉള്ളിൽ പതിക്കുന്ന ശബ്ദം കേട്ടതോടെ ആ കിണറിന്റെ ആഴം എത്ര ഭീകരമാണെന്ന് ശേഖറിന് മനസ്സിലായി. ശേഖർ തിരിഞ്ഞ് രാമുവിനെ നോക്കി. പേടിച്ചു വിളറി അവൻ ശബ്ദമില്ലാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അവന്റെ തോളിൽ തട്ടി ഉണർത്തി. ബോധം വന്ന അവൻ അലറിക്കരയും പോലെ ചോദിച്ചു, സാർ, ഇതെന്തൊക്കെയാണ് സാർ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ കാലൊരൽപ്പം തെറ്റിയിരുന്നെങ്കിൽ. അയ്യോ, ഓർത്തിട്ട് പേടിയാകുന്നു. എന്തൊക്കെയാ സാർ ഇത്? അവന്റെ ഭ്രാന്ത് പിടിച്ച പോലെയുള്ള ഭാവം കണ്ട് ശേഖർ എഴുന്നേറ്റ് അവന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു പറഞ്ഞു, നീ കൺകെട്ട് എന്ന് കേട്ടിട്ടില്ലേ മജീഷ്യന്മാർ കാണിക്കുന്നത്? അത് പറഞ്ഞ ശേഷം അദ്ദേഹം പേടികൊണ്ടും തണുപ്പുകൊണ്ടും കിടുകിട വിറയ്ക്കുന്ന രാമുവിന്റെ മുഖത്ത് നിന്നും കണ്ണെടുത്ത് ഇരുട്ടിൽ ചുറ്റുമൊന്ന് വീക്ഷിച്ചു. അവ്യക്തമായ ആ ചുറ്റുപാട് കണ്ട ശേഖർ അതൊരു സെമിത്തേരിയാണെന്ന് മനസ്സിലാക്കി. ഇനി രാമു അതും കൂടി മനസ്സിലാക്കിയാൽ അവൻ ബോധം കെട്ടു വീഴും എന്നുറപ്പായപ്പോൾ ഇരുമ്പ് പൈപ്പിൽ കെട്ടിയ ഏല സഴിച്ചെടുത്ത് ആ ചരടിൽ നിന്നും ഒരു നൂലടർത്തി രാമുവിന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. പെട്ടെന്ന് രാമുവിന്റെ കൈവെള്ളയിൽ ഇരുന്ന് ആ നൂൽ ചുട്ടുപഴുത്ത കമ്പി കണക്കെ വളഞ്ഞു പുളഞ്ഞു. കൈ പൊള്ളിയതുപോലെ പെട്ടെന്ന് രാമു അത് കുടഞ്ഞു കളഞ്ഞു. ശേഖർ അവന്റെ കണ്ണുകളിലേക്ക് രൂക്ഷമായി നോക്കി. ആ നോട്ടം കൃഷ്ണമണിയും കടന്ന് ഉള്ളിലേക്ക് പോകുന്നത് പോലെ തോന്നിയപ്പോൾ ഒരു റെയിൽവേ ട്രാക്കും ഭീകരമായി കുതിക്കുന്ന ട്രെയിനും കാണുന്നതൊപ്പം ഒരു കുഞ്ഞിന്റെ കരച്ചിലും കേട്ട പോലെ തോന്നിയ ശേഖർ പെട്ടെന്ന് രാമുവിന്റെ കണ്ണിൽ നിന്നും ദൃഷ്ടി പിൻവലിച്ചു. രാമുവിൽ എന്തൊക്കെയോ ദുരൂഹതകളുള്ളതായി അദ്ദേഹത്തിന് തോന്നി. ഇത് സൂക്ഷിച്ച് പോക്കറ്റിലിട്, വീട്ടിൽ ചെന്നിട്ട് ശുദ്ധമായ ഒരു തുണിയിൽ പൊതിഞ്ഞ് കയ്യിൽ കെട്ട്. ശേഖർ ഏലസ് കെട്ടിയ ചരടിൽ നിന്നും ഒരു നൂല് കൂടി അടർത്തിയെടുത്ത് അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു പറഞ്ഞു. രാമുവിന്റെ കയ്യിൽ നൂല് വെച്ചപ്പോൾ പഴയ അനുഭവം ഉണ്ടായില്ല എന്നതും ശേഖർ ശ്രദ്ധിച്ചു. രാമുവിനെ കുറിച്ച് അല്പം കാര്യമായി അന്വേഷിക്കാൻ തീരുമാനിച്ച ശേഖർ രാമുവിനെ വിളിച്ച് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് സെമിത്തേരിയുടെ പടിയിറങ്ങി റോഡിലെത്തി. ആകെ പേടിച്ചു വിറച്ച രാമു ചുറ്റുപാടും നോക്കാൻ ഭയപ്പെട്ടതുകൊണ്ടും ശേഖറിന്റെ പിറകെ ശ്രദ്ധിച്ച് നടന്നതുകൊണ്ടും സെമിത്തേരി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മഴ തീർത്തും തോർന്നിരുന്നു. ലക്ഷ്യമില്ലാതെ റോഡിലൂടെ ഇരുട്ടിൽ അവർ മുന്നോട്ട് നടന്നു. അല്പദൂരം മുന്നോട്ട് നടന്നപ്പോൾ ആ റോഡ് അവസാനിക്കുന്ന ഭാഗത്തായി വഴിവിളക്കിന്റെ പ്രകാശം കണ്ട അവർ നന്നേ തളർന്നെങ്കിലും വേഗത്തിൽ നടന്നു. ആ റോഡ് തീരുന്നത് പല്ലാപുരം ക്ഷേത്രത്തിന്റെ പിറകിൽ ക്ഷേത്രമതിൽ ചേർന്ന് ചുറ്റിപ്പോകുന്ന നടവഴിയിലായിരുന്നു.
ചുറ്റുപാടും കിളികളുടെ ശബ്ദമുയരാൻ തുടങ്ങിയപ്പോഴാണ് നേരം വെളുക്കാൻ തുടങ്ങിയെന്നവർക്ക് മനസ്സിലായതും ആശ്വാസമായതും. ക്ഷേത്രത്തിൽ നിന്നും ഹരിനാമകീർത്തനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ രണ്ടുപേരുടെയും മനസ്സിൽ ഒരു അയവുണ്ടായി. ഒരാഴ്ച കഴിഞ്ഞിട്ടും തങ്ങൾക്കുണ്ടായ അനുഭവം കഴിഞ്ഞ് ആ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നത് ശേഖർ ശ്രദ്ധിച്ചിരുന്നു. ഗോപുവിന്റെ അപകട അന്വേഷണം എവിടോ ഉടക്കി നിൽക്കുന്നത് പോലെ ശേഖറിന് തോന്നിയെങ്കിലും അതിന് കാരണം രാമു ആണെന്നുള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. എന്തായാലും രാമുവിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ച ശേഖർ ഗോപുവിന്റെ അച്ഛന്റെ കടയിലേക്ക് പുറപ്പെട്ടു. രാമു അനാഥനായതുകൊണ്ടും അവന്റെ വളർത്തച്ഛൻ ഇല്ലാത്തതുകൊണ്ടും അവനെപ്പറ്റി കൂടുതൽ അറിയാൻ കഴിയുന്നത് ഗോപുവിന്റെ അച്ഛൻ മാത്രമായിരുന്നു. പിള്ള കടയിൽ തിരക്കാകും എന്നറിയാവുന്നതുകൊണ്ട് ശേഖർ ഉച്ച സമയത്തോടെയാണ് കടയിലേക്ക് പോയത്. ശേഖർ ചെല്ലുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കടയിൽ തിരക്കുണ്ടായിരുന്നില്ല. ശേഖർ ജീപ്പിൽ നിന്നും ഇറങ്ങി കടയിലേക്ക് വരുന്നത് കണ്ട പിള്ള സഹായിയായ പയ്യനോട് അവിടെ ഉണ്ടായിരുന്ന കസേര ഒന്ന് തുടച്ചിടാൻ പറഞ്ഞു. അവൻ കസേരയിലെ പൊടി തുടച്ചപ്പോഴേക്കും ശേഖർ അവരുടെ അടുത്തെത്തി. "സർ വരൂ, ഇരുന്നാട്ടെ." പിള്ള മുന്നിലെ കസേര കാണിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം കസേരയിൽ ഒന്ന് ഇളകിയിരുന്ന് പയ്യനോടായി പറഞ്ഞു, "ഡാ, 2 സോഡാ നാരങ്ങ വെള്ളം കൊണ്ടുവാ, ഉപ്പും പഞ്ചസാരയും ഇട്ടോളാൻ പറ. നീ ഒന്ന് കുടിച്ചോ. സാറിന് ഉപ്പും പഞ്ചസാരയും കുഴപ്പമില്ലല്ലോ അല്ലേ?" ശേഖർ കസേരയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, "ഹേയ്, ഇതുവരെ കുഴപ്പമില്ല." പയ്യൻ അവിടെ നിന്ന് പോയപ്പോൾ പിള്ള ചോദിച്ചു, "സാർ വന്നത്?" ശേഖർ തലയിൽ നിന്നും തൊപ്പിയൂരി മേശപ്പുറത്ത് വെച്ച് പറഞ്ഞു തുടങ്ങി, "എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. പിള്ളച്ചേട്ടൻ പൂർണ്ണമായി എന്നോട് സഹകരിക്കണം. നിസ്സാരമായ കാര്യങ്ങൾ പോലും തള്ളിക്കളയരുത്. കാരണം നിങ്ങൾക്കും കുടുംബത്തിനും ഈ നാടിനും പ്രത്യേകിച്ച് ഗോപുവിനും കൂടിയാണ്." പിള്ള ആകാംക്ഷയോടെ ഒന്നിളകിയിരുന്നു. ശേഖർ മുഖവുര കൂടാതെ രാമുവിന്റെ കാര്യം തന്നെ ചോദിച്ചുകൊണ്ട് തുടക്കമിട്ടു. അല്പനേരം മൗനമായി എന്തൊക്കെയോ ആലോചിച്ചിരുന്ന പിള്ള പറഞ്ഞു, 30 വർഷങ്ങൾക്ക് മുന്നേ രാത്രിയിൽ ഒരു ട്രെയിനിന്റെ പിറകിലെ ഒഴിഞ്ഞ ബോഗിയിൽ നിന്നും കിട്ടിയതാണ് രാമുവിനെ. പാസഞ്ചർ ട്രെയിൻ ആണെങ്കിലും അവസാനത്തെ ഒരു ബോഗി ഗുഡ്സിന്റെ ആയിരുന്നു. പതിവില്ലാതെ ശക്തമായി പെയ്ത മഴ ഒന്ന് ശമിച്ചപ്പോൾ ഇരുട്ടിന്റെ മറവ് നോക്കി ഗോവിന്ദൻ ആ സമയം മൂത്രമൊഴിക്കാൻ പോയത് ആ ട്രെയിൻ കിടന്ന ആ ഭാഗത്തായിരുന്നു. അപ്പോൾ ബോഗിയിൽ നിന്നും ഒരു കുഞ്ഞിന്റെ ഞരക്കവും മൂളലും കേട്ടാണ് അവൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നത്. ചോര കുഞ്ഞായിരുന്നു. ഉറുമ്പുകളൊക്കെ ചെറുതായി അടുത്തുകൂടിയിരുന്നു. അന്നു മുതൽ അവൻ ഗോവിന്ദന്റെ തണലിൽ വളർന്നു. കല്യാണം കഴിക്കാത്തവനായിരുന്നു രാമുവിന്റെ അച്ഛനും അമ്മയും എല്ലാം. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം പിള്ള തുടർന്നു, "പിന്നീടുള്ള ഗോവിന്ദൻ ജീവിതം രാമുവിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അവന്റെ 2 വയസ്സുവരെ." പിള്ള നെടുവീർപ്പോടെ പെട്ടെന്ന് നിർത്തി. ശേഖർ മുന്നോട്ടൊരൽപ്പം ആഞ്ഞിരുന്ന് കാലുകുലുക്കി കൈവിരലുകൾ പരസ്പരം ഞെരിച്ചുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. അപ്പോഴേക്കും പയ്യൻ 2 നാരങ്ങാ വെള്ളവുമായി അവിടെ വന്നു. ഗ്ലാസുകൾ മേശപ്പുറത്ത് വെച്ചു. പിള്ള ഒരെണ്ണം എടുത്ത് ശേഖറിന് നീട്ടി. ശേഖർ അത് വാങ്ങി സോഡ ഒഴിച്ച കുമിളകൾ പൊട്ടുന്നത് വകവെക്കാതെ ഒരു കവിൾ ഇറക്കി ചോദിച്ചു, "എവിടെ നിന്ന് വന്നതായിരുന്നു ആ ട്രെയിൻ എന്നറിയാമോ?" പിള്ള ഓർത്തെടുത്തു പറഞ്ഞു, "പാലക്കാട്ട് എവിടോ എള്ളിറക്കിയ ശേഷം തിരിച്ചു വന്നതായിരുന്നു ആ ബോഗി." ശേഖർ പിന്നീട് ഒന്നും പറയാതെ ഒറ്റ വലിക്ക് നാരങ്ങാവെള്ളം കുടിച്ചിട്ട് ചുണ്ടു തുടച്ചുകൊണ്ട് ഒന്ന് ഇരുത്തി മൂളി പെറുപെറുത്തു, "പാലക്കാട് ട്രെയിൻ." ശേഖർ പിള്ളയുടെ അടുത്ത് നിന്നും നേരെ പോയത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. പല്ലാപുരത്ത് നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാനായിട്ട്. പിള്ളയുടെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശേഖർ തന്റെ ഏലസ് ചരടിൽ നിന്നും നൂല് 2 ഇളക്കി ഒന്ന് പിള്ളയുടെ ദേഹത്ത് ധരിക്കാനും ഒന്ന് വീട്ടിൽ വെക്കാനും പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. കാരണം ദുരൂഹതയുടെ ഉറവിടം തേടി ഇറങ്ങുമ്പോൾ ആരുടെ അടുത്ത് ചെല്ലുന്നു അവിടെയൊക്കെ ചുറ്റിനും മരണം തത്തിക്കളിക്കുന്നത് ശേഖറിന് അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും ലക്ഷ്യം രാമുവാണ്. പക്ഷെ അത് എന്തിനാണെന്നും അതിന്റെ കൂടുതൽ സത്യാവസ്ഥ അറിയാനും പാലക്കാട്ടേക്കും പോയി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കൊല്ലത്തേക്ക് പോകുന്നതിന് മുന്നേ ശേഖർ ഗോപുവിന്റെ വീട്ടിലൊന്ന് കയറാമെന്ന് തീരുമാനിച്ച് ജീപ്പ് പെട്ടെന്ന് ആ വഴിക്ക് വിട്ടു. ഗോപുവിന്റെ വീട്ടിലെത്തിയപ്പോൾ രാമുവും അവിടെ ഉണ്ടായിരുന്നു. ജീപ്പ് വഴിയിലിട്ട ശേഷം വീട്ടിലേക്ക് നടന്നു ചെന്നത് കാരണം ഉമ്മറത്ത് ഏതോ ഒരു നോട്ടീസിൽ ശ്രദ്ധിച്ചു വായിക്കുന്ന രാമു ശേഖർ അടുത്ത് വന്നത് അറിഞ്ഞില്ല. "എന്താടോ ഗഹനമായി നോട്ടീസിൽ വീണ് കിടന്ന് പരതുന്നത്?" ശേഖർ തോളത്ത് തട്ടി കാര്യം ചോദിക്കുമ്പോഴാണ് രാമു അദ്ദേഹം വന്ന കാര്യം തന്നെ അറിഞ്ഞത്. ഉമ്മറത്തെ അരമതിൽ നിന്നും ചാടി എണീറ്റ് അവൻ പറഞ്ഞു, "അയ്യോ, സാറ് വന്നത് ഞാൻ അറിഞ്ഞില്ല. അമ്പലത്തിലെ ഉത്സവ നോട്ടീസാ. ഇപ്രാവശ്യം പടയണിയാണ് കാര്യമായിട്ടുള്ളത്." "കടമനട്ടക്കാരുടെയാ?" "ആഹാ, ആണോ? നെല്ലിൻ തണ്ടു മണക്കും വഴികൾ പാടിയ കവിയുടെ നാട്?" ശേഖർ ചോദിച്ചപ്പോൾ രാമു കൂടുതൽ ഉത്സാഹത്തോടെ പറഞ്ഞു, "അതെ അതെ, കമ്മിറ്റിയിൽ വേണമെന്ന് ഞാനാ പറഞ്ഞത്." ശേഖർ നോട്ടീസ് വാങ്ങി വായിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു, "നീ പടയണി ഭ്രാന്തനാണോ?" "എനിക്കൊത്തിരി ഇഷ്ടമാണ് സാറേ. രാത്രിയിലെ ചൂട്ടും തീയും ആർപ്പോവിളിയും കോലങ്ങളും." അവന്റെ വാക്കുകൾ ശ്രദ്ധിച്ച ശേഷം നോട്ടീസ് തിരികെ അവനെ ഏൽപ്പിച്ച് ശേഖർ പറഞ്ഞു, "ആണോ? എന്നാൽ ഇപ്രാവശ്യം എനിക്കൊന്ന് കാണണമല്ലോ. ഞാനൊന്ന് ഗോപുവിനെ കണ്ടിട്ട് വരാം." ശേഖർ അതും പറഞ്ഞ് അകത്തേക്ക് കയറി, കൂടെ രാമുവും. അകത്ത് കട്ടിലിൽ കണ്ണുകൾ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ഗോപു കിടക്കുന്നു.
പുതപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരീരമാകെ മെല്ലിച്ചു എന്നറിയാൻ കഴിയുമായിരുന്നു. തല ചരിഞ്ഞു പോകാതിരിക്കാൻ ഇരുവശത്തും തലയിണ ചേർത്ത് വെച്ചിരിക്കുന്നു. മലമൂത്ര വിസർജനത്തിനായി ട്യൂബ് കട്ടിലിനടിയിലേക്ക് പോയിരിക്കുന്നു. മുകളിൽ വേഗത കുറച്ച് കറങ്ങുന്ന ഫാനിന്റെ ശബ്ദവും കേൾക്കാം. അകത്തേക്ക് വന്ന ശേഖർ അവനെ ഒന്ന് നോക്കിയ ശേഷം ചിരിച്ചുകൊണ്ട് കസേര വലിച്ച് അവന്റെ കട്ടിലിനടുത്ത് ഇട്ടു. അതിലിരുന്നു. ഗോപു ദൃഷ്ടി വശത്തേക്ക് ചരിച്ച് അദ്ദേഹത്തെ നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട ശേഖർ അത് തുടച്ചുകൊണ്ട് പറഞ്ഞു, നീ പേടിക്കണ്ടടാ, എല്ലാം ശരിയാകും. ഞങ്ങളൊക്കെ ഇല്ലേ, ശരിയാക്കണമല്ലോ. അദ്ദേഹം അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. പെട്ടെന്ന് കയ്യിൽ ചെറിയ പ്ലേറ്റ് കൊണ്ട് അടച്ച ഒരു ഗ്ലാസുമായി ശാരദ കയറി വന്നു. ആഹാ, സാറിത് എപ്പോൾ വന്നു? ജീപ്പിന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അവന് കുറച്ച് പാലും വെള്ളം എടുക്കാൻ പോയതാണ്. ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് അവർ പറഞ്ഞു. നടന്നു വരാം എന്ന് കരുതി ജീപ്പ് ഞാൻ അങ്ങ് വഴിയിലിട്ടു. ടീച്ചർ ഇപ്പോൾ സ്കൂളിൽ പോകുന്നില്ലേ? ശേഖർ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉണ്ട് സർ, മിക്ക ദിവസവും ലീവാണെന്നേ ഉള്ളൂ. ഇവന്റെ അടുത്ത് ആരെങ്കിലും വേണ്ടേ? മോൾക്കാണേൽ അവധി എടുക്കാൻ പറ്റില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ അവർ സാരിയുടെ മുന്താണി കൊണ്ട് കയ്യിലെ വെള്ളം തുടച്ച് ഗോപുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇന്ന് രാമു ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒരൽപ്പം ഫ്രീ ആയി. അതുകൊണ്ട് തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ടു. സാറ് ഇരിക്ക്, ഞാൻ ചായ കൊണ്ടുവരാം. അതും പറഞ്ഞുകൊണ്ട് ശാരദ അകത്തേക്ക് പോയി. നേരെ വിരട്ടിയ ശേഷമാണ് ശേഖർ അവിടെ നിന്നും ഇറങ്ങിയത്. അപ്പോഴേക്കും ഗോപികയും വന്നിരുന്നു. അല്പം കഴിഞ്ഞ് പിള്ളയും. ഗോപികയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചതിൽ നിന്നും ഗോപുവിന്റെ അപകട ദിവസം ഉണ്ടായ ദുരനുഭവം അതുവരെ ആരോടും പറയാതിരുന്നത് അവൾ ശേഖറിനോട് തുറന്നു പറഞ്ഞു. ആ അവസ്ഥ വീണ്ടും കണ്ടതുപോലെ അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട പിള്ള തനിക്കുണ്ടായ അനുഭവവും ശേഖറിനോട് പറഞ്ഞു. ശേഖർ എല്ലാം ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞ ശേഷം അവിടെ നിന്നും ഇറങ്ങുമ്പോൾ തൻ്റെ കൂടെ രാമുവിനെയും കൂട്ടാൻ തീരുമാനിച്ചു. വേണിച്ചിറ വഴി വേണമായിരുന്നു കൊല്ലത്ത് പോകാൻ. അവർ വേണിച്ചിറ എത്തുമ്പോൾ സമയം 10 മണിയായിരുന്നു. വഴിയിൽ റോഡിൽ മറിഞ്ഞു വീണ ആൽമരം മുറിച്ച് ഒരു വശത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്നത് അവർ കണ്ടു. തകർന്ന പോലീസ് ജീപ്പ് അവിടെ നിന്നും മാറ്റിയിരുന്നു. മുന്നോട്ടേക്ക് ജീപ്പ് ഓടിച്ച ശേഖർ അന്ന് അവർ കണ്ട പ്ലാവിന്റെ അടുത്തെത്തിയതും അപ്രതീക്ഷിതമായി ജീപ്പ് ഇടത്തോട്ട് വെട്ടിച്ച് തിരിച്ച് ആ പ്ലാവിന്റെ അടുത്തുള്ള വഴിയിൽ കൂടി ഉള്ളിലേക്ക് കയറ്റി. വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടന്ന ടാറിട്ട ഒരു റോഡായിരുന്നു അത്. ടാറൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു വലിയ ഗട്ടറുകൾ കൊണ്ട് നിറഞ്ഞ ആ റോഡിലേക്ക് പെട്ടെന്ന് വണ്ടി തിരിഞ്ഞു കയറിയ ശബ്ദവും ജീപ്പിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചവും കൂടി ആയപ്പോൾ പ്ലാവിൽ തൂങ്ങിക്കിടന്നിരുന്ന കടവാവലുകൾ ഭയന്ന് ചിലച്ച് 4 വശത്തോട്ടും പറന്നകന്നത് അവർ അറിഞ്ഞു. സാർ, ഇതെങ്ങോട്ടാണ്? വഴി തെറ്റി? രാമു പരിഭ്രമത്തോടെ ചോദിച്ചപ്പോൾ ശേഖർ ഗൗരവം വിടാതെ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ലടോ, എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ നിന്നും കിട്ടാനുണ്ട്. അത് കേട്ട രാമു പിന്നീടൊന്നും ചോദിക്കാതെ കുലുങ്ങിത്തെറിച്ച് ബുദ്ധിമുട്ടി പോകുന്ന ജീപ്പിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് നോക്കിയിരുന്നു. ജനസഞ്ചാരം വർഷങ്ങളായി ഇല്ലാതെ കിടക്കുന്ന ആ റോഡിന്റെ ഇരുവശത്തു നിന്നും വലിയ മരച്ചില്ലകളും വള്ളിപ്പടർപ്പുകളും റോഡിലേക്ക് വളർന്നു കിടക്കുന്നത് ഹെഡ്ലൈറ്റുകൾ കടന്നു പോകുമ്പോഴും ജീപ്പിന്റെ ബോഡിയിൽ ഉരയുന്നതിലൂടെയും അറിയാൻ കഴിയുമായിരുന്നു. ഇരുവശങ്ങളിലും ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങൾ ഉൾപ്പെടെയുള്ളതിൽ കൂടി ലൈറ്റിന്റെ പ്രകാശം കടന്നു പോകുമ്പോൾ അവയ്ക്ക് പല രൂപങ്ങൾ കൈക്കൊള്ളുന്നത് പോലെ രാമുവിന് തോന്നി. ഒപ്പം അവനെ വിയർക്കാനും തുടങ്ങി. പെട്ടെന്ന് വലതുവശത്ത് തകർന്ന് നിലംപൊത്തി വള്ളിപ്പടർപ്പുകൾ കയറിയ ഒരു ബോർഡ് കണ്ടതും ശേഖർ ജീപ്പ് നിർത്തി. രാമു, നീ ഇറങ്ങണ്ട, ഞാനിപ്പോൾ വരാം. രാമുവിനോട് ശബ്ദം താഴ്ത്തി പറഞ്ഞ ശേഷം ശേഖർ ജീപ്പിൽ നിന്നും ഇറങ്ങി ബോർഡിനടുത്തേക്ക് പോയി. ബോർഡിനടുത്തെത്തിയ ശേഖർ പടർന്നു കയറിയ വള്ളിപ്പടർപ്പ് വലിച്ചു പറിച്ചു കളഞ്ഞ് അതിൽ എഴുതിയത് വായിക്കാൻ ശ്രമിച്ചു. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ തുരുമ്പ് തിന്ന ആ ബോർഡിലെ അക്ഷരങ്ങൾ അദ്ദേഹം ബുദ്ധിമുട്ടി വായിച്ചെടുത്തു. ചെളരങ്ങാട്ട് മിൽ. ചെളരങ്ങാട്ട് മിൽ? ആ ബോർഡിന്റെ തൊട്ടടുത്തുകൂടി ഉള്ളിലേക്ക് മറ്റൊരു തകർന്ന റോഡ് കിടക്കുന്നതും ശേഖർ ശ്രദ്ധിച്ചു. സംശയത്തോടെ അദ്ദേഹം രാമുവിനെ തിരിഞ്ഞു നോക്കി. എന്നാൽ രാമു ആ സീറ്റിലുണ്ടായിരുന്നില്ല. രാമു, രാമു! അല്പം ഭയത്തോടെ ഉറക്കെ വിളിച്ചുകൊണ്ട് ശേഖർ ജീപ്പിന് നേരെ ഓടിച്ചെന്നപ്പോൾ ജീപ്പിന്റെ പുറകുവശത്ത് ഇരുട്ടിൽ നിന്നും രാമു ശേഖറിന്റെ ഭാവം കണ്ട് പതറിക്കൊണ്ട് അടുത്തേക്ക് ഓടിച്ചെന്ന് ചോദിച്ചു, എന്തുപറ്റി സാർ? പെട്ടെന്ന് ശേഖർ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവനെ കണ്ട ആശ്വാസത്തിൽ മുഖം ചുളിച്ച് കിതച്ചു. പിന്നെ അരിശത്തോടെ ആക്രോശിച്ചു, നിന്നോടല്ലേടാ പറഞ്ഞത് ജീപ്പിൽ നിന്ന് ഇറങ്ങരുത് എന്ന്? അത് കേട്ട് രാമു അല്പം പരിഭ്രമിച്ചു പറഞ്ഞു, അയ്യോ സാർ, ഞാൻ കരുതി സാറിന്റെ കൂടെ വരണ്ട എന്നായിരിക്കുമെന്ന്. ഇതിപ്പോ നീ എങ്ങോട്ട് എഴുന്നള്ളിയതായി ഇരുട്ടത്? ശേഖർ അരിശത്തോടുകൂടെ ചോദിച്ചു. സർ, ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോയതാ. കേറടാ വണ്ടിയിൽ. ശേഖർ ആശ്വാസത്തോടെ അല്പം ശബ്ദം താഴ്ത്തി പറഞ്ഞ ശേഷം ജീപ്പിലേക്ക് കയറി.
രാമു അത് കേട്ടതും പെട്ടെന്ന് ജീപ്പിലേക്ക് ചാടി കയറിയിരുന്നു. സ്റ്റിയറിംഗിൽ പിടിച്ച് അല്പനേരം ആലോചിച്ച ശേഷം ശേഖർ രാമുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ഏതാടാ ഈ മില്ല്? രാമു അല്പം മടിച്ചു പറഞ്ഞു, അത് ഗോപുവിന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചെളരങ്ങാട്ട് മഠത്തിലെ നാരായണൻ നമ്പൂരിയുടെ മില്ലായിരുന്നു എന്ന്. ഒരു 10-40 വർഷം മുന്നേ അദ്ദേഹം മരിച്ചു. തുടർന്ന് മില്ല് നോക്കി നടത്താൻ ആരുമില്ലാതായപ്പോൾ അതെല്ലാം നശിച്ചു. രാമു പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ജീപ്പിന്റെ ഗിയർ മാറ്റിക്കൊണ്ട് ശേഖർ വീണ്ടും ചോദിച്ചു, എന്തിന്റെ മില്ലായിരുന്നു അത്? എള്ളെണ്ണയുടെ മില്ലായിരുന്നു. ശേഖർ അതിശയത്തോടുകൂടെ ചോദിച്ചു, എള്ളെണ്ണയുടെ മില്ലോ? അതെ സാർ. രാമു അത് പറഞ്ഞു കഴിഞ്ഞതും അല്പം ദൂരെ ഒരു ട്രെയിൻ ഹോൺ അടിച്ച് ചീറിപ്പാഞ്ഞു പോകുന്ന ശബ്ദം കേട്ട് ശേഖർ സംശയത്തോടുകൂടെ ചോദിച്ചു, ഇതിനടുത്തുകൂടെ റെയിൽവേ ലൈൻ പോകുന്നുണ്ടോ? രാമുവും അത് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഉണ്ടല്ലോ സാർ. ഈ പുരയിടത്തിന് അപ്പുറം ഒരു വയലാണ്. അതിൻ്റെ അങ്ങേ വശത്ത് ഒരു ലൈനുണ്ട്. പക്ഷേ അതിൽ കൂടി സർവീസ് കുറച്ചു നാളായി ഇല്ലല്ലോ. ഇനി പുനരാരംഭിച്ചതാകും. അല്ല സാർ, നമ്മളെന്തിനാ ഇവിടെ? അതിന് മറുപടി കൊടുക്കാതെ ശേഖർ ഗിയർ മാറ്റി ജീപ്പ് ബോർഡിന്റെ അടുത്തുള്ള വഴിയിലേക്ക് ഓടിച്ചു കയറ്റി. വളരെ ദുർഘടം പിടിച്ച ആ റോഡിലൂടെ വല്ലാതെ ആടിയുലഞ്ഞു പോകുന്ന ജീപ്പിലിരുന്ന് രാമു നേരിയ വിറയലോടെ പറഞ്ഞു, സാർ, ഇവിടേക്കൊന്നും ആരും പകലുപോലും വരാറില്ല. ശേഖർ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ടല്ലേടോ നമ്മൾ ഈ രാത്രിയിൽ ഇങ്ങോട്ട് വന്നത്. നീ അവിടെ അടങ്ങിയിരിക്കെ. ആ വഴി ചെന്ന് അവസാനിക്കുന്നിടത്തായി ഹെഡ്ലൈറ്റിന്റെ വെട്ടം പതിഞ്ഞ സ്ഥലത്ത് അവർ കണ്ടു ഒരു വലിയ ആന ചരിഞ്ഞു കിടക്കും പോലെ മില്ല് നിലംപൊത്തി കിടക്കുന്നത്. ജീപ്പ് മില്ലിന്റെ മുറ്റത്താണ് ചെന്ന് നിന്നതെന്ന് മനസ്സിലായപ്പോൾ ശേഖർ ജീപ്പ് നിർത്തിയ ശേഷം ഓഫ് ചെയ്യാതെ പുറത്തേക്കിറങ്ങി ഒരു ഷൂളമടിച്ചുകൊണ്ട് ജീപ്പിന്റെ മുന്നിൽ ചെന്ന് ബോണറ്റിലേക്ക് ചാടി കയറിയിരുന്ന് ചുറ്റുപാടും വീക്ഷിച്ചു. മില്ലിന്റെ ഒരു വശം ചരിഞ്ഞ് നിലം പൊത്തിയ മേൽക്കൂരയിൽ നിന്നും ഓടുകൾ ഇളകി നിരങ്ങി താഴെ കൂട്ടമായി കിടക്കുന്നു. പട്ടികകൾക്കിടയിൽ കൂടി വളർന്നു പന്തലിച്ച കാട്ടുവള്ളികൾ ചിലത് അടുത്തുള്ള മരത്തിലേക്ക് പടർന്നു കയറി പിരിഞ്ഞു കിടക്കുന്നു. താഴെ വീണ് കിടക്കുന്ന ഓടുകൾക്കിടയിൽ നിന്നും നീളൻ പുല്ലുകൾ വളർന്ന് മുകളിലേക്ക് തലയുയർത്തി നിൽക്കുന്നു. കാലങ്ങളായി ആളനക്കമില്ലാത്ത സാഹചര്യം പെട്ടെന്ന് മാറിയപ്പോൾ വിരളി പിടിച്ച നിശാജീവികൾ പറന്ന് ലക്ഷ്യമില്ലാതെ എവിടൊക്കെയോ പോയി ഒളിക്കുന്നത് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ കാണാമായിരുന്നു. മുറ്റത്ത് അല്പം അകലെയായി ഒരു കിണർ തിട്ടകളെല്ലാം മുക്കാലും ഇടിഞ്ഞു തകർന്ന അവസ്ഥയിൽ ഉള്ളിൽ നിന്നും വലിയ പുല്ലുകൾ വളർന്ന് ആളിക്കത്തുന്ന തീ പോലെ കാറ്റത്ത് ആടി നിൽക്കുന്നു. തികച്ചും മനസ്സു ഭയന്നും മരവിപ്പിക്കുന്ന ആ അന്തരീക്ഷത്തിൽ എല്ലാ ധൈര്യവും ചോർന്നുപോയ രാമു കിടുകിട വിറയ്ക്കാനും വിയർക്കാനും തുടങ്ങി. ധൈര്യം സംഭരിച്ച് അവൻ ജീപ്പിൽ നിന്നും തല വെളിയിലേക്കിട്ട് ബുദ്ധിമുട്ടി വിളിച്ചു, സാർ, മിണ്ടാതെ അവിടെ ഇരിക്കടാ. ബോണറ്റിൽ ഇരുന്ന് ഒരു കാലിൽ മറ്റേ കാൽ കയറ്റി കുലുക്കിക്കൊണ്ട് സിഗരറ്റ് പുകച്ച് ചുറ്റും വീക്ഷിക്കുന്ന ശേഖർ പെട്ടെന്ന് തിരിഞ്ഞ് ചുണ്ടിൽ വിരൽ ചേർത്ത് പറഞ്ഞ ശേഷം തിരിഞ്ഞ് മുന്നോട്ട് ലൈറ്റ് വെട്ടത്തിൽ സൂക്ഷിച്ചു നോക്കി. അവിടെ ഒരു അസാമാന്യ വലുപ്പമുള്ള തവള ചാടി ഓടിനടുത്തേക്ക് പോകുന്നത് രാമുവും ശേഖറും കണ്ടു. ഓടിനടുത്തെത്തിയ ആ ജീവി അതിനിടയിലേക്ക് ഞെരുങ്ങി കയറിയ ശേഷം തിരിഞ്ഞിരുന്ന് അവരെ നോക്കും പോലെ അനങ്ങാതെയിരുന്നു. തവളകളുടെയും ചീവീടുകളുടെയും ശബ്ദത്തിൽ അന്തരീക്ഷം മുഖരിതമായിരുന്നു. രാപ്പക്ഷികളുടെ ചിലക്കലും ഇടയ്ക്ക് പറന്നുപോകുന്ന ചിറകടി ശബ്ദവും ഇരുട്ടിൽ വലിയ മരത്തിന്റെ ചില്ലകളിൽ പറന്നിരുന്ന് ശബ്ദവും എല്ലാം കൂടി ആയപ്പോൾ രാമു താൻ നിൽക്കുന്ന ഏതോ പ്രേതഭൂമിയിലാണെന്നുള്ള തോന്നലിൽ കിടുകിട വിറച്ചു. കണ്ണുകൾ ഇറുക്കി അടച്ചു കുനിഞ്ഞിരുന്നു. ഭയം മാറാനായി കുഞ്ഞുനാളിൽ ഗോപുവിന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള അർജുനപ്പത്ത് അവൻ ഓർത്തെടുത്ത് അറിയാതെ ചൊല്ലി. രാമു വലിയ ധൈര്യശാലിയൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിനെ അഭിമുഖീകരിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. അവൻ പതുക്കെ തലയുയർത്തി ശേഖരനെ നോക്കി. അദ്ദേഹം രണ്ടാമത്തെ സിഗരറ്റും വലിച്ചു തള്ളി ബോണറ്റിൽ അനങ്ങാതെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് എന്തോ നിരീക്ഷിക്കും പോലെ ചുറ്റും നോക്കുന്നുമുണ്ട്. രാമു രണ്ടും കൽപ്പിച്ച് ജീപ്പിൽ നിന്ന് ഇറങ്ങാനായി പുറത്തേക്ക് കാൽ വെച്ചതും ശേഖർ വെട്ടിത്തിരിഞ്ഞുകൊണ്ട് അലറി, രാമു, ഇറങ്ങരുത്! ഞെട്ടിവിറച്ച അവൻ പെട്ടെന്ന് കാൽ വലിച്ച് ജീപ്പിനുള്ളിലേക്ക് ഒന്നുകൂടി കയറി കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു. ശേഖർ ശ്രദ്ധയോടെ ചുറ്റിനും നിരീക്ഷിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചെവിയിൽ ഒരു യുവതിയുടെ ദീനരോദനം കേട്ടു. ഏങ്ങലടിച്ച് കരയുന്ന ആ ശബ്ദം നേർത്തില്ലാതാകുന്നു. അല്പം കഴിഞ്ഞ് എന്തോ പിറുപിറുക്കുന്ന ശബ്ദവും വീണ്ടും ഏങ്ങലടിച്ചും ഞരങ്ങി മൂളിയും കരയുന്ന ശബ്ദവും കേട്ടു. ശേഖർ അതിന്റെ ഉത്ഭവം തിരയാൻ മെനക്കെട്ടില്ല. കാരണം അദ്ദേഹം ആളിനെ നേരത്തെ കണ്ടിരുന്നു.
ഓടിന്റെ കഷ്ണത്തിൽ ഞെരുങ്ങി കയറിയ തവളയെ അദ്ദേഹം പാളി നോക്കി. പക്ഷേ ആ തവള അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കിണറ്റിലെ പച്ചിലക്കൂട്ടങ്ങൾ ഇളകുന്ന ശബ്ദം കേട്ട് ശേഖർ അങ്ങോട്ട് നോക്കിയപ്പോൾ ആരോ കിണറിനുള്ളിലേക്ക് ഇറങ്ങുന്നത് പോലെയും അതിനൊപ്പിച്ച് വളർന്നു നിന്ന പുല്ലുകളും മറ്റും പിഴുത് പതുക്കെ താഴേക്കു പോകുന്നതും കാണാൻ കഴിഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ കിണറ്റിലെ വെള്ളത്തിൽ ആരോ ഇറങ്ങുന്നത് പോലെയുള്ള ശബ്ദവും ഏങ്ങലടിച്ചും പിറുപിറുത്തുമുള്ള ശബ്ദവും അദ്ദേഹം അവ്യക്തമായി കേട്ടു. അവസാനം എല്ലാം നിശബ്ദമായി. രാത്രിയിൽ വീശിയടിച്ച തണുത്ത കാറ്റിൽ ശേഖർ അല്പനേരം കുനിഞ്ഞ് താഴേക്ക് ഉറ്റുനോക്കിയിരുന്നു. ആരോ ആശ്വസിപ്പിച്ച് തഴുകും പോലെ അദ്ദേഹത്തിന്റെ മുടിയിഴകളെ ആ തണുത്ത കാറ്റ് തലോടി കടന്നുപോയി. ശേഖർ കഠിനമായ ആലോചനയോടെ ബോണറ്റിൽ നിന്നും താഴെ ഇറങ്ങി സീറ്റിൽ വന്നിരുന്നു. കുനിഞ്ഞിരിക്കുന്ന രാമുവിനെ അല്പനേരം നോക്കിയ ശേഷം അവനെ തട്ടിയുണർത്തി. അവൻ ഞെട്ടി തലയുയർത്തി അദ്ദേഹത്തെ നോക്കി. പോകാം, പതിഞ്ഞ ശബ്ദത്തിൽ ശേഖർ പറഞ്ഞ ശേഷം ഗിയർ മാറ്റി മുന്നോട്ടെടുത്ത് വളച്ച് വന്ന വഴിയെ തിരിച്ചുപോയി. പല്ലാവരം റോഡിൽ എത്തും വരെ അവർ രണ്ടുപേരുടെയും ഇടയിൽ മരവിച്ച നിശബ്ദത മാത്രമായിരുന്നു. രാമു, തനിക്ക് ആരെയെങ്കിലും ഇഷ്ടമായിരുന്നോ? പെട്ടെന്നുള്ള ശേഖറിന്റെ ചോദ്യത്തിൽ രാമു വല്ലാതെ പതറി. അവന്റെ ഭാവം കണ്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, അതായത് ആരെയെങ്കിലും നീ നേരത്തെ സ്നേഹിച്ചിരുന്നോ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ് ചോദ്യം. ഒന്നോർക്കൂ, സത്യം മാത്രം പറയണം. രാമു പിടിക്കപ്പെട്ട കുറ്റവാളിയെ പോലെ ശേഖറിന്റെ മുന്നിൽ കുനിഞ്ഞിരുന്ന് വിയർത്തു. അവസാനം അവൻ തന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ സത്യം പറഞ്ഞു. എന്താടോ രാമു, താനൊന്നും മിണ്ടാത്തത്? രാമു കുനിഞ്ഞിരിക്കുന്നത് കണ്ടുകൊണ്ട് ശേഖർ ചോദിച്ചു. അല്പനിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ തന്റെ ഉള്ളിൽ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഗോപികയോടുള്ള പ്രണയവും അത് തന്റെ പരിമിതികളും പ്രായവും കാരണം ആരെയും അറിയിക്കാതെ കൊണ്ടു നടക്കുന്ന വിവരവും പറഞ്ഞു. അത് കേൾക്കെ ശേഖർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ശരി, അപ്പോൾ അങ്ങനെയാണ് കഥയുടെ കിടപ്പല്ലേ? കള്ളം തന്നെ വെളിച്ചത്തായി. ശേഖർ നെറ്റിൽ വിരലുകൊണ്ട് ചൊറിഞ്ഞ് കുലുങ്ങിച്ചിരിച്ചു. അത് കണ്ട് രാമു ഒന്നുകൂടി വിളറി. ശേഖർ അത് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചു, എടാ, ഞാൻ അതല്ല ചോദിച്ചത്. ഇതിനു മുൻപ് നീ ആരെയെങ്കിലും... രാമു അത് കേട്ടതും വേവലാതിയോടെ പറഞ്ഞു, അയ്യോ ഇല്ല സർ, ഇല്ല, അങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ശേഖർ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു, ഉറപ്പാണല്ലോ? രാമു ദീനമായി പറഞ്ഞു, സത്യമാണ് സാറേ, ഇതിനു മുന്നേ ഞാൻ ഒരു പെണ്ണിനെയും സ്നേഹിച്ചിട്ടില്ല. സ്റ്റിയറിംഗിൽ കൈവിരലുകൾ കൊണ്ട് താളമടിച്ച് ശേഖർ ആത്മഗതം പറഞ്ഞു. പിന്നിതാരാണ് ഇവനെ നോക്കി ഇത്രയ്ക്ക് കരയാൻ? ശേഖർ മില്ലിൽ കണ്ട തവളയെ ഒന്നുകൂടി മനസ്സിലോർത്തു നോക്കി. അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞ ആ തവളയ്ക്ക് ഇടത്തെ മുൻകാൽ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായി. പൊടുന്നനെ തൂങ്ങിക്കിടക്കുന്ന ശവത്തിനും ഇടത്തെ കൈയില്ലായിരുന്നു എന്നോർത്തപ്പോൾ ശേഖർ വീണ്ടും ചോദിച്ചു, ഡാ രാമു, നിനക്ക് ഇടത്തെ കൈയില്ലാത്ത ഏതെങ്കിലും സ്ത്രീയെ അറിയാമോ? ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇവിടെ എവിടെയെങ്കിലും കണ്ടതായിട്ട്. രാമു അല്പനേരം ചിന്തിച്ചു പറഞ്ഞു, ഇല്ല സർ, ഇവിടെ ഏയ് അങ്ങനെ ആരും ഈ നാട്ടിലില്ല, ഞാൻ കണ്ടിട്ടുമില്ല. പിന്നീട് ശേഖർ അവനോടൊന്നും ചോദിച്ചില്ല. അവർ നേരെ പോയത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. ജീപ്പ് റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിൽ നിർത്തി പുറത്തിറങ്ങിയ ശേഖർ രാമുവിനോട് ജീപ്പിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞ ശേഷം സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലെത്തിയ ശേഖർ സ്റ്റേഷൻ മാസ്റ്ററോട് മുഖവുര കൂടാതെ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം 30 വർഷം മുന്നേ പാലക്കാട് നിന്നും ഗുഡ്സ് ബോഗിയുമായി വന്ന യാത്രാ വണ്ടിയുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടു. അത് കേട്ട സ്റ്റേഷൻ മാസ്റ്റർ അന്താളിപ്പോടുകൂടെ ചോദിച്ചു, സർ, 30 വർഷം മുന്നേ വന്ന വണ്ടിയുടെ ഫയലൊക്കെ എടുക്കണമെങ്കിൽ ഇന്ന് തന്നെ വേണോ സർ? അത് കേട്ട് ശേഖർ ചോദിച്ചു, ഇപ്പോൾ സമയം എത്രയായി? സ്റ്റേഷൻ മാസ്റ്റർ വാച്ചിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, 1:30. ശേഖർ തലയിൽ നിന്നും തൊപ്പി ഊരി മുടി ഒന്ന് ഒതുക്കിയ ശേഷം തിരികെ വെച്ചുകൊണ്ട് പറഞ്ഞു, സർ, ഞാൻ ഇപ്പോഴും ഡ്യൂട്ടിയിലാണ്. ഈ പാതിരാത്രി കഴിഞ്ഞ് ഇവിടെ വരെ വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അതിനാൽ ആ ട്രെയിനിന്റെ സർവ്വ റിപ്പോർട്ടും എനിക്കിപ്പോൾ കിട്ടണം. അതിനി ഞാൻ മുകളിൽ നിന്നും വിളിച്ചു പറയിപ്പിക്കണമെങ്കിൽ അതുമാവാം. അത് കേട്ട് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട, എങ്കിൽ സാർ ഇരിക്കെ. ആ കാലത്തുള്ള ഫയലുകളെല്ലാം സ്റ്റോർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. അതും പറഞ്ഞ് അസിസ്റ്റന്റിനെ ഡ്യൂട്ടി ഏൽപ്പിച്ച് അദ്ദേഹം അവിടെ നിന്നും പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് ഒരു ഫയലുമായി അവിടേക്ക് വന്ന അദ്ദേഹം ആ ഫയൽ ശേഖറിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, സർ, ആ ഫയലുകളുടെ ഒറിജിനൽ ഒന്നും ഇവിടില്ല. ശേഖർ ഫയൽ തുറക്കാതെ സംശയത്തോടെ മാസ്റ്ററിന്റെ മുഖത്തേക്ക് നോക്കി പുരികം ചുളിച്ചു ചോദിച്ചു, അതൊക്കെ എവിടെ? മാസ്റ്റർ തന്റെ ചെയറിൽ പോയിരുന്നു കൊണ്ട് പറഞ്ഞു, സർ, അതൊരു പ്രശ്നത്തിൽപ്പെട്ട ബോഗിയായിരുന്നു. അതായത് അതിനുള്ളിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അതിനെ ഇവിടെ ആരോ ദത്തെടുത്തെന്നോ അത് പിന്നീട് കേസാകുകയും ആ ബോഗി ഇവിടെ പിടിച്ചിടുകയും ഒക്കെ ചെയ്തായിരുന്നു.
ശേഖർ സംശയത്തോടെ ചോദിച്ചു. ഇപ്പോഴും ആ ബോഗി ഇവിടെയുണ്ടോ? ഉണ്ട് സർ, ഇപ്പോഴും ഉണ്ട്. ഷണ്ടിങ് യാർഡിൻ്റെ ഒരു വശത്തായി കിടപ്പുണ്ട്. സ്റ്റേഷൻ മാസ്റ്ററുടെ മറുപടി കേട്ടതും ശേഖർ കസേരയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, സർ, എൻ്റെ ഒപ്പം ഒന്ന് വരൂ. നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. ബോഗി എനിക്കൊന്ന് കാണണം. അത് പറഞ്ഞതും ഒരു തണുത്ത കാറ്റ് അല്പം ശക്തിയായി ചുഴലി പോലെ ഓഫീസിലേക്ക് അടിച്ചു കയറി ഓഫീസിലെ മേശപ്പുറത്തുണ്ടായിരുന്ന പേപ്പറുകളെല്ലാം പറന്ന് പലതായി നിലത്തു വീണു. ഭിത്തിയിൽ കിടന്ന കലണ്ടർ ആണിയിൽ നിന്നും ഇളകി താഴെ വീണു. പെട്ടെന്നുണ്ടായ ആ പ്രതിഭാസത്തിൽ അവിടെയുള്ളവരെല്ലാവരും ഒന്ന് അസ്വസ്ഥമായെങ്കിലും ശേഖർ അതത്ര കാര്യമാക്കി എടുത്തില്ല. ശേഖറും സ്റ്റേഷൻ മാസ്റ്ററും ഷണ്ടിങ് യാർഡിലേക്ക് പോകാനിറങ്ങി. യാത്രാമധ്യേ ശേഖർ ചോദിച്ചു, ഈ ബോഗി എന്താ കൊണ്ടുപോകാതെ ഇവിടെ ഇട്ടത്? അല്പനിമിഷം ആലോചിച്ച ശേഷം മാസ്റ്റർ പറഞ്ഞു, കേട്ടറിഞ്ഞിടത്തോളം ആ ബോഗിയിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ കണ്ടത് ഇവിടെ ചായ വിറ്റ് നടന്ന ഒരാളായിരുന്നു. അയാൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുവരുന്നത് കണ്ട് മറ്റുള്ളവരെല്ലാം ബഹളം വെച്ചത്രേ. ഇയാൾ കുഞ്ഞിനെ മോഷ്ടിച്ചതാണോ എന്ന് പറഞ്ഞ്. അത് പിന്നെ പോലീസിൽ അറിയിക്കുകയും അവർ വന്ന് ചോദ്യം ചെയ്തപ്പോൾ അതിലെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും പിന്നീട് അയാളുടെ കൂടെ കുഞ്ഞിനെ വിടുകയും ചെയ്തു. പക്ഷേ സമ്മർദ്ദം കൂടിയപ്പോൾ അത് കേസാക്കി. ശേഖർ ചോദിച്ചു, എന്നിട്ട്? ഷണ്ടിങ് യാർഡിന്റെ വഴിയിലേക്ക് കയറി മാസ്റ്റർ പറഞ്ഞു, എന്നിട്ടെന്തായി? കേസ് കോടതിയിലായി. പക്ഷേ കുഞ്ഞിനെ അയാളുടെ മേൽനോട്ടത്തിൽ വിട്ടു. ആദ്യമൊക്കെ അന്വേഷണം തകൃതിയായിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് തണുത്തു. ഇപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഉദ്യോഗസ്ഥർ വന്ന് ആ ബോഗി നോക്കി എന്തോ എഴുതി പോകുന്നത് കാണാം. ശേഖർ സംശയത്തോടെ തലയിൽ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു, അതെന്താ കേസ് തീർപ്പാകാതെ ഇങ്ങനെ? മാസ്റ്റർ മറുപടി പറഞ്ഞു, സർ, എൻ്റെ അറിവിൽ ഈ പ്രതിയായ വ്യക്തി ആ സംഭവത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു. അതുമൊരു ട്രെയിൻ ആക്സിഡന്റ് മറ്റോ ആയിരുന്നു. കേസിൽ ഈ ബോഗിയും ഉള്ളത് കൊണ്ടാകാം പിന്നീട് അത് ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. പക്ഷേ ഫയലുകളെല്ലാം കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ FIR കോപ്പിയും മറ്റുമേ ഇവിടെയുള്ള ഫയലിലുള്ളൂ. സർ, ഇതാ കാണുന്നതാണ് ബോഗി. സ്റ്റേഷൻ മാസ്റ്റർ ഇരുളിൽ ഒരു വശത്തായി ഒതുക്കിയിട്ടിരിക്കുന്ന ബോഗി ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു നിർത്തിയതും ദൂരെ നിന്നും ഒരു ഗുഡ്സ് ട്രെയിൻ ഹോൺ അടിച്ച് കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ സ്റ്റേഷൻ കടന്ന് പാഞ്ഞു പോകുന്ന ശബ്ദം അല്പനേരം തുടർച്ചയായി മുഴങ്ങി അവസാനം ആ ശബ്ദവും ആരോ വലിച്ചെടുത്തതുപോലെ അവസാന ബോഗിയും കടന്നുപോയപ്പോൾ പെട്ടെന്ന് നിന്നു. ഒപ്പം ട്രെയിൻ കടന്നു പോകുന്ന ശബ്ദം നേർത്ത് ഇല്ലാതായി. ശേഖർ ട്രെയിൻ പോയ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ട്രെയിൻ പോയ വേഗതയുടെ കാറ്റിൽ പാളങ്ങളിൽ കിടന്ന കടലാസുകളും പ്ലാസ്റ്റിക് കവറുകളും അന്തരീക്ഷത്തിൽ ലക്ഷ്യമില്ലാതെ പറന്നുയർന്ന് കറങ്ങി താഴേക്ക് വീഴുന്നത് കണ്ടു. ശേഖർ തിരിഞ്ഞ് ബോഗിയിലേക്ക് നോക്കി. പിന്നെ ആ ഭാഗത്തേക്ക് നടന്നു ചെന്നു. സ്റ്റേഷൻ മാസ്റ്റർ ടോർച്ചടിച്ച് പിന്നാലെ അദ്ദേഹത്തിനെ അനുഗമിച്ചു. ബോഗിയുടെ അടുത്തെത്തിയ ശേഖർ സസൂക്ഷ്മം വീക്ഷിച്ചു. ശേഷം സ്റ്റേഷൻ മാസ്റ്ററുടെ കയ്യിൽ നിന്നും ടോർച്ച് വാങ്ങി ബോഗിയുടെ കാണാവുന്ന ഭാഗങ്ങളും കീഴ്വശവും സസൂക്ഷ്മം വീക്ഷിച്ചു. തുരുമ്പ് തിന്നു തുടങ്ങിയിരുന്നു ആ ബോഗി. സാർ, എനിക്കിതിന്റെ വാതിലൊന്ന് തുറക്കണമല്ലോ. ശേഖറിന്റെ ആവശ്യം കേട്ടപ്പോൾ മാസ്റ്റർ ഒന്ന് പതറി പറഞ്ഞു, അയ്യോ സാർ, അത് നമ്മളെ കൊണ്ട് നടക്കില്ല. വർഷങ്ങളായി തുറക്കാതെ ഞാൻ യാർഡിലുള്ള തൊഴിലാളികളെ ഒന്ന് വിളിപ്പിക്കാം. ശേഖർ ചെന്ന് വാതിലിന്റെ ഹാൻഡിലിൽ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അത് നമുക്ക് വിളിക്കാം. അവരെ വിളിക്കും മുന്നേ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നടന്നാലോ? ശേഖർ ടോർച്ച് മാസ്റ്ററുടെ കയ്യിൽ കൊടുത്ത് ഹാൻഡിലൊന്ന് വലിച്ചു. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആരോ ഗ്രീസിട്ട് വെച്ചതുപോലെ ആ ഹാൻഡിൽ തിരിയുന്നത് കണ്ട് സ്റ്റേഷൻ മാസ്റ്റർ അന്താളിച്ച് വാ തുറന്നു. ശേഖർ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആ വാതിൽ പതുക്കെ തുറന്നു. മുഴുവനായും വാതിൽ തുറന്നു മാറിയപ്പോൾ അകത്തു നിന്നും തുരുമ്പിന്റെയും കാലപ്പഴക്കത്തിൽ ജീർണിതാവസ്ഥയിലുള്ള ഒരു അസ്വസ്ഥമായ മണം 2 പേരുടെയും മൂക്കിലേക്ക് അടിച്ചു കയറി. തുറന്നു മാറിയ വാതിൽ ബോഡിയിൽ ഇടിച്ചു നിന്നതും അതിനിടയിലുണ്ടായിരുന്ന ഒരു പല്ലി പെട്ടെന്ന് സ്റ്റേഷൻ മാസ്റ്ററുടെ തോളിലേക്ക് ചാടി. ആകെ പേടിച്ചു കുതറി അലറി തുള്ളി ശരീരം കുടയുന്ന അദ്ദേഹത്തിന്റെ തോളിൽ നിന്നും അത് പുറകിൽ കൂടി ഇഴഞ്ഞ് താഴേക്ക് ചാടി വാലുയർത്തി കുറ്റിക്കാട്ടിലേക്ക് മറഞ്ഞു. ടോർച്ച് വെട്ടത്തിൽ കുറ്റിക്കാട്ടിലേക്ക് പാഞ്ഞു പോകുന്ന പല്ലിയുടെ ചലനത്തിലെ അവതാളം കണ്ടപ്പോൾ അതിന്റെ ഇടത്തെ മുൻകാൽ ഉണ്ടായിരുന്നില്ല എന്ന് ശേഖറിന് മനസ്സിലായി. വിരണ്ട് ഷർട്ട് കുടഞ്ഞ് കുനിഞ്ഞ് നിലത്ത് നോക്കുന്ന മാസ്റ്ററോട് ശേഖർ പറഞ്ഞു, സർ, അതാ കുറ്റിക്കാട്ടിലേക്ക് പോയി. ഒരു പാവം അംഗവിഹീനയായ പല്ലി. ശേഖർ ബോഗിയുടെ വാതിലടച്ച് ഒന്നും മനസ്സിലാകാതെ നിന്ന് സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തെത്തി പറഞ്ഞു, നമുക്ക് പോയാലോ സർ? എൻ്റെ ആവശ്യം കഴിഞ്ഞു. അവർ 2 പേരും സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു. സ്റ്റേഷൻ ഓഫീസിലെത്തിയ ശേഷം ശേഖർ കയ്യിൽ കരുതിയിരുന്ന ഏലസ് കൊരുത്ത ചരടിൽ നിന്നുള്ള നൂൽ വെച്ച പേപ്പർ കവർ
സ്റ്റേഷൻ മാസ്റ്ററെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സാറിൻ്റെ വിശ്വാസമോ സാർ ഒരു വിശ്വാസിയാണോ അല്ലയത് എന്നത് രണ്ടും ഇവിടെ വിഷയമല്ല. അതിനാൽ ഇനി ഞാൻ ഇവിടെ വരുന്നത് വരെ നിങ്ങളുടെ ശരീരത്തിൽ ഈ നൂൽ നിർബന്ധമായും ഉണ്ടാകണം. കാരണം ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള ഒരു കേസാണിത്. ചിന്തിച്ചാൽ യുക്തിക്കൊട്ടും നിരക്കില്ല. നിങ്ങളുടെ മുകളിൽ ചാടിയ പല്ലി പോലും. അല്പം ഭയന്നുപോയ സ്റ്റേഷൻ മാസ്റ്റർ കാര്യമറിയാതെ നിൽക്കുന്ന സഹപ്രവർത്തകരെ തിരിഞ്ഞു നോക്കിയ ശേഷം ആ കവർ വാങ്ങി. ശേഖർ ഫയലും എടുത്ത് അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി. അന്നും ശേഖറും രാമുവും സ്റ്റേഷൻ വിടുമ്പോൾ ഏകദേശം 4 മണിയായിരുന്നു. രാമുവിനെ അവൻ്റെ വീട്ടിലിറക്കിയ ശേഷം ഉറക്കം തളം കെട്ടിയിരിക്കുന്ന കണ്ണുകളുമായി നിൽക്കുന്ന അവനോട് അദ്ദേഹം പറഞ്ഞു, രാമു, ഇന്ന് വൈകിട്ട് ഞാൻ പാലക്കാടിന് പോകും. നീ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഞാനിവിടെ വരും. എങ്ങും പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാകണം. രാമുവിൻ്റെ മുഖത്തെ സംശയഭാവം അവഗണിച്ചുകൊണ്ട് ശേഖർ ജീപ്പ് മുന്നോട്ടോടിച്ചു പോയി. ശേഖർ തൻ്റെ റൂമിലെത്തുമ്പോഴേക്കും 6 മണിയായിരുന്നു. അദ്ദേഹം 10 മണിവരെ കിടന്നുറങ്ങി. എഴുന്നേറ്റ് തയ്യാറായ ശേഷം DYSPയോട് വൈകിട്ട് പാലക്കാടിന് അന്വേഷണ സംബന്ധമായി പോകുന്ന വിവരം ധരിപ്പിച്ച് അനുവാദം വാങ്ങി. ശേഖറിൻ്റെ ഫോണിലൂടെയുള്ള സംസാരം കേട്ടപ്പോഴാണ് അദ്ദേഹം വൈകിട്ട് പാലക്കാടിന് പോകുന്ന വിവരം വനജ അറിയുന്നത്. ശേഖറിൻ്റെ ജോലി തിരക്കും ഏറ്റെടുക്കുന്ന കേസുകളുടെ കാഠിന്യവും വനജയ്ക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അതിനാൽ ഡ്യൂട്ടിയിൽ തിരക്കാണ് എന്നറിഞ്ഞാൽ വനജയുടെ ഇടപെടൽ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പാലക്കാട്ട് പോകുന്ന വിവരം പറയാത്തതിൽ പരിഭവവുമില്ല. പുറത്തു കാണിക്കുന്നില്ല എങ്കിലും ഭാര്യയുടെ പക്വതയിൽ ശേഖറിന് നല്ല ബോധവും അഭിമാനവുമുണ്ട്. ശേഖർ പ്രഭാത ഭക്ഷണം വേഗം കഴിച്ച് തയ്യാറായി രാമുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ശേഖർ ചെല്ലുമ്പോൾ രാമു വീട്ടിൽ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. അവിടെ നിന്നും അവനെയും കൂട്ടി അദ്ദേഹം പല്ലാപുരം ദേവീക്ഷേത്രത്തിലെത്തി. അപ്പോഴേക്കും ക്ഷേത്രം അടച്ചിരുന്നു. അവർ രണ്ടുപേരും നടക്കു നേരെ നിന്ന് തൊഴുത ശേഷം ക്ഷേത്രമുറ്റത്തെ ആൽത്തറയിൽ പോയിരുന്നു. ശേഖർ തിരിഞ്ഞു പിള്ളയുടെ കടയിലേക്ക് നോക്കി. കടയിൽ സാമാന്യം നല്ല തിരക്ക് കാണപ്പെട്ടു. പിന്നെ ഒടിഞ്ഞു വീണ വരിക്കപ്ലാവിൻ്റെ ശിഖരത്തിലും നോക്കി ഒരു നെടുവീർപ്പോടെ അല്പനേരം മൗനമായിരുന്നു. രാമുവിൻ്റെ മനസ്സ് വല്ലാതെ കലുഷിതമായിരുന്നു. ഇടവിട്ട് വീശുന്ന കാറ്റിൻ്റെ ശബ്ദം ഇലകളിൽ തട്ടി വലിയ ശബ്ദമുണ്ടാക്കി കടന്നുപോയിക്കൊണ്ടിരുന്നു. ശേഖർ ആലിൻ്റെ കെട്ടിലേക്ക് മലർന്നു കിടന്നിട്ട് നിർവികാരനായി മുകളിലേക്ക് നോക്കി. അല്പനിമിഷത്തിന് ശേഷം അദ്ദേഹം വശം ചരിഞ്ഞ് വലത് കൈയിൽ തല താങ്ങിക്കൊണ്ട് രാമുവിനോട് പറഞ്ഞു, രാമു, എനിക്ക് തന്നോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. രാമു അത് കേട്ട് സംശയത്തോടെ അദ്ദേഹത്തിനെ നോക്കി. ശേഖർ തുടർന്നു, താൻ ഗോപികയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിൽ അവനൊന്ന് പതറിയെങ്കിലും അവൻ തല കുനിച്ചുകൊണ്ട് അതെ എന്ന് പറഞ്ഞു. തലയിളക്കി. അത് കേട്ട ശേഖർ 2 കൈകളും തലയിലേക്ക് ചേർത്ത് വെച്ച് മുടി പിറകിലേക്ക് ഒതുക്കി എന്തോ ചിന്തിച്ച് നെടുവീർപ്പോടെ അല്പനേരം മുകളിലേക്ക് നോക്കിക്കിടന്നു. പിന്നെ വീണ്ടും പറഞ്ഞു തുടങ്ങി, പക്ഷേ ഞാൻ പറയുന്നത് കേട്ട് നീ പേടിക്കരുത്. തല ഉയർത്തി ശേഖറിനെ നോക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കി ശേഖർ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, മനസ്സിന് കരുത്തുണ്ടാകാനാണ് ഈ ക്ഷേത്ര അന്തരീക്ഷത്തിൽ നിന്നെ കൊണ്ടുവന്നത്. രാമു അത് കേട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഇല്ല സർ, ഞാൻ പേടിക്കില്ല സർ. സാർ പറഞ്ഞോളൂ. ശേഖർ അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ സിരകളിൽ ഒരു ട്രെയിനിൻ്റെ ശബ്ദവും ഒരു സ്ത്രീയുടെ വിലാപവും കേട്ട് അദ്ദേഹം പെട്ടെന്ന് അസഹ്യതയോടെ അവൻ്റെ കണ്ണിൽ നിന്നും നോട്ടം പിൻവലിച്ചു. ശേഖർ തുടർന്നു, താനിപ്പോൾ ഒരു വലിയ അപകടത്തിലാണ്. അതായത് നിന്നെ ചുറ്റിപ്പറ്റി കുറേ ദുരൂഹതകൾ കറങ്ങുന്നുണ്ട്. അതൊന്നിനൊന്നായി നീയുമായി ബന്ധപ്പെട്ട് നിനക്ക് ചുറ്റുമുള്ളവർക്ക് ആഘാതവും ഉണ്ടാക്കുന്നു. അത് തുടങ്ങിയത് അങ്ങ് പാലക്കാട്ട് നിന്നുമാണ്. കൃത്യമായി പറയാനായി അത് എവിടെയെന്ന് അറിയില്ല, കണ്ടുപിടിക്കണം. എന്തായാലും
നിന്നെ കൊത്തിയെടുത്ത ശൂന്യതയിൽ അലിയാനായി ഒരു അസാമാന്യ ശക്തി നിന്റെ പിറകെ അവസരം കാത്ത് പിന്തുടരുന്നുണ്ട്. അത് കേട്ടതും രാമു വിയർക്കാൻ തുടങ്ങി. അവൻ്റെ ഇരു ചെവിയിൽ നിന്നും ചൂട് പറക്കുന്നത് പോലെ തോന്നി. നാവ് വറ്റി വരണ്ടു. ചെറിയ തോതിൽ തൻ്റെ ശരീരം വിറയ്ക്കുന്നത് അവൻ അറിഞ്ഞു. ശേഖർ തുടർന്നു. ആ ശക്തിയാണ് ഇവിടെ നടക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കും കാരണം. അതിൻ്റെ വാസസ്ഥലം കുറേ നാൾ ഗോപുവിൻ്റെ മുത്തശ്ശിയിലായിരുന്നു, പിന്നീട് കാവിലെ സർപ്പക്കുളത്തിലും, ഇപ്പോൾ വേണിച്ചിറയിലെ മില്ലിലുമാണ്. അത് കേട്ട രാമു ദയനീയമായി ശേഖറിനെ നോക്കി പറഞ്ഞു, സർ, ഞാൻ എന്ത്? അത് കേൾക്കാത്ത രീതിയിൽ ശേഖർ അവനെ നോക്കി പറഞ്ഞു, അതാരാണ്, എന്താണ്, എന്തിനാണ്, എവിടെ നിന്നാണ് എന്നുള്ള വിവരം അന്വേഷിച്ചറിയാനാണ് ഇന്ന് ഞാൻ പാലക്കാടിന് പോകുന്നത്. പക്ഷെ ഒന്നുറപ്പുണ്ട്, അതൊരു സ്ത്രീയാണ്, അതും ഇടതു കൈയില്ലാത്ത ഒരു സ്ത്രീ. അത് കേട്ട് രാമു വെപ്രാളത്തോടെ പതറുന്ന കണ്ണുകളാൽ ചുറ്റിനും നോക്കി. അത് മനസ്സിലാക്കിയ ശേഖർ പറഞ്ഞു, നീ പേടിക്കണ്ട, ഇപ്പോൾ നീ എൻ്റെ സംരക്ഷണത്തിലാണ്. ഞാൻ നിനക്ക് തന്നിട്ടുള്ള ഏലസിൻ്റെ നൂൽ നിന്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം നിന്നെ തൽക്കാലം ഒന്നും ചെയ്യില്ല. രാമു കയ്യിൽ വെള്ള തുണിയിൽ പൊതിഞ്ഞു കെട്ടിയിരിക്കുന്ന ഏലസിൻ്റെ ചരടിലേക്ക് നോക്കി. അവൻ്റെ കണ്ണിൽ അല്പം ആശ്വാസത്തിൻ്റെ തിളക്കം അദ്ദേഹം കണ്ടു പറഞ്ഞു, പക്ഷെ ഒന്നുണ്ട്, ഞാൻ വരുന്നതുവരെ നീ സൂക്ഷിക്കണം. സന്ധ്യ മയങ്ങിയാൽ എന്ത് അത്യാവശ്യമാണെങ്കിലും പുറത്തിറങ്ങരുത്. ഗോപുവിൻ്റെ വീട്ടിൽ നിനക്ക് താമസിക്കാം. നിന്റെ പണികൾ നേരത്തെ തീർത്ത് വീട്ടിലെത്തിക്കൊള്ളുക, കേട്ടല്ലോ? അത് കേട്ട് അനുസരണയോടെ രാമു തലയാട്ടി. ശേഖർ ആൽത്തറയിൽ നിന്നും എഴുന്നേറ്റ് ഞെളിഞ്ഞ് പാൻസിലെ ബെൽറ്റിൽ പിടിച്ച് മുകളിലേക്ക് അല്പം ഉയർത്തി ഷർട്ട് ഉള്ളിലേക്ക് തിരികെ കയറ്റി പറഞ്ഞു, എന്നാൽ ശരി, നമുക്കിറങ്ങാം. നിന്നെ ഗോപുവിൻ്റെ വീട്ടിലാക്കിയേക്കാം. രാമുവിനെ വീട്ടിലാക്കി ശേഖർ ചെല്ലുമ്പോൾ വനജ പോകാനുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കുള്ള ആഹാരം കഴിച്ച ശേഷം ശേഖർ ബാഗെല്ലാം എടുത്ത് വനജയുടെ കവിളിൽ ഒരു മുത്തം നൽകിയ ശേഷം യാത്ര പറഞ്ഞിറങ്ങി. ശേഖറിനെയും വഹിച്ചുകൊണ്ട് ജീപ്പ് ആ മുറ്റം കടന്നു പോയപ്പോൾ വനജ ഉമ്മറത്തുള്ള മുത്തശ്ശൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി. അദ്ദേഹം ചിരിക്കുന്നതായി അവൾക്ക് തോന്നി. ആശ്വാസം പോലെ ഒരു ഇളം കാറ്റ് അവരെ തഴുകി കടന്നുപോയി. ശേഖർ സ്റ്റേഷനിൽ ചെന്ന് അവിടെ നിന്നും ആവശ്യമുള്ള ഫയലുകളും റിവോൾവറും എല്ലാം എടുത്തു. 5 മണിക്കുള്ള ട്രെയിനിന് പാലക്കാട്ടേക്ക് തിരിച്ചു. ദുരൂഹതയുടെ ഉത്ഭവം തേടി. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശേഖർ നേരെ പോയത് സിറ്റി പോലീസ് സ്റ്റേഷനിലേക്കാണ്. സിറ്റി പോലീസ് സ്റ്റേഷന്റെ ഉത്തരവാദിത്തം എസ് ഐ രുദ്രനായിരുന്നു. തികച്ചും പരുക്കനായ ഒരു വ്യക്തിയും കൃത്യനിർവഹണത്തിൽ നേരായ വഴിയിലൂടെ പോകാനുള്ള തടസ്സം എന്തു ക്രൂരത കാണിച്ചും മാറ്റുന്നതിലൂടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആളൊരു തലവേദനയാണെങ്കിലും ക്രമസമാധാനം കൃത്യമായി പോകുന്നതിനാൽ പലപ്പോഴും രുദ്രന് നേരെ മേലധികാരികൾ കണ്ണടയ്ക്കാറാണ് പതിവ്. അത് കാരണം രുദ്രന്റെ പേര് കേട്ടാൽ വിറയ്ക്കാത്ത ഒരു ക്രിമിനൽ പോലും അദ്ദേഹത്തിന്റെ സ്റ്റേഷൻ പരിധിയിലില്ലായിരുന്നു, പ്രത്യേകിച്ച് രാഷ്ട്രീയ ഗുണ്ടകളിൽ. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ക്രമസമാധാനം തകർക്കാൻ നോക്കുന്നവരെയോ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെയോ രുദ്രന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നീട് അവർ ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കാൻ ശ്രമിക്കില്ല എന്നു മാത്രമല്ല, അവർ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ഇൻഫോർമറുമാകും. അല്ലാതുള്ളവർ പലരും കട്ടിലിൽ തന്നെ കിടപ്പാണ്. രുദ്രൻ ചാർജ് എടുത്ത നാൾ മുതൽ ഏതു പാതിരാത്രിയിലും സ്ത്രീകൾക്ക് ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കാം എന്ന സാഹചര്യമാണുള്ളത്. തികഞ്ഞ കളരി അഭ്യാസിയായ രുദ്രന് കോളേജിൽ വെച്ച് പഠിച്ച കൺകെട്ട് വിദ്യയും ജോലിയിൽ സഹായിക്കുന്നുണ്ട്. ഒരിക്കൽ സ്ഥലത്തെ ഒരു വലിയ അബ്കാരി കോൺട്രാക്ടറുടെ മകൻ അവൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മകളെ മാനഭംഗപ്പെടുത്തുകയും കൊന്ന് കത്തിച്ചു കളയുകയും ചെയ്ത കേസിൽ വന്നു പെട്ടത് രുദ്രന്റെ കൈകളിലാണ്. രുദ്രന്റെ കലി മുഴുവനും അവൻ്റെ ശരീരത്തിൽ തീർത്തെങ്കിലും പണത്തിന്റെ ഹുങ്കിൽ പുറത്തിറങ്ങിയ അവൻ രുദ്രനെ ഭീഷണിപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തു. ഭ്രാന്ത് കയറിയ രുദ്രൻ വക്കീലും അച്ഛനും കണ്ടു നിൽക്കെ അവന്റെ 2 കണ്ണുകളും തന്റെ വിരലിറക്കി പൊട്ടിച്ചു കളഞ്ഞു. ആ കേസിൽ സസ്പെൻഷനായ രുദ്രനെ കൊല്ലാൻ അബ്കാരി കുറെ ഗുണ്ടകളെ വിട്ടെങ്കിലും
കളരിയും കൺകെട്ടും ചേർത്തുള്ള പ്രകടനത്തിൽ അവരെയെല്ലാം രുദ്രൻ തുരത്തി ഓടിച്ചു. പക്ഷെ കലിയടങ്ങാത്ത രുദ്രൻ ആ ഒറ്റ രാത്രി കൊണ്ട് അബ്കാരി കോൺട്രാക്ടറുടെ ഒട്ടുമിക്ക ഗോഡൌണുകളും വണ്ടികളും തീയിട്ട് നശിപ്പിച്ചു. പിറ്റേന്ന് തനിക്കുണ്ടായ കോടികളുടെ നഷ്ടമറിഞ്ഞ അബ്കാരി ഹൃദയം പൊട്ടി മരിച്ചു. ആ സംഭവത്തിന് ശേഷം രുദ്രനുള്ള രഹസ്യമായ വിളിപ്പേര് സാത്താൻ രുദ്രൻ എന്നാണ്. അതോടെ സാത്താൻ രുദ്രൻ എന്ന പേര് ആ നാട്ടിൽ കുറ്റവാളികൾക്ക് വലിപ്പച്ചെറുപ്പമില്ലാതെ പേടി സ്വപ്നമായി തീർന്നു. എപ്പോഴെങ്കിലും സ്റ്റേഷനിലെ ഫോൺ പ്രവർത്തനരഹിതവും രുദ്രന്റെ മൊബൈൽ ഓഫുമാണെങ്കിൽ മനസ്സിലാക്കാം രുദ്രന് കടിച്ചു കുടയാനുള്ള ഇരയെ കിട്ടിയെന്ന്. ശേഖർ ഓട്ടോയിൽ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഓട്ടോ ചാർജ് കൊടുക്കുമ്പോൾ തന്നെ കേൾക്കാം അകത്ത് മുദ്രാവാക്യത്തെ പോലെ ആക്രോശവും എന്തൊക്കെയോ തല്ലി തകർക്കുന്ന ഒച്ചയും. സ്റ്റേഷനിലേക്ക് കയറി ചെന്ന ശേഖർ പാറാവുകാരനെ തൻ്റെ ID കാണിച്ചു. അയാൾ പെട്ടെന്ന് അറ്റൻഷനായി സല്യൂട്ട് ചെയ്തു. ശേഖർ സംശയത്തോടെ ചോദിച്ചു, എന്താടോ അകത്ത്? പാറാവുകാരൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു, പൂച്ച എലിയെ കളിപ്പിക്കുക സാറേ. ശേഖർ പുരികം ചുളിച്ചുകൊണ്ട് ചോദിച്ചു, പൂച്ച എലിയെ കളിപ്പിക്കുന്നോ? അതെന്നാടോ, ഇവിടെ പൂച്ച വളർത്തലാണോ? പാറാവുകാരൻ, അയ്യോ സാറേ അല്ല, സാർ അകത്തോട്ട് ചെന്നാൽ ലൈവായിട്ട് കാണാം. ശേഖർ പുരികം ചുളിച്ച് അയാളെ ഒന്നിരുത്തി നോക്കിയ ശേഷം ഉള്ളിലേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച സിംഹം ഇരയെ കടിച്ചു കുടയും പോലെ രുദ്രൻ ഒരു ചെറുപ്പക്കാരനെ എടുത്തിട്ട് കുടയുകയാണ്. ബട്ടണെല്ലാം അഴിച്ച യൂണിഫോം മുഴുവനും വിയർപ്പിൽ കുതിർന്നിരിക്കുന്നു. കാഴ്ചക്കാരെ പോലെ അവിടെ നിൽക്കുന്ന മറ്റു പോലീസുകാരുടെ മുഖത്ത് ദയനീയമായ ഭാവം. കയറി വരുന്ന ശേഖരനെ കണ്ടപ്പോൾ ആ ഭാവം ഒരു പരിഭ്രമമായി മാറി. കള്ള കഴിവേറി, നാട്ടിൽ നിന്റെ തണ്ടും തരത്തിലുമുള്ള പീസുകൾ ധാരാളമുണ്ട്. അവരെയൊന്നും നിനക്ക് വേണ്ട. പാവങ്ങളായ നീയൊക്കെ വിളിക്കുന്ന താഴ്ന്ന ജാതിയിലുള്ള പെങ്കൊച്ചുകൾ മതി. അല്ലടാ പുല്ലേ, എന്നതാടാ അവളുമാർക്ക് ഇത്ര ഗുണം? ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളതോ? ശേഖരന് പുറം തിരിഞ്ഞു നിൽക്കുന്ന രുദ്രന്റെ മുന്നിൽ കുനിച്ചു നിർത്തിയ ചെറുപ്പക്കാരന്റെ പിറകിലേക്ക് പിടിച്ചു കെട്ടിയ കൈകൾക്കിടയിൽ ലാത്തി തിരികെ കയറ്റി അതിൽ പിടിച്ച് മുകളിലേക്ക് പൊക്കി നട്ടെല്ലിന്റെ നടുവിലായി മുഷ്ടി ചുരുട്ടി ആഞ്ഞിടിച്ചുകൊണ്ട് രുദ്രൻ ആക്രോശിച്ചു. ഇടിയേറ്റ് തീയിൽ വീണ പ്രാണിയെപ്പോലെ പിടഞ്ഞു മുന്നോട്ട് മുട്ടുകുത്തിയിരിക്കുന്ന അവന്റെ കൈക്കിടയിലെ ലാത്തിയിൽ പിടിച്ചു പൊക്കി വലിച്ചെടുത്ത് മുടിക്ക് വലിച്ച് പിറകിലേക്ക് തല വളച്ചുകൊണ്ട് രുദ്രൻ മുരണ്ടു, കൊന്നുകളയും പന്നി നിന്നെ. അതും പറഞ്ഞ് അവനെ കറക്കി ശേഖരന് നേരെ തിരിഞ്ഞ രുദ്രൻ ഇരയുടെ കഴുത്തിൽ കടിച്ച് തല ഉയർത്തിയ കടുവയെപ്പോലെ ശേഖരനെ തുറിച്ചു നോക്കി. മുരണ്ടുകൊണ്ട് ചോദിച്ചു, ആരാടോ താൻ? ഇവനെ ജാമ്യത്തിലിറക്കാൻ വന്നാണോ? വായിൽ നിറയെ പേപ്പർ കുത്തിത്തിരുകി മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച ആ ചെറുപ്പക്കാരന്റെ നീര് വന്ന് വീർത്ത മുഖം കണ്ടപ്പോഴാണ് ഇത്രയും മർദ്ദനമേറ്റിട്ടും അയാൾ നിലവിളിക്കാതിരുന്നതിന്റെ രഹസ്യം ശേഖരന് മനസ്സിലായത്. ആ ചെറുപ്പക്കാരൻ തീർത്തും അവശനായിരുന്നു. മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും ചോര ചാടുന്നു. ശേഖർ അത് കണ്ട് രുദ്രനോട് പറഞ്ഞു, ഇനി തല്ലണ്ട, അവൻ ചത്തുപോകും. പെട്ടെന്ന് രുദ്രൻ അവന്റെ പിടിവിട്ടു. അവന്റെ ശരീരം വഴന്ന് താഴെ വീണ് കിടന്ന് പുളഞ്ഞു. രുദ്രൻ ശേഖരനെ നോക്കിക്കൊണ്ട് പരിഹാസത്തോടെ ചോദിച്ചു, എങ്ങനെ? ഉപദേശിക്കാൻ വന്നതാണോ? ശേഖർ അത് ശ്രദ്ധിക്കാതെ രുദ്രന്റെ അടുത്ത് നടന്നു എന്ന് താഴെ കിടന്ന് പുളയുന്ന ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഐ ആം CI സോമശേഖർ ഫ്രം കൊല്ലം. ശേഖർ ID കാർഡ് കാണിച്ചു. അത് കണ്ട രുദ്രൻ ഒന്ന് തത്രിച്ചു. പിന്നെ അറ്റൻഷനായി സല്യൂട്ട് ചെയ്യാൻ കൈ ഉയർത്തിയപ്പോൾ ശേഖർ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, തൻ്റെ വിരലിൻ്റെ ഞൊട്ടയൊക്കെ ഒന്ന് വിട്ടിട്ട് മതി, ഇല്ലെങ്കിൽ കൈ നിവരില്ല. രുദ്രൻ സല്യൂട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു, സോറി സാർ, അത് സാർ വരുമെന്നല്ലാതെ ഇന്ന് വരുമെന്ന് ഇൻഫർമേഷൻ ഇല്ലായിരുന്നു. രുദ്രൻ കസേര കാണിച്ചുകൊണ്ട് പറഞ്ഞു, സാർ ഇരുന്നാട്ടെ.
പിന്നെ കോൺസ്റ്റബിളിനോട് പറഞ്ഞു, ഇതിനെ എടുത്ത് അകത്തിട്, അവന്റെ തലവരെ അല്പം നേരെയാണെന്നാ തോന്നുന്നത്. ഷർട്ടിന്റെ ബട്ടൺ ഇട്ടുകൊണ്ട് രുദ്രനും കസേരയിലിരുന്നു. പോലീസുകാർ വന്ന് നിലത്ത് കിടന്ന് പുളയുന്ന ചെറുപ്പക്കാരനെ വലിച്ചഴിച്ച് ലോക്കപ്പിൽ കൊണ്ടിടുന്നത് നോക്കിക്കൊണ്ട് ശേഖർ രുദ്രനോട് പറഞ്ഞു, രുദ്രൻ ഇന്ന് നല്ല മൂഡിലാണെന്ന് തോന്നുന്നല്ലോ.